വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. ശരീരത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എങ്കിൽ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അടിപൊളിയായിരിക്കും അല്ലേ? അത്തരത്തിൽ സ്വന്തം ശരീരത്തിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാം എന്ന സൂപ്പർ പവറുള്ള ഒരു പെൺകുട്ടിയുടെ കഥ പറഞ്ഞ് 2020 പുറത്തിറങ്ങിയ സ്പാർക്ക് ലവ് എന്ന ചൈനീസ് സീരീസാണ് ഇന്നു മുതൽ നമ്മൾ കാണാൻ പോകുന്നത്. തുടക്കത്തിൽ കാണിക്കുന്നത് മഴ പെയ്യുന്നത് കാരണം പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ കോളേജ് വരാന്തയിൽ അക്ഷമയായി നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഇവളാണ് നമ്മുടെ ഹീറോയിൻ വെയ്വേ. മഴയാണല്ലോ, ഞാൻ എങ്ങനെ സമയത്ത് ക്ലാസ്സിലെത്തുമെന്ന് ചോദിച്ച് അവളുടെ ഫ്രണ്ടിന് മെസ്സേജ് അയക്കുന്നുണ്ട്. എനിക്കിപ്പോൾ നിന്നെ വന്ന് പിക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥിതിയല്ല, എങ്ങനെയെങ്കിലും ഇവിടെ എത്തിപ്പെടാൻ ശ്രമിക്കുക എന്ന് ഫ്രണ്ട് അവൾക്ക് റിപ്ലൈ നൽകുന്നു. വേറെ പല പെൺകുട്ടികളും ബോയ് ഫ്രണ്ട്സിനൊപ്പം പോകുന്നത് ശ്രദ്ധിച്ചു നിൽക്കുന്ന കൂട്ടത്തിൽ പുറത്തേക്ക് വന്ന ഒരാൾ കുട നിവർത്താൻ ശ്രമിക്കുന്നതിനിടയിൽ അവളെ അബദ്ധത്തിൽ ഇടിക്കുന്നുണ്ട്. ആ ഫോഴ്സിൽ വേവേ താഴേക്ക് വീഴുന്നു. അവളുടെ കൈ താഴെ മുട്ടിയതും അതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നു. അവളുടെ മുന്നിലുണ്ടായ കുട്ടികളിലൂടെയെല്ലാം അതിൻ്റെ തരംഗങ്ങൾ പാസ് ചെയ്തു പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് അവർ പരസ്പരം കിസ് ചെയ്യുന്നതാണ്. വേവേ അത് നോക്കി താഴെ തന്നെ ഇരിക്കുകയാണ്. ആരാണ് തന്നെ മറിച്ചിട്ടത് എന്നവൾ ആ സമയത്ത് തിരിഞ്ഞു നോക്കുന്നു. അവൻ പക്ഷേ അവളെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ പോലും നിൽക്കാതെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് മാത്രം ചോദിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. ഇവനാണ് നമ്മുടെ ഹീറോ സിജോങ്. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നമ്മൾ ആകാംക്ഷയോടെ ചിന്തിക്കുന്നുണ്ടാകും. അതിനുള്ള ഉത്തരം വേവേ തന്നെ നമ്മളോട് പറയും. അവൾ സ്വയം നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ പേര് വേവേ. ജനിച്ചപ്പോൾ മുതൽ എൻ്റെ ശരീരത്തിലെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി വളരെ കൂടുതലാണ്. എൻ്റെ ഹാർട്ട് ബീറ്റ് നിരക്ക് 110 മുകളിലേക്കായാൽ എൻ്റെ ശരീരം എൻ്റെ മുന്നിലുള്ളവരിലേക്ക് വൈദ്യുതി പാസ് ചെയ്യാൻ തുടങ്ങും. എൻ്റെ ഹാർട്ട് ബീറ്റ് എത്ര കൂടുന്നുവോ അത്രയും സ്ട്രോങ് ആയിരിക്കും വോൾട്ടേജും. പക്ഷേ എൻ്റെ ഈ സൂപ്പർ പവർ കാരണം ഇതുവരെ ആർക്കും ഉപദ്രവമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എൻ്റെ പവറിന് ഒരു പ്രത്യേകതയുണ്ട്. അബദ്ധത്തിൽ നിങ്ങളുടെ ശരീരത്തിലൂടെ എൻ്റെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു പോയാൽ അപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ളത് ആരാണോ അയാളുമായി നിങ്ങൾ പ്രണയത്തിലാകും. പക്ഷേ ഫേക്ക് ലവ് ആയതുകൊണ്ട് തന്നെ വെറും 24 മണിക്കൂറേ അതിന് ആയുസുള്ളൂ. അത് കഴിയുമ്പോൾ ആ ബോണ്ട് ബ്രേക്ക് ആകും. മുമ്പ് അവളുടെ മുന്നിലുണ്ടായിരുന്നവരെല്ലാം പരസ്പരം കിസ് ചെയ്തതിന് കാരണം ഇപ്പോൾ മനസ്സിലായല്ലോ. ഈ സൂപ്പർ പവർ കൊണ്ട് എനിക്കുള്ള ഒരേ ഒരു പ്രയോജനം അവസാനമില്ലാത്ത പ്രശ്നങ്ങൾ മാത്രമാണ് എന്നും വേവേ നമ്മളോട് പറയുന്നുണ്ട്. മഴ പെയ്തത് കാരണം ക്ലാസ്സിലെത്താൻ ലേറ്റ് ആയതുകൊണ്ട് ഓടിയാണ് അവൾ ക്ലാസ്സിലേക്ക് എത്തിയത്. ഹെഡ് ബീറ്റ് അറിയാൻ കയ്യിൽ കെട്ടിയിരുന്ന വാച്ചിൽ ചുവപ്പ് സിഗ്നൽ മാറി പച്ചയാവുന്നതുവരെ അവൾ ക്ലാസ്സിന് വെളിയിൽ കാത്തു നിൽക്കുന്നുണ്ട്. പച്ചയായതിനു ശേഷമാണ് അവൾ ക്ലാസ്സിലേക്ക് കയറിയത്. നമ്മുടെ ഗ്രൂപ്പ് മീറ്റിംഗ് കഴിയാറായപ്പോഴാണോ നീ ക്ലാസ്സിലേക്ക് വരുന്നത് എന്ന് ടീച്ചർ ചോദിച്ചപ്പോൾ വഴിയിൽ വെച്ച് എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി, അതുകൊണ്ടാണ് ലേറ്റ് ആയത് എന്നവൾ എക്സ്ക്യൂസ് പറയുന്നു. അതിനുശേഷമാണ് ക്ലാസ് റൂം നമ്മളെ കാണിക്കുന്നത്. ടീച്ചറിനെ കൂടാതെ അവിടെ ആകെ 2 സ്റ്റുഡൻസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ സബ്ജക്റ്റിന് ആകെ 4 സ്റ്റുഡൻസ് ആണുള്ളത്. അതിലൊരാൾ 3 ആഴ്ചയായി ആബ്സെൻ്റ് ആണ്. അവൾ എന്താണ് വരാത്തതെന്നറിയാമോ എന്ന് ടീച്ചർ ചോദിച്ചപ്പോൾ എല്ലാവരും മുഖം കുനിച്ചിരിക്കുന്നു. അവൾ വേവയുടെ ഹോസ്റ്റലിലായതുകൊണ്ട് അവളോട് തന്നെ വിവരം തിരക്കണം എന്ന് ടീച്ചർ അവളെ ഏൽപ്പിക്കുന്നു. വേവയുടെ അടുത്തിരിക്കുന്ന ലിന്നാണ് ക്ലാസ് മോണിറ്റർ. ടീച്ചർ ക്ലാസ് കഴിഞ്ഞ് പോകാൻ തുടങ്ങിയപ്പോൾ വേവ എന്തോ പറയാനുണ്ട് എന്ന് പറഞ്ഞെങ്കിലും ഞാനിപ്പോൾ തിരക്കിലാണ്, ഉച്ച കഴിഞ്ഞ് സ്റ്റാഫ് റൂമിലേക്ക് വരാൻ പറഞ്ഞിട്ട് അവർ പോകുന്നു. വേവ സ്പോർട്സ് യൂണിവേഴ്സിറ്റിയിൽ റീഹാബിലേഷൻ സ്റ്റുഡൻ്റ് ആണ്. ക്ലാസ് കഴിഞ്ഞ് അവൾ റൂംമേറ്റും ബെസ്റ്റ് ഫ്രണ്ടുമായ ദക്ഷിക്കൊപ്പം കഫേയിൽ പോകുന്നുണ്ട്. അവർക്ക് കോഫി നൽകിയത് അവളുടെ ക്ലാസ്സിൽ കുറേ ദിവസമായി ആബ്സെൻ്റ് ആയിരുന്ന യൂഷിനാണ്. എന്താണ് ക്ലാസ്സിൽ വരാത്തതെന്ന് ചോദിക്കാൻ ടീച്ചർ ഏൽപ്പിച്ചതനുസരിച്ച് വേവേ ചോദിച്ചപ്പോൾ ഇവിടുത്തെ പാർട്ട് ടൈം ജോലി കാരണം ഞാൻ തിരക്കിലാണ്, ഞാൻ ടീച്ചർമാരോട് സംസാരിച്ചിരുന്നു എന്ന് യൂഷിൻ പറയുന്നു. വേവയ്ക്ക് അവളെ തീരെ ഇഷ്ടമല്ല എന്ന് അവളുടെ മുഖം കണ്ടാൽ അറിയാം. നീ എന്താ ഇന്നെന്നെ വിളിക്കാൻ വരാതിരുന്നത് എന്ന് വേവേ ദക്ഷിയോട് ചോദിച്ചപ്പോൾ എനിക്കിന്നൊരാളോട് ഒരു ക്രഷ് തോന്നി. നീന്തൽ മത്സരത്തിൽ 1ാം സ്ഥാനം കിട്ടിയ അവനെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ അവിടേക്ക് പോയത് എന്ന് പറഞ്ഞ് ദക്ഷി അതിനെക്കുറിച്ച് പറയുന്നു. അവളവിടെ ആദ്യം കണ്ട പയ്യനെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. അവൻ ക്യാമറ കണ്ട് സംസാരിക്കാനുള്ള മടി കാരണം പെട്ടെന്ന് എന്തോ മറുപടി നൽകിയിട്ട് സ്ഥലം വിട്ടപ്പോൾ ഇൻ്റർവ്യൂ തരാൻ ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ മുന്നോട്ട് വരുന്നു. ഇവൻ്റെ പേര് ദിങ് എന്നാണ്. പക്ഷേ സ്വിമ്മിങ് ടീമിൻ്റെ ഏറ്റവും താഴെ ലെവലിലുള്ള ആളാണവൻ എന്നറിഞ്ഞപ്പോൾ ദക്ഷി പുച്ഛത്തോടെ ചാമ്പ്യനെ ഇൻ്റർവ്യൂ ചെയ്യാനാണ് ഞാൻ വന്നത്, അയാൾ എവിടെ നിന്ന് ചോദിക്കുന്നു. അവനപ്പോൾ അവിടേക്ക് വരികയായിരുന്ന ഒരു പയ്യനെ കാണിച്ചിട്ട് ഇതാണ് നീ അന്വേഷിക്കുന്ന ആൾ, സിജോങ്. 100 മീറ്റർ ഫ്രീ സ്റ്റൈൽ നീന്തലിൽ 5 മിനിറ്റ് 35 സെക്കൻഡാണ് അവൻ്റെ റെക്കോർഡ് എന്ന് പറയുന്നുണ്ട്. മുമ്പ് വേവയെ മറിച്ചിട്ട് പോയ നമ്മുടെ ഹീറോയാണ് ഈ സിജോങ്. അവൻ്റെ സ്റ്റൈലായിട്ടുള്ള വരവും ലുക്കും എല്ലാം കണ്ട് ദക്ഷി വായന്തരം നോക്കി നിൽക്കുന്നുണ്ട്. സ്ഥലകാല ബോധം വന്നപ്പോൾ അവൾ ഓടിച്ചെന്ന് കോളേജ് TV സ്റ്റേഷനിലെ ജേർണലിസ്റ്റ് ദക്ഷിയാണ് ഞാൻ, സ്പോർട്സ് ജേർണലിസമാണ് എൻ്റെ മെയിൻ സബ്ജക്റ്റ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു. അപ്പോൾ ദിങ് ഇടയ്ക്ക് കയറി നിന്റെ ജോലി അവനെ ഇൻ്റർവ്യൂ ചെയ്യുന്നതല്ലേ, അതിന് നീ സ്വയം പരിചയപ്പെടുത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ദക്ഷി ചമ്മലോട് സോറി പറഞ്ഞിട്ട് അവനെ ഇൻ്റർവ്യൂ ചെയ്യാൻ തുടങ്ങുന്നു. നീന്തലിനെ കുറിച്ചുള്ള അവൻ്റെ സ്വപ്നത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഗോൾഡ് മെഡൽ നേടുകയാണ് ലക്ഷ്യം എന്നവൻ മറുപടി നൽകുന്നു. ഇപ്പോൾ ഗോൾഡ് മെഡൽ കിട്ടിയതല്ലേ ഉള്ളൂ എന്ന് ദക്ഷി വീണ്ടും ചോദിച്ചപ്പോൾ അത് കഴിഞ്ഞ സംഭവമല്ലേ, അടുത്ത മത്സരത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്നവൻ മറുപടി നൽകിയത് ദക്ഷിക്ക് വളരെ ഇഷ്ടപ്പെടുന്നു. നീ വല്ല റിലേഷൻഷിപ്പിലുമാണോ എന്നാണ് അവൾ അടുത്തതായി ചോദിച്ചത്. അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം എന്താണ് എന്ന മട്ടിൽ സിജോങ് നോക്കുന്നത് കണ്ട് ഗേൾ ഫ്രണ്ട് ഉണ്ടെങ്കിൽ ട്രെയിനിങ്ങിനിടയിൽ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കില്ലേ, അതുകൊണ്ട് ചോദിച്ചതാണെന്ന് അവൾ പറയുന്നു.
സ്പോർട്സിൽ റൊമാൻസിനൊരു സ്ഥാനവുമില്ല. എൻ്റെ ഗേൾഫ്രണ്ട് മത്സരങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞവൻ ഇൻ്റർവ്യൂ മതിയാക്കി പോകുന്നു. സിജോങ്ങുമായുള്ള ആദ്യ മീറ്റിംഗ് വല്ലാത്ത ഇംപ്രഷനാണ് ദക്ഷിയിൽ ഉണ്ടാക്കിയത്. ദക്ഷി ഇതിനെക്കുറിച്ച് വിശദമായി വേവയോട് പറയാൻ കാര്യം അവളുടെ സൂപ്പർ പവർ ഉപയോഗിച്ച് സിജോങ്ങിന് അവളോട് ഇഷ്ടമുണ്ടാക്കിക്കണം. അതിനുവേണ്ടിയാണ്. പക്ഷേ എൻ്റെ സൂപ്പർ പവർ ഇനി ഉപയോഗിക്കില്ല എന്ന് ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് സഹായിക്കാൻ പറ്റില്ല എന്ന് വേവേ പറഞ്ഞപ്പോൾ, നിന്റെ മസാജ് ക്ലാസ്സിൽ നിനക്ക് പകരം ഞാൻ പോകാം. പ്രൊഫസർക്ക് നിന്നെ അറിയാത്തത് കൊണ്ട് അതൊരു പ്രശ്നമാകില്ല. നീ മസാജ് ക്ലാസ്സിൽ പോയാൽ നിന്റെ സൂപ്പർ പവർ കാരണം കുട്ടികൾക്ക് അപകടമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ദക്ഷി പറയുന്നു. ദക്ഷിയുടെ ആ ഓഫർ വേവയുടെ മനസ്സിലാക്കിയെങ്കിലും അവൾ സമ്മതമൊന്നും പറയാതെ ടീച്ചർമാരോട് സംസാരിക്കാനായി പോകുന്നു. മസാജ് ക്ലാസ്സിൽ നിന്ന് ഒഴിവാക്കി എക്കണോമിക്സിലേക്ക് മാറ്റി തരണമെന്ന് അവൾ റിക്വസ്റ്റ് ചെയ്തെങ്കിലും അടുത്ത എക്സാമിൽ നിനക്ക് 90% മാർക്കുണ്ടെങ്കിൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കാം എന്ന് പറഞ്ഞ് ടീച്ചർ ലെക്ചർ ഹാളിലേക്ക് കയറി പോകുന്നു. ഒന്നുകൂടി സംസാരിച്ച് നോക്കാമെന്ന് കരുതി വേവേ പുറകെ കയറാനായി ഡോറിൻ്റെ പിടിയിൽ പിടിച്ചപ്പോൾ അകത്തേക്ക് കയറാനെത്തിയ സിച്ചോങ്ങും ഡോർ തുറക്കാനായി പിടിക്കുന്നു. വേവയുടെ കയ്യിലാണ് പിടി കിട്ടിയത്. രണ്ടുപേരും കൈ പെട്ടത് പിൻവലിക്കുന്നു. നീ ആദ്യം തുറന്നു എന്ന് വേവേ കണ്ണു കാണിച്ചപ്പോൾ നീ തുറന്നോളാൻ അവൻ തിരിച്ച് കണ്ണു കാണിക്കുന്നു. ഈ പരിപാടി അല്പനേരം തുടരുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്ന ഡിങ് ഒരു വാതിൽ തുറക്കാൻ ഇത്ര ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ച് ഡോർ തുറന്ന് അകത്തേക്ക് കയറി പോകുന്നു. പുറകെ സിജോങ്ങും. അപ്പോഴാണ് വേവേ അവൻ്റെ ഷൂ ശ്രദ്ധിച്ചത്. അവൾ അവൻ്റെ മുന്നിൽ കയറി നിന്നിട്ട്, അപ്പോൾ നീയാണല്ലേ ലൈബ്രറിയുടെ മുന്നിൽ എന്നെ തള്ളിയിട്ടത് എന്ന് ചോദിക്കുന്നു. സിജോങ്ങിനും അപ്പോഴാണ് അവളെ മനസ്സിലായത്. അപ്പോൾ നീയായിരുന്നല്ലേ എൻ്റെ വഴി തടഞ്ഞത്. നിന്റെ സോറി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവൻ മുന്നോട്ട് ചെന്ന് സീറ്റിലിരിക്കുന്നു. അവൻ കളിയാക്കിയിട്ട് പോയതിനാൽ വേവയ്ക്ക് ദേഷ്യം സഹിക്കാൻ വയ്യാതെ അവനോടെന്തോ പറയാനായി തിരിഞ്ഞപ്പോഴേക്കും അതുവഴി പോവുകയായിരുന്ന ആൺകുട്ടികളിൽ ഒരാളുടെ തട്ടുകൊണ്ട് അവൾ അവൻ്റെ മുകളിലേക്ക് വീഴുന്നു. ഹാളിലുണ്ടായിരുന്ന കുറേ കുട്ടികൾ കിസ് ചെയ്യുമെന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നത് കേട്ട് വേവേ ചമ്മലോടെ വേഗം അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് ഭയങ്കര ഓപ്പൺ മൈൻഡ് ആണല്ലോ എന്ന് ഡിങ് തമാശയെ പറയുന്നുണ്ട്. ദക്ഷി ഫോണിലൂടെ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വേവേ മടങ്ങിയെത്തിയത്. വേവേ കണ്ട് അവൾ പെട്ടെന്ന് തന്നെ ലൈവ് അവസാനിപ്പിച്ചിട്ട് അവൾക്കരികിൽ ചെന്ന് കോഴ്സ് മാറാൻ ടീച്ചർ സമ്മതിച്ചോ എന്ന് അന്വേഷിക്കുന്നു. 90% മാർക്കിൻ്റെ കാര്യം വേവേ പറഞ്ഞപ്പോൾ, നീ എന്നെ സഹായിച്ചാൽ നിനക്ക് പകരം ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തോളാം, 90% മാർക്കും വാങ്ങിത്തരാമെന്ന് ദക്ഷി വീണ്ടും പറയുന്നു. ഇത്തവണ വേവേ അവളെ സഹായിക്കാമെന്ന് സമ്മതിക്കുന്നു. ആ സമയത്ത് അവരുടെ മറ്റൊരു റൂംമേറ്റ് അവരുടെ മുന്നിൽ ഫ്രൂട്ട്സ് കൊണ്ടുവച്ചിട്ട് തിരിച്ചു പോകുന്നു. അവൾ ആരോടും അധികം സംസാരിക്കാത്ത ഒരു പ്രത്യേക ടൈപ്പാണ് എന്ന് അവർ തമ്മിൽ പറയുന്നുണ്ട്. അടുത്ത ദിവസം സിജോങ് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ സമയവും നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്ന ഡിങ്ങിനോട് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന കോച്ച്, നിനക്കിതൊന്ന് പ്രാക്ടീസ് ചെയ്ത് മിടുക്കനാവണ്ടേ, അതോ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ സമയം നോക്കുന്ന ആളായി നിൽക്കാനാണോ നിന്റെ പ്ലാൻ എന്ന് ചോദിച്ച് കോച്ച് അവനെ വഴക്ക് പറയുന്നു. കഴിഞ്ഞ ആഴ്ചത്തെ സ്പീഡിൽ നിന്നും 4 സെക്കൻഡ് മാത്രമേ ഇമ്പ്രൂവ് ആയിട്ടുള്ളൂ എന്നതിനാൽ സിജോങ് വീണ്ടും പ്രാക്ടീസ് തുടരുന്നു. ഈ സമയത്താണ് വേവേ ദക്ഷിക്കൊപ്പം മറിഞ്ഞു നിന്ന് അവളുടെ മനസ്സ് കീഴടക്കി സുന്ദരൻ ആരാണെന്ന് ചോദിക്കുന്നത്. 7ാമത്തെ ട്രാക്കിൽ ഉള്ള ആളാണ് എന്ന് ദക്ഷി പറഞ്ഞു കൊടുത്തെങ്കിലും വേവേ അവൻ്റെ മുഖം കണ്ടിരുന്നില്ല. അവൾ കോച്ചിനരികിൽ ചെന്ന് ID കാർഡ് കാണിച്ച് സ്വയം പരിചയപ്പെടുത്തിയിട്ട്, ഞാൻ പ്രാക്ടീസ് ചെയ്യാനായി വന്നതാണ്. ഇവിടുത്തെ ടീം മെമ്പേഴ്സിൽ ആരെങ്കിലും എനിക്ക് മസാജിങ് പ്രാക്ടീസ് ചെയ്യാനായി വിട്ടുതരണം എന്നറിയിക്കുന്നു. കോച്ച് സിജോങ്ങിനെയാണ് അവൾക്ക് പ്രാക്ടീസ് ചെയ്യാനായി വിളിപ്പിച്ചത്. ഉദ്ദേശിച്ച ആളെ തന്നെ കിട്ടിയതിൽ രണ്ടുപേരും സന്തോഷിച്ച് നിൽക്കുമ്പോഴാണ് സിജോങ് അടുത്തേക്ക് വന്ന് ഗ്ലാസ് മാറ്റിയത്. അവനാണ് ആൾ എന്ന് കണ്ടതും വേവേ എന്തൊക്കെയോ എക്സ്ക്യൂസ് പറഞ്ഞ് സ്ഥലം കാര്യമാക്കാൻ ശ്രമിച്ചെങ്കിലും ഞങ്ങളുടെ ട്രെയിനിങ് കഴിഞ്ഞു, അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് കോച്ച് അവളെ നിർബന്ധിക്കുന്നു. അവസാനം വേവേ മസാജ് ചെയ്യാനായി അവൻ്റെ അടുത്തിരിക്കുന്നു. കിട്ടിയ അവസരം ഒട്ടും പാഴാക്കാതെ വേവേ തൻ്റെ ദേഷ്യം മുഴുവൻ അവൻ്റെ കയ്യിൽ തീർക്കുന്നുണ്ട്. അടുത്തതായി അവൾ കാൽമുട്ട് മസാജ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞവൻ ചാടി എഴുന്നേറ്റിട്ട്, ഞാനൊരു സിമ്മറാണ്, എൻ്റെ കാലിൽ തൊടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് പുറകിലേക്ക് നീങ്ങുന്നു. അവസാനം അവൻ കാൽ വഴുതി വെള്ളത്തിൽ വീഴുന്നുണ്ട്. തിരിച്ച് കരയ്ക്ക് കയറി വന്നിട്ട്, നീ എൻ്റെ പുറകിൽ ഒരു പ്രേതത്തെ പോലെ കൂടിയിരിക്കുകയാണോ, ഇതിവിടെ വെച്ച് അവസാനിപ്പിച്ചോ, എനിക്ക് നിന്നെ തീരെ ഇഷ്ടപ്പെട്ടില്ല, എൻ്റെ ടൈപ്പ് ഇതല്ല എന്ന് അവളോട് ദേഷ്യത്തിൽ പറയുന്നു. അപ്പോൾ നിനക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഏതാണ് എന്ന് ദക്ഷി ഇടയ്ക്കേറി ചോദിച്ചപ്പോൾ വെറുതെ അവൻ്റെ പുറകിൽ നടന്ന് സമയം കളയണ്ട, അവൻ ആകെ പ്രണയമുള്ളത് നീന്തലിനോട് മാത്രമാണ് എന്ന് ഡിങ് അവൾക്ക് വാണിംഗ് കൊടുക്കുന്നുണ്ട്. സിജോങ് അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ ദക്ഷി അവൻ്റെ മുന്നിൽ കയറി എന്തോ ചോദിക്കാൻ തുടങ്ങുന്നു. ആ തക്കത്തിന് വേവേ അവൻ്റെ ശരീരത്തിലേക്ക് വൈദ്യുതി കടത്തിവിടാൻ ശ്രമം നടത്തിയെങ്കിലും ആ സമയത്ത് അതുവഴി പോയ ഒരാളെ കണ്ട് വേവേ എന്തോ ഓർമ്മകളിലേക്ക് പോവുകയും അവളുടെ ശ്രദ്ധ മാറുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് സിജോങ് അവിടെ നിന്ന് പോകുന്നു. ദക്ഷി വേവയെ വിളിച്ചപ്പോൾ നമുക്ക് ഹോസ്റ്റലിലേക്ക് പോകാം എന്ന് പറഞ്ഞ് അവൾ ദക്ഷിയെ വിളിച്ചുകൊണ്ട് പോകുന്നു. നീ എന്താണ് നിന്റെ പവർ ഉപയോഗിക്കാഞ്ഞത് എന്ന് ദക്ഷി ചോദിച്ചപ്പോൾ എൻ്റെ പഴയ ഒരു ഫ്രണ്ടിനെ കണ്ടതുപോലെ തോന്നി. അതെന്തായാലും നിനക്ക് ഇഷ്ടം തോന്നിയത് എന്നെ ഒന്ന് മറിച്ചിട്ട ആ മുരടനോടാണ്. നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ, അവൻ്റെ വീചാറ്റ് അക്കൗണ്ട് എനിക്ക് തന്നേക്ക്, ഞാനിത് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ് വേവെ അവളെ സമാധാനിപ്പിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഹോസ്റ്റലിലെത്തിയ ശേഷം അവൾ സിജോങ്ങിൻ്റെ വീചാറ്റ് അക്കൗണ്ടിലേക്ക് മെസ്സേജ് അയച്ചിട്ട് നാളെ ഇത് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, എല്ലാവർക്കും എൻ്റെ അക്കൗണ്ടിലേക്ക് മെസ്സേജ് അയക്കാനുള്ള പെർമിഷൻ ഞാൻ നൽകിയിട്ടുണ്ടല്ലോ എന്ന് റിപ്ലൈ കൊടുത്തിട്ട് അവൻ അവളെ ബ്ലോക്ക് ചെയ്യുന്നു.
പിന്നെ സെൻഡ് ചെയ്ത മെസ്സേജ് എല്ലാം ഫെയിലായപ്പോൾ അവൻ ബ്ലോക്ക് ചെയ്താണെന്ന് മനസ്സിലാക്കുന്ന വേവെ നല്ല ദേഷ്യത്തിൽ മേശപ്പുറത്തേക്ക് അടിക്കുന്നുണ്ട്. അവളുടെ കൈ കൊണ്ടത് അടുത്തിരിക്കുന്ന കുഞ്ഞു ഫാൻ്റെ പവർ ബട്ടണിലാണ്. ദേഷ്യം കാരണം ഹെഡ് ബീറ്റ് കൂടിയതിനാൽ ഫാൻ പെട്ടെന്ന് കറങ്ങി തുടങ്ങുന്നത് കാണിക്കുന്നുണ്ട്. സിജോങ്ങിൻ്റെ അമ്മ അവനെ കാണാതെ കോളേജിലെത്തുന്നു. റൂംമേറ്റ്സിന് നൽകാൻ എന്ന് പറഞ്ഞ് കൈ നിറയെ സ്നാക്സ് അവർ മകനെ ഏൽപ്പിക്കുന്നുണ്ട്. പ്രൊഫസർ ലീവിനെ കണ്ടപ്പോൾ നിന്റെ റിപ്പോർട്ട് ഇപ്പോഴും കോളേജിൽ സൂക്ഷിക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. പക്ഷേ വിഷമിക്കേണ്ട കാര്യമില്ല, അത് വളരെ രഹസ്യമായാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ആരും അത് കാണില്ല എന്ന് അമ്മ പറഞ്ഞെങ്കിലും അതെങ്ങനെയെങ്കിലും കൈക്കലാക്കിയേ പറ്റൂ എന്ന് സിജോങ് പറയുന്നു. ആവശ്യമില്ലാത്ത പണിക്കൊന്നും നിൽക്കണ്ട, നിന്നോട് ഇക്കാര്യം പറയണ്ട എന്ന് അച്ഛൻ അപ്പോഴേ പറഞ്ഞതാണ്. നിന്നെ സമ്മതിക്കുന്നതായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് എടുക്കാനൊന്നും ശ്രമിക്കരുത് എന്ന് അമ്മ അവനെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. അവൻ ഓക്കെ പറഞ്ഞ് അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്, ഫുഡ് കഴിക്കാൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ ഞാൻ വരും എന്നവർ വിളിച്ചു പറയുന്നുണ്ട്. റൂമിലെത്തിയ ശേഷം എൻ്റെ വീച്ചാൻ്റെ അക്കൗണ്ട് നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്തിരുന്നോന്ന് സിജോങ് റൂംമേറ്റ്സിനോട് ചോദിക്കുന്നു. ഇന്റർവ്യൂ ചെയ്യാൻ വന്ന ദക്ഷിക്ക് ഞാൻ കൊടുത്തിരുന്നു എന്ന് ഡിങ് സമ്മതിക്കുന്നുണ്ട്. ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴും അമ്മ പറഞ്ഞ ഫയലിൻ്റെ കാര്യം മനസ്സിനെ അലട്ടുന്നതിനാൽ സിജോങ് ഡാറ്റാ റൂമിൻ്റെ താക്കോൽ സൂക്ഷിപ്പുകാരൻ കൂടിയായ ഡിങ്ങിൻ്റെ കയ്യിൽ നിന്ന് അതിൻ്റെ കീ 1 മണിക്കൂറത്തേക്കൊന്നും പറഞ്ഞ് വാങ്ങുന്നു. ആരെങ്കിലും അറിഞ്ഞാൽ എനിക്കും കൂടി ആയിരിക്കും പ്രശ്നം, അവിടെ CCTV ഉണ്ടെന്നുള്ളത് മറക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഡിങ് അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും നിനക്ക് കുഴപ്പം വരാതെ ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞ് സിജോങ് പോകുന്നു. അവർ രണ്ടുപേരും കൂടി ധൃതിയിൽ വരുന്നതും സംസാരിക്കുന്നതുമെല്ലാം സിജോങ്ങിനെ ഫോളോ ചെയ്ത് ഒരവസരം നോക്കി നടന്നിരുന്ന വേവെ കാണുന്നുണ്ടായിരുന്നു. ഞാൻ അയച്ചിരുന്ന ലൊക്കേഷനിലേക്ക് വേഗം വരാൻ വേവെ ദക്ഷിയെ വിളിച്ചു പറയുന്നു. വേഗം വരാൻ വേവെ പറഞ്ഞെങ്കിലും ആവശ്യത്തിന് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടാണ് ദക്ഷി പുറപ്പെട്ടത്. ഈ സമയം വേവെ സിജോങ് അറിയാതെ തന്നെ അവനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ ഡേറ്റാ റൂമിലേക്ക് കയറുന്നത് കണ്ട് വേഗം അവിടേക്ക് വരാൻ ദക്ഷിക്ക് മെസ്സേജ് അയച്ചിട്ട് ഇലക്ട്രിക് ലോക്കുള്ള മറ്റൊരു ഡോറിലൂടെ തൻ്റെ പവർ ഉപയോഗിച്ച് ലോക്ക് തുറന്ന് വേവെ അകത്ത് കയറുന്നു. ഫയൽ തിരഞ്ഞുകൊണ്ട് നിന്ന സിജോങ്ങിൻ്റെ എതിർവശത്തായി ഒളിച്ചു നിന്ന് അവൾ അവനെ നിരീക്ഷിക്കുന്നു. ഇടയ്ക്ക് സിജോങ്ങിന് എന്തോ സംശയം തോന്നി അങ്ങോട്ടേക്ക് നോക്കിയെങ്കിലും തക്ക സമയത്ത് അവൾ മറഞ്ഞതിനാൽ അവൻ കാണുന്നില്ല. തനിക്ക് വേണ്ട ഫയൽ കിട്ടിയപ്പോൾ സിജോങ് അതുമായി പുറത്ത് കടക്കുന്നു. വേവയും മറ്റേ വാതിലൂടെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് ദക്ഷി അവിടെ എത്തിയത്. വേവ അവളെയും കൊണ്ട് സിജോങ്ങിനെ അന്വേഷിച്ച് പോകുന്നു. കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ പെൺകുട്ടികൾ വളഞ്ഞു പിടിച്ചു വെച്ചിരിക്കുന്ന സിജോങ്ങിനെ അവർ കാണുന്നു. അതുവഴി പിക്കാച്ചുവിൻ്റെ ബൊമ്മ വേഷവുമായി ഒരാൾ പോകുന്നത് കണ്ടപ്പോൾ വേവയ്ക്ക് ഒരു ഐഡിയ തോന്നുന്നു. അവൾ സിജോങ്ങിനോട് സംസാരിക്കാനായി ദക്ഷിയെ പറഞ്ഞു വിട്ടിട്ട് പിക്കാച്ചുവിൻ്റെ വേഷം ധരിച്ച് സിജോങ്ങിൻ്റെ പുറകിലെത്തുന്നു. പക്ഷെ ആരോ വരുന്നുണ്ടെന്ന് സംശയം തോന്നിയ സിജോങ് പെട്ടെന്ന് തിരിഞ്ഞ് അവളുടെ കയ്യിൽ പിടിച്ച് അവളുടെ തലയിലിരുന്ന പിക്കാച്ചുവിൻ്റെ തല എടുത്ത് കളയുന്നതിനാൽ പവർ അവൻ്റെ ശരീരത്തിലൂടെ കടന്നുപോയ ശേഷം അവൻ ആദ്യം കാണുന്നത് വേവയാണ്. അതോടെ അവളുടെ സൂപ്പർ പവർ അവൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ചു തുടങ്ങുകയും അവൻ അവളോട് ഇഷ്ടം തുടങ്ങുകയും ചെയ്യുന്നു. അവൻ്റെ പുഞ്ചിരി കണ്ടപ്പോൾ വേവയ്ക്കും കാര്യം മനസ്സിലാക്കുന്നുണ്ട്. ദക്ഷി ഈ സമയത്ത് അക്ഷമയോടെ സിജോങ്ങിനെ വിളിക്കുന്നതിനാൽ അവൻ തിരിഞ്ഞു നോക്കിയ തക്കത്തിന് വേവ അവിടെ നിന്ന് പോകുന്നു. താഴെ വീണ സിജോങ്ങിൻ്റെ ഫയൽ ദക്ഷി അവന് തിരികെ നീട്ടിയപ്പോൾ ഒന്നും മിണ്ടാതെ അവൻ അത് വാങ്ങിപ്പോകുന്നു. തങ്ങളുടെ ശ്രമം സക്സസ് ആയി എന്ന് തന്നെ വിചാരിച്ച് ദക്ഷി സന്തോഷത്തോടെ തുള്ളിച്ചാടി റൂമിലെത്തി നിന്റെ പവർ പ്രവർത്തിക്കാൻ തുടങ്ങിയെന്നാണ് തോന്നുന്നത്. അവൻ്റെ കണ്ണുകളിൽ നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് ഞാൻ കണ്ടു എന്നൊക്കെ ദക്ഷിയോട് പറയുന്നു. സംഭവിച്ചത് എങ്ങനെയല്ല എന്ന് വേവയ്ക്ക് അറിയാമായിരുന്നെങ്കിലും അവൾ അതിനെക്കുറിച്ച് തൽക്കാലം ദക്ഷിയോട് പറയുന്നില്ല. സിജോങ് പിക്കാച്ചുവിൻ്റെ തലയുമായാണ് അന്ന് റൂമിലെത്തിയത്. ബാക്കി എല്ലാവരും ഉറക്കം പിടിച്ചിട്ടും അവൻ ഉറങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അടുത്ത ദിവസം രാവിലെ ഉണർന്നപ്പോഴും പിക്കാച്ചുവിൻ്റെ തല വെച്ചിരിക്കുന്നിടത്ത് എന്ന് ഷിൻജോങ് എന്ന് ചിന്തിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് തലേന്ന് റിസ്ക് എടുത്ത് പോയി എടുത്ത ഫയലിനെ കുറിച്ച് അവന് ഓർമ്മ വന്നത്. അത് അലക്ഷ്യമായി അവിടെ താഴെയിട്ടിരിക്കുന്ന കണ്ട് വേഗം അവൻ ആരും ശ്രദ്ധിക്കാതെ അതെടുത്ത് ഒരു ബാഗിൽ സൂക്ഷിച്ചു വെക്കുന്നു. പിക്കാച്ചുവിൻ്റെ തലയുമായാണ് ഷിൻജോങ് കോളേജിലേക്ക് പോയതും. നടക്കുന്ന വഴിയിൽ ഇന്നലെ സ്വിമ്മിംഗ് പൂളിനടുത്തേക്ക് വന്ന പെൺകുട്ടിയെ അറിയാമോ എന്നവൻ ഡിങ്ങിനോട് ചോദിക്കുന്നു. ആ ജേർണലിസ്റ്റിൻ്റെ കാര്യമാണോ എന്ന് ദക്ഷിയെ ഉദ്ദേശിച്ച് ഡിങ് ചോദിച്ചപ്പോൾ അതല്ല മറ്റേത് എന്ന് ഷിൻജോങ് പറയുന്നു. റീഹാബിലേഷൻ ക്ലാസ്സിലെ കുട്ടിയോ? അവൾക്ക് എന്തു പറ്റി? നീ എന്തിനാണ് അവളെക്കുറിച്ച് തിരക്കുന്നത്? ഇന്നലെ മുതൽ നിനക്കെന്തോ കുഴപ്പമുണ്ടല്ലോ, നീ ഞങ്ങളിൽ നിന്ന് വല്ലതും മറയ്ക്കുന്നുണ്ടോ എന്നൊക്കെ ഡിങ് ചോദിച്ചെങ്കിലും സിജോങ് മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറുന്നു. അപ്പോഴാണ് പിക്കാച്ചുവിൻ്റെ ബോഡിയും കയ്യിൽ പിടിച്ച് വേവെ അതുവഴി ഓടിപ്പോകുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എനിക്ക് അത്യാവശ്യമായി ഒരു പണിയുണ്ട് എന്ന് കൂട്ടുകാരോട് പറഞ്ഞിട്ട് അവൻ അവൾ പോയിടത്തേക്ക് പോകുന്നു. പിക്കാച്ചുവിൻ്റെ തല അവിടെ എങ്ങനെ ഉണ്ടോ എന്ന അന്വേഷണത്തിലായിരുന്നു വേവെ. ദക്ഷിയും അവളുടെ സഹായത്തിന് കൂടെയുണ്ട്. അത് കണ്ടുകിട്ടാത്തതിനാൽ അതിന് എന്ത് വില വരും എന്ന് വേവെ ഇന്റർനെറ്റിൽ തിരയുന്നു. 600 യുവാൻ, അതായത് നമ്മുടെ 7000 രൂപയ്ക്ക് മുകളിൽ വില വരുമെന്ന് കണ്ട് അത് വളരെ എക്സ്പെൻസീവ് ആണല്ലോ എന്നവൾ ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് നേരം വെളുത്ത് ഇത്ര സമയമായിട്ടും സിജോങ്ങിൻ്റെ കോളും മെസ്സേജും ഒന്നും എനിക്ക് വന്നില്ലല്ലോ എന്ന് ദക്ഷി പരാതിപ്പെടുന്നത്. അവൻ ചിലപ്പോൾ ഉണർന്നു കാണില്ല, കുറച്ചുകൂടി കഴിയുമ്പോൾ വിളിക്കുമായിരിക്കുമെന്ന് വേവെ പറഞ്ഞെങ്കിലും നിന്റെ സൂപ്പർ പവർ തീരാൻ ഇനി ഒരുപാട് സമയം ബാക്കിയില്ലല്ലോ എന്ന് ദക്ഷി വീണ്ടും പറയുന്നു. വേവയുടെ ഭാവം കണ്ടപ്പോൾ അവൾ എന്തോ ഒളിപ്പിക്കുന്നുണ്ടെന്ന് ദക്ഷിക്ക് തോന്നിയതിനാൽ നീ എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ എന്ന് അവൾ ചോദിക്കുന്നുമുണ്ട്. ഒന്നുമില്ല, നീ വേഗം പിക്കാച്ചുവിൻ്റെ തല കണ്ടുപിടിക്കാൻ നോക്ക് എന്ന് വേവെ പറയുന്നു. ആ സമയത്ത് തന്നെ പിക്കാച്ചുവിൻ്റെ ഉടമ അത് വേഗം തിരികെ കൊണ്ടുവരുമോ? സ്റ്റുഡൻസ് യൂണിയൻ ഇപ്പോൾ അതുകൊണ്ട് ഒരു ആവശ്യമുണ്ട്, ഞാൻ 3rd ഫ്ലോറിൽ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് വേവയ്ക്ക് മെസ്സേജ് അയക്കുന്നു. വേവെ വേഗം ദക്ഷിയോട് വിവരം പറഞ്ഞിട്ട് പിക്കാച്ചുവിൻ്റെ ബോഡിയും എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഓടുന്നു. ഈ സമയമെല്ലാം സിജോങ് പിക്കാച്ചുവിൻ്റെ തലയും വെച്ചുകൊണ്ട്
കുറച്ചപ്പുറത്ത് മറിഞ്ഞു നിന്ന് വേവയെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവൾ ഓടുന്നത് കണ്ട് അവനും അങ്ങനെ തന്നെ അവളുടെ പുറകെ ഓടുന്നു. ആ ഓട്ടം ദക്ഷിയും മിന്നായം പോലെ ഒന്ന് കാണുന്നുണ്ട്. എനിക്ക് വെറുതെ തോന്നിയതായിരിക്കും എന്നാണ് അവൾ കരുതിയത്. സിജോങ് ആണ് അതെന്നും അവൾ അറിയുന്നില്ല. തലയില്ലാതെ ബോഡി മാത്രമായി ചെന്ന വേവയെ പിക്കാച്ചുവിൻ്റെ ഉടമ വഴക്ക് പറയുന്നു. നഷ്ടപരിഹാരമായി പുതിയ തല വാങ്ങാനുള്ള പണം ഞാൻ തരാമെന്ന് വേവെ പറയുന്നു. 600 യുവാൻ മതിയല്ലോ എന്ന് കരുതിയാണ് അവൾ അങ്ങനെ പറഞ്ഞെങ്കിലും 6000 യുവാനാണ് അയാൾ നഷ്ടപരിഹാരമായി ചോദിച്ചത്. അത് വളരെ കൂടുതലല്ലെന്ന് വേവെ ചോദിച്ചപ്പോൾ ഇത് ലിമിറ്റഡ് എഡിഷനാണ്, ജപ്പാനിലേക്ക് നേരിട്ട് പോയാൽ പോലും ഇതിപ്പോൾ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അയാൾ ഡിമാൻഡ് കൂട്ടുന്നു. 50% ഡിസ്കൗണ്ട് തന്നുകൂടെ, 3000 പോലെ എന്നൊക്കെ വേവെ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് സിജോങ് ആ തല കൊണ്ടുവന്ന് അയാളുടെ തലയിലേക്ക് വെച്ചിട്ട് ഇതെന്താ സ്വർണം കൊണ്ടുണ്ടാക്കിയതാണോ, ആളുകളെ ഇങ്ങനെ പറ്റിക്കാൻ കൊള്ളാമോ എന്ന് ചോദിച്ച് അയാളെ വഴക്ക് പറയുന്നത്. അത് പറയാൻ നീ ആരാണെന്ന് ചോദിച്ച് അയാൾ അവൻ്റെ നേർക്ക് തിരിയുന്നു. സിജോങ്ങും വിട്ടുകൊടുക്കാൻ തയ്യാറില്ലാതെ കട്ടയ്ക്ക് നിൽക്കുകയാണ്. എന്തായാലും പിക്കാച്ചു സേഫായി തിരികെ കിട്ടിയില്ലേ, ഇനിയിപ്പോൾ നമ്മൾ തമ്മിൽ ഇടപാടൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് വേവെ സിജോങ്ങിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. കുറച്ച് മുന്നോട്ടെത്തി കഴിഞ്ഞപ്പോഴാണ് അവൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചത്. പെട്ടെന്ന് അവൾ പിടിവിട്ടിട്ട് നീ എന്തിനാണ് പിക്കാച്ചുവിൻ്റെ തലയെടുത്തുകൊണ്ട് പോയത് എന്ന് ചോദിക്കുന്നു. ഞാൻ നിനക്കത് കണ്ടുപിടിച്ചുകൊണ്ട് തന്നിട്ട് നീ എന്നെ കുറ്റപ്പെടുത്തുകയാണോ, അത് കൊള്ളാമല്ലോ എന്നവൻ ചോദിക്കുന്നു. എൻ്റെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്താണെന്ന് അറിയില്ല, നിന്നെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കാനാണ് എനിക്കിപ്പോൾ തോന്നുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സിജോങ് അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. വേവെ പുറകോട്ട് നീങ്ങി പോവുകയാണ്. അവസാനം അവളുടെ തല ഭിത്തിയിൽ ഇടിക്കുമെന്നായപ്പോൾ അവൻ കൈയെടുത്ത് അവളുടെ തലയുടെ പുറകിൽ പിടിക്കുന്നുണ്ട്. വേവെ അവനെ കുറച്ച് സമയം അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. തൻ്റെ പവർ തനിക്ക് തന്നെ വിനയായി എന്ന് അവൾ ഉറപ്പാക്കുന്നു. സിജോങ് പിന്നെയും നല്ല റൊമാൻറ്റിക് മൂഡിൽ വേവയോട് സംസാരം തുടരുകയാണ്. അവൾ ഒരു വിധത്തിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. റൂമിൽ മടങ്ങിയെത്തിയ വേവ അവിടെ മറ്റാരും ഇല്ലെന്ന് കണ്ട് ദൈവമേ ഞാൻ എൻ്റെ ശക്തി എന്നിൽ തന്നെ പ്രയോഗിച്ചല്ലോ, ഞാൻ ഈ ദക്ഷിയുടെ മുഖത്ത് എങ്ങനെ നോക്കുമെന്ന് പറഞ്ഞ് അവൾ സ്വയം പഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അധികം ആരോടും സംസാരിക്കാത്ത അവളുടെ റൂംമേറ്റ് വാതിൽ തുറന്നിറങ്ങി വരുന്നത് കണ്ട് വേവെ ചമ്മുന്നുണ്ട്. ഇവിടെ ആരുമില്ലെന്നാണ് ഞാൻ കരുതിയത് എന്ന് വേവെ പറഞ്ഞപ്പോൾ പേടിക്കണ്ട, ഞാൻ ദക്ഷിയോട് പറയില്ല, ഞാനൊന്ന് പുറത്തേക്ക് പോവുകയായിരുന്നു എന്ന് പറഞ്ഞവൾ പോകുന്നു. ദക്ഷി ഈ സമയമെല്ലാം നിർത്താതെ വേവയ്ക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ദക്ഷിയെ സോപ്പിടാനായി വേവെ അവൾക്ക് ഇഷ്ടമുള്ള കേക്കൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് സിജോങ്ങിൻ്റെ മേൽ പ്രയോഗിച്ച സൂപ്പർ പവർ വർക്കൗട്ട് ആയില്ല. പിക്കാച്ചുവിൻ്റെ തലയുടെ വലിപ്പം കാരണം എനിക്ക് അവനെ ശരിക്കും കാണാൻ പറ്റിയില്ല, അതുകൊണ്ട് എൻ്റെ ഡയറക്ഷൻ മാറിപ്പോയത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് പറയുന്നു. തനിക്ക് നേരെ തന്നെയാണ് തൻ്റെ ശക്തി പ്രയോഗിക്കപ്പെട്ടത് എന്നുള്ള വിവരം അപ്പോഴും അവൾ ദക്ഷിയോട് പറയുന്നില്ല. അവനെ വലയിലാക്കാൻ ഞാൻ ഉറപ്പായും അടുത്തൊരു പദ്ധതി പെട്ടെന്ന് തന്നെ പ്ലാൻ ചെയ്യാമെന്നും അവൾ ദക്ഷിക്ക് വാക്കുകൊടുക്കുന്നു. ഇനി പുതിയൊരു കഥാപാത്രത്തെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇവൻ്റെ പേര് പെങ് പൈ എന്നാണ്. ഒരു സ്പോർട്സ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ ഭാഗമായി ഒരു ടൂർണമെൻറ്റ് നടത്തിപ്പിന് വോളണ്ടിയർ വർക്കറായിട്ടാണ് അവൻ ഈ കോളേജിൽ എത്തിയിരിക്കുന്നത്. അവൻ സ്പോർട്സ് മാനേജ്മെൻറ്റ് ടീമിൻ്റെ സൈക്കോളജിക്കൽ ബെസ്റ്റ് റിപ്പോർട്ട് വാങ്ങാനായി കോളേജിലെ ഡോക്ടറുടെ അടുത്ത് ചെല്ലുന്നു. ഡോക്ടർ ഡാറ്റാ റൂമിൽ നിന്ന് റിപ്പോർട്ട് എടുക്കാൻ പോയ സമയത്താണ് ഷിജോങ് അവിടേക്ക് വന്ന് ഡോക്ടർ എനിക്കെന്തോ കുഴപ്പമുണ്ട്, ഞാൻ ഈ തെർമോമീറ്റർ ഒന്ന് ഉപയോഗിച്ചോട്ടെ എന്ന് ചോദിച്ച് തെർമോമീറ്ററും എടുത്തുകൊണ്ട് അവിടേക്ക് ഇരുന്നത്. പെങ് ബൈ നീ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് എന്ന് അന്വേഷിച്ചപ്പോൾ സിജോങ് സ്വയം പരിചയപ്പെടുത്തിയിട്ട് തൻ്റെ പ്രശ്നം എന്താണ് എന്ന് അവനോട് പറയുന്നു. അവളെ കണ്ട ശേഷം എനിക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെയാണ്, എപ്പോഴും അവളെ കണ്ടുകൊണ്ടിരിക്കാനും അവളുടെ അടുത്തേക്ക് പോകാനും തോന്നും, മുന്നിൽ കാണുന്നതെല്ലാം അവളാണെന്ന് തോന്നും എന്ന് പറഞ്ഞ് ഷോപ്പിൽ ബില്ലടിക്കാൻ നിന്ന കുട്ടി അവളായി തോന്നിയതും മറ്റും അവൻ പറയുന്നു. നീ പറയുന്നത് കേട്ടിട്ട് നിനക്ക് അവളോട് പ്രണയമാണെന്നാണ് തോന്നുന്നത്, അവളുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ച് അവൾക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുമോ എന്ന് നോക്കാൻ പെങ് അവനെ ഉപദേശിക്കുന്നു. ഞാനവളെ പേടിപ്പിച്ചെന്നാണ് തോന്നുന്നത്, അവൾക്ക് എന്നോട് ദേഷ്യം കാണുമോ എന്ന് സിജോങ് സംശയിച്ചപ്പോൾ നിന്നെപ്പോലെ ഒരാളോട് പെൺകുട്ടികൾ ദേഷ്യം കാണിക്കാൻ സാധ്യതയില്ല എന്ന് പെങ് പറയുന്നു. ഡോക്ടറാണെന്ന് കരുതിയാണ് സിജോങ് ഇത്ര വിശദമായി അവനോട് വിവരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കുമുള്ള ഡോക്ടർ മടങ്ങി വന്നത് കണ്ടപ്പോഴാണ് അവനും സ്റ്റുഡൻ്റ് ആണെന്ന് അവന് മനസ്സിലാക്കുന്നത്. എനിക്ക് നിന്നോട്ടുള്ള പറയാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് പെങ് സ്വയം പരിചയപ്പെടുത്തുന്നു. ഇവിടെ കേട്ടതൊന്നും ഞാൻ ആരോടും പറയില്ല എന്നും അവൻ സിജോങ്ങിന് വാക്ക് കൊടുക്കുന്നു. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞാണ് അവൻ അവിടെ നിന്ന് പോയത്. അവൻ നേരെ പോയത് വേവെ ഇരിക്കുന്ന ക്ലാസ്സിലേക്കാണ്. അവളുടെ തൊട്ടുപുറകിലെ സീറ്റിൽ തന്നെ സ്ഥാനവും ഉറപ്പിക്കുന്നു. ടീച്ചർ ക്ലാസ്സിൽ വന്ന് അറ്റൻഡൻസ് വിളിച്ചപ്പോൾ വേവയുടെ പേര് 2 തവണ വിളിക്കുന്നു. 2 തവണയും അവൾ പ്രസൻസ് പറഞ്ഞെങ്കിലും ടീച്ചർ അത് വ്യക്തമായി കേൾക്കുന്നില്ല. നീ എന്താ ഇതൊന്നും കഴിച്ചില്ലേ, നിനക്ക് കുറച്ച് ഉറക്കം പറഞ്ഞുകൂടെ എന്ന് ചോദിച്ച് ടീച്ചർ അവളെ വഴക്ക് പറഞ്ഞപ്പോൾ ടീച്ചർ അവൾ പറഞ്ഞത് ഞങ്ങളെല്ലാം കേട്ടല്ലോ എന്ന് സിജോങ് പുറകിലിരുന്ന് പറയുന്നു. വേവെ അപ്പോഴാണ് അവൻ അവിടെ ഇരിക്കുന്നത് അറിയുന്നത്. എന്താ പറഞ്ഞത് ഒന്നുകൂടി പറഞ്ഞെന്ന് ടീച്ചർ കലിപ്പിൽ പറയുന്നത് കേട്ടപ്പോൾ സീൻ മോശമാകുമെന്ന് വേവയ്ക്ക് തോന്നിയതിനാൽ ഞാൻ പറഞ്ഞത് അവനും കേട്ടില്ലെന്ന് പറയുകയായിരുന്നു. എൻ്റെ തൊണ്ടയ്ക്ക് ഇന്നെന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞവൾ സോറി പറയുന്നു. ടീച്ചർ ഓക്കെ പറഞ്ഞ് വീണ്ടും ഹാജരെടുക്കാൻ തുടങ്ങിയപ്പോൾ വേവെ സിജോങ്ങിൻ്റെ നേർക്ക് തിരിഞ്ഞ് ക്ലാസ് കഴിയുന്നതുവരെ എന്നോട് സംസാരിച്ചു പോകരുതെന്ന് വാണിംഗ് കൊടുക്കുന്നു. അവനത് സമ്മതിക്കുന്നു. ടീച്ചർ ക്ലാസ് അവസാനിപ്പിക്കുന്നവരെ അവൻ അക്ഷമനായി കാത്തിരിക്കുന്നു. ക്ലാസ് കഴിഞ്ഞെന്ന് ടീച്ചർ പറഞ്ഞതും അങ്ങനെ അത് കഴിഞ്ഞു എന്ന് പറയാൻ അക്ഷമയോടെ കുത്തിക്കൊണ്ടിരുന്ന പേന താഴേക്ക് വെച്ചിട്ട് ഇനി എനിക്ക് പറയാനുള്ളത് പറയാമല്ലോ എന്നവൻ വേവയോട് ചോദിക്കുന്നു. നിനക്ക് എന്താണ് പറയാനുള്ളത് എന്ന് വേവെ ചോദിച്ചപ്പോൾ സിജോങ് എഴുന്നേറ്റ് എന്ന് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നാണ് തോന്നുന്നത്, നീ എൻ്റെ ഗേൾഫ്രണ്ട് ആകുമെന്ന് ഉറക്കെ ചോദിക്കുന്നു. ക്ലാസ്സിലുണ്ടായിരുന്നവർ അവനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാനും തുടങ്ങുന്നു. വേവെ അവൻ്റെ കയ്യിൽ പിടിച്ചിട്ട് അവനെ ഇരുത്താൻ നോക്കിയെങ്കിലും
അവനത് ചലിപ്പിക്കാൻ പോലും അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾ പിടിവിട്ടപ്പോൾ നിന്റെ മറുപടി എന്താണ് എന്നവൻ ചോദിക്കുന്നു. യെസ് പറയ് എന്ന് പറഞ്ഞ് എല്ലാവരും വെവയെ പ്രോത്സാഹിപ്പിക്കാനും തുടങ്ങുന്നു. വെവെ പെട്ടെന്ന് ബുക്കും എടുത്ത് അവിടെ നിന്ന് ഓടുന്നു. ഷിജോങ് അവളുടെ പുറകെ തന്നെ ചെന്ന് ക്ലാസ് കഴിഞ്ഞ് സംസാരിക്കാമെന്ന് നീ പറഞ്ഞതല്ലേ, എന്നിട്ട് നീ എന്താ ഒന്നും മിണ്ടാത്തത് എന്ന് ചോദിച്ചപ്പോൾ വെവെ തിരിഞ്ഞു നിന്ന് ഇത് വെറും ഒരു ഇല്യൂഷനാണ്, നാളെ നേരം വെളുക്കുമ്പോഴേക്കും നീ ഇതൊക്കെ മറന്നു പോകുമെന്ന് പറഞ്ഞെങ്കിലും അവൻ അത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. ഇതിൽ കൂടുതൽ വിശദമായി പറയാൻ തൽക്കാലം എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് വെവെ തിരിഞ്ഞു നടക്കുന്നതിനിടയിൽ എതിരെ വന്ന സിജോങ്ങിന്റെ അമ്മയെ അവൾ അബദ്ധത്തിൽ ഇടിക്കുന്നു. സിജോങ്ങിനെ ബർത്ത്ഡേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണ് അവർ. അമ്മയോട് പുറത്ത് കാത്തു നിന്നാൽ മതി എന്നല്ലേ ഞാൻ പറഞ്ഞത്, എന്തിനാണ് അകത്തേക്ക് കയറി വന്നതെന്ന് സിജോങ് ചോദിച്ചപ്പോൾ ഇതാരാണ് എന്ന് അമ്മ ചോദിക്കുന്നു. ഇത് ഭാവിയിൽ എൻ്റെ ഗേൾഫ്രണ്ട് ആകാൻ പോകുന്ന വേവയാണ് എന്ന് അവൻ പരിചയപ്പെടുത്തുന്നു. അങ്ങനെയല്ല എന്ന് വേവെ പറയാൻ തുടങ്ങിയപ്പോഴേക്കും അമ്മ ഓവർടേക്ക് ചെയ്ത് എനിക്ക് മനസ്സിലായി, മോളൊന്നും പറയണ്ട, നീ വളരെ സുന്ദരിയാണല്ലോ, ഇന്ന് ഉച്ച കഴിഞ്ഞ് ഫ്രീ ആണോ എന്ന് ചോദിക്കുന്നു. അതേ എന്ന് വേവെ പറഞ്ഞപ്പോൾ അത് നന്നായി, ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്, ഇന്ന് നമുക്ക് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാമെന്ന് പറഞ്ഞ് അവൾക്ക് എന്തെങ്കിലും എതിർത്ത് പറയാൻ കഴിയുന്നതിന് മുമ്പ് സിജോങ്ങിന്റെ അമ്മ അവളെയും കൂട്ടിക്കൊണ്ട് പോകുന്നു. സിജോങ്ങും പുറകെ ചെല്ലുന്നുണ്ട്. വേവെ സിജോങ്ങിനും അമ്മയ്ക്കും ഒപ്പം നിൽക്കുന്ന ഫോട്ടോ ആരോ എടുത്ത് കോളേജിലെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നു. ക്യാൻറ്റീനിൽ ഇരിക്കുമ്പോഴാണ് ഡിങ്ങും ഫ്രണ്ട്സും അത് കണ്ടത്. സിജോങ് സ്വിമ്മിങ്ങിൽ മാത്രമല്ല മിടുക്കൻ, ഇത്ര പെട്ടെന്ന് അവൻ ഗേൾഫ്രണ്ടിന്റെ കാര്യത്തിൽ മുന്നേറിയല്ലോ, അവന്റെ അമ്മ അവളെ കാണാൻ വന്നതാണോ എന്നിങ്ങനെ കുട്ടികൾ പല കമന്റും പറയുന്നു. ക്യാൻറ്റീനിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും ദക്ഷി ഇത് കേട്ട് ഗേൾഫ്രണ്ട് ആരാണെന്ന് അറിയാൻ ഫോൺ എടുത്ത് നോക്കുന്നു. വേവയെ കണ്ടതും അവൾ ദേഷ്യത്തിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. സിജോങ്ങിന്റെ പേരൻസിനൊപ്പം അവന്റെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു വേവെ. അപ്പോൾ സിജോങ് ആദ്യമായാണ് ഒരു ഗേൾഫ്രണ്ടിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നത് എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ ഗേൾഫ്രണ്ട് അല്ല എന്ന് വേവെ പറയുന്നു. വേവെ സിജോങ്ങിന്റെ ക്ലോസ് ഫ്രണ്ട് ആണെന്നേ ഉള്ളൂ, ഗേൾഫ്രണ്ട് അല്ല എന്ന് അമ്മ അച്ഛന് പറഞ്ഞു കൊടുക്കുന്നു. സിജോങ്ങിനെ പോലെ മസിൽ പിടുത്ത സ്വഭാവമൊന്നും ആയിരുന്നില്ല അവന്റെ പേരൻസിന്. അവർ വളരെ ഫ്രണ്ട്ലി ആയാണ് വേവയോട് സംസാരിച്ചതും പെരുമാറിയതുമൊക്കെ. അവൾ ആഹാരം കഴിക്കാനിരിക്കുന്നത് കണ്ട് നിനക്കിതൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് സിജോങ് പറഞ്ഞപ്പോൾ ഈ ഡിഷസിന് എന്താണ് കുഴപ്പമെന്ന് അച്ഛൻ ചോദിക്കുന്നു. ഇതെല്ലാം നിന്റെ അച്ഛൻ ഉണ്ടാക്കിയതാണ്, അച്ഛൻ വളരെ നല്ല കുക്കാണ് എന്ന് പറഞ്ഞ അമ്മയും സപ്പോർട്ട് ചെയ്യുന്നു. ഭർത്താവിന്റെ പാചകത്തെ അഭിനന്ദിച്ച് ഒരു ഫ്ലൈയിങ് കിസ് നൽകാനും അവർ മടിക്കുന്നില്ല. വേവ ഒരു അഭിപ്രായവുമില്ലാതെ ഭക്ഷണം കുറച്ചെങ്കിലും കഴിക്കാനുള്ള ശ്രമത്തിലാണ്. ആ സമയത്താണ് ദക്ഷിയുടെ കോൾ അവൾക്ക് വന്നത്. ഫോൺ റിങ് ചെയ്ത് കേട്ടപ്പോൾ അവളൊന്ന് ഞെട്ടുന്നതിനാൽ ഭക്ഷണം നെറുകയിൽ കയറുന്നു. ഞാൻ വെള്ളം എടുത്തു കൊണ്ടുവരാമെന്ന് പറഞ്ഞ് സിജോങ് വെപ്രാളത്തിൽ എഴുന്നേൽക്കുന്നതിനിടയിൽ അവൻ്റെ കാൽമുട്ട് മേശയിലിടിക്കുന്നു. അവന് ഭയങ്കരമായ വേദന ഉള്ളതുപോലെ അവൻ ഞരങ്ങുന്നത് കണ്ട് അമ്മ വേഗം എഴുന്നേറ്റ് ഞങ്ങൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവനെയും കൊണ്ട് അകത്തെ മുറിയിലേക്ക് പോകുന്നു. അവിടെ എത്തിയുടൻ നീ ഇപ്പോൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലേ എന്ന് ചോദിച്ച് അമ്മ അവനെ വഴക്ക് പറയുന്നു. ഇല്ല എന്നവൻ പറഞ്ഞപ്പോൾ പരിക്ക് പറ്റി കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ടും നിനക്ക് വേദനയുണ്ടെങ്കിൽ നീ സ്ട്രെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ്. നീ ഇപ്പോൾ നന്നായി ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ പരിക്ക് സ്ഥിരമായി തുടരും. നിനക്ക് കുറച്ച് വിശ്രമം കിട്ടട്ടെ എന്ന് കരുതിയാണ് നിന്നെ ഞാൻ സ്പോർട്സ് യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചത് എന്നൊക്കെ പറഞ്ഞ് അമ്മ നിർത്താൻ ഭാവമില്ലാതെ ശകാരം തുടർന്നപ്പോൾ അമ്മ പറയുന്നതെല്ലാം ഞാൻ സമ്മതിച്ചു. പക്ഷേ എൻ്റെ പരിക്ക് മറ്റുള്ളവർ ശ്രദ്ധിക്കാതിരിക്കുന്നതാണ് ഇപ്പോൾ പ്രധാനം. കോച്ചങ്ങാനും ഇതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പ്രോവിൻസ് ടീമിൽ ജോയിൻ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് എനിക്ക് ട്രെയിനിങ് ചെയ്തേ പറ്റൂ. ഇപ്പോൾ ഞാൻ കോളേജിലാണെങ്കിലും ഈ വർഷത്തെ 2ാം പകുതി മുതൽ ഉള്ള മത്സരങ്ങൾ എനിക്ക് വളരെ പ്രധാനമാണ് എന്ന് അവൻ പറയുന്നു. എങ്കിൽ നീ ഡോക്ടർ പറയുന്നത് കേൾക്കേണ്ട, നിന്റെ ഇഷ്ടം പോലെ ചെയ്യ് എന്ന് അമ്മ പരിഭവത്തോടെ പറഞ്ഞപ്പോൾ ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് അവൻ ഉറപ്പ് കൊടുക്കുന്നു. വേവയുടെ ഫ്രണ്ട്സിന് നൽകാൻ കൈനിറയെ സ്നാക്സ് പോകാൻ നേരം അമ്മ അവനെ ഏൽപ്പിക്കുന്നു. വീണ്ടും വരണമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെയാണ് അവർ വേവയെ യാത്രയാക്കിയത്. ഡ്രൈവർ കാറിൽ അവരെ കൊണ്ടാക്കും എന്ന് പറയുന്നു. കോളേജിനടുത്ത് വണ്ടി നിർത്തിയതും വേവെ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. നിന്നെ ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോകണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തതല്ല, എൻ്റെ അമ്മ കാരണം സംഭവിച്ചു പോയതാണ് എന്ന് പറഞ്ഞ് സിജോങ് അവളുടെ പുറകെ ചെന്നപ്പോൾ അവൾ തിരിഞ്ഞത് നിന്റെ അമ്മയോട് എൻ്റെ താങ്ക്സ് പറഞ്ഞേക്കെന്ന് പറയുന്നു. അപ്പോഴേക്കും ഡ്രൈവർ സ്നാക്സും എടുത്ത് സിജോങ്ങിനെ ഏൽപ്പിച്ചിരുന്നു. ഇതെനിക്ക് സ്വീകരിക്കാൻ കഴിയില്ല, ഇത് തിരികെ കൊണ്ടുപോയിക്കോ എന്നവൾ പറഞ്ഞപ്പോൾ ഞാൻ സ്പീഡിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ടാണോ നീ റിജക്റ്റ് ചെയ്യുന്നത് എന്നവൻ ചോദിക്കുന്നു. നീ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ, നാളെ വേറൊരു ദിവസമായിരിക്കുമെന്ന് പറഞ്ഞ് വേവെ തിരിഞ്ഞു നടക്കുന്നു. സിജോങ് അവളുടെ പുറകെ പോകാൻ തുടങ്ങിയപ്പോഴാണ് പെങ് പുറകിൽ നിന്ന് അവനെ വിളിക്കുന്നത്. വേവയോ അവളെ കാണുന്നു. പെങ് വേവയെ കണ്ട് അവളുടെ പേര് വിളിക്കുന്നത് കേട്ട് നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ എന്ന് സിജോങ് ചോദിച്ചെങ്കിലും അവർ രണ്ടുപേരും അത് കേട്ടതായി പോലും തോന്നുന്നില്ല. നിന്നെ ഇവിടെ വെച്ച് കാണുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല എന്ന് പെങ് വേവയോട് പറഞ്ഞപ്പോൾ ആദ്യത്തെ ഷോക്ക് മാറി വേവയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കണ്ടിട്ട് കുറെ കാലമായല്ലോ, പെങ് യാൻ എന്ന് ചോദിക്കുന്നു. അവൻ്റെ പേര് പെങ് യാൻ എന്നല്ല, പെങ് പൈ എന്നാണ് എന്ന് സിജോങ് പറഞ്ഞപ്പോൾ വേവെ അവനെ ഒന്ന് നോക്കിയിട്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് തിരിഞ്ഞു നടക്കുന്നു. അവൾ എന്നോട് പിന്നെയും ദേഷ്യത്തിലാണ്. ഈ പെൺപിള്ളേരുടെ ഒരു കാര്യം ഞാൻ എന്ത് ചെയ്യണമെന്ന് സിജോങ് പെങ്പായിയോട് ചോദിക്കുന്നു. നീ മുമ്പ് പറഞ്ഞത് ഇവളെക്കുറിച്ചായിരുന്നോ എന്ന് അവൻ സിജോങ്ങിനോട് ചോദിക്കുന്നു. അതേന്ന് അവൻ മറുപടി നൽകുന്നുണ്ട്. വേവെ തല കുനിച്ചു പിടിച്ചാണ് ഹോസ്റ്റലിനുള്ളിലേക്ക് കയറിയത്. സിജോങ്ങിനൊപ്പം ഉള്ള ഫോട്ടോ പോപ്പുലർ ആയതുകൊണ്ട് എല്ലാവരും അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മുറിയിലേക്ക് അവൾ ചെന്ന് കയറിയതും കാത്തിരുന്നത് പോലെ ദക്ഷി എത്ര നേരമായി ഞാൻ നിന്നെ വിളിക്കുന്നു, നീ എന്താ ഫോൺ എടുക്കാഞ്ഞത്, ഈ ഫോട്ടോയുടെ അർത്ഥം എന്താ, നീയും സിജോങ്ങും തമ്മിൽ എന്താ ബന്ധം എന്നൊക്കെ തുടരെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വേവെ അതൊന്നും കേൾക്കാത്ത മട്ടിൽ ദക്ഷി ഞാനിപ്പോൾ പെങ്യാനെ കണ്ടു,
എന്ന് പറയുന്നു. അവൻ വിദേശത്തേക്ക് പോയില്ല എന്ന് ദക്ഷി ചോദിച്ചപ്പോൾ അവന്റെ പേര് മാറ്റി, അവനിപ്പോൾ പെങ് പൈ ആണ് എന്ന് അവൾ പറയുന്നു. നീ അവനോടൊന്നും ചോദിച്ചില്ല എന്ന് ദക്ഷി ചോദിച്ചപ്പോൾ ഞാൻ നല്ല ഷോക്കിലായിരുന്നു, എനിക്കൊന്നും ചോദിക്കാൻ പറ്റിയില്ല, ഞാൻ എങ്ങനെ ഇവിടെ എത്തിയതാണ് എന്ന് അവൾ പറയുന്നു. നീ അവനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അവൻ നിന്നോട് മോശമായി പെരുമാറിയാൽ നീ അവനെ ഷോക്ക് അടുപ്പിച്ചേക്ക് എന്ന് ദക്ഷി പറയുന്നു. പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ വേണ്ട, ഷോക്ക് അടുപ്പിച്ച് അവന് നിന്നോട് ഇഷ്ടമല്ലെന്ന് തോന്നിയാൽ അത് അതിനേക്കാൾ പ്രശ്നമാണ് എന്ന് അവൾ തിരുത്തി പറയുന്നു. അതൊക്കെ ഇരിക്കട്ടെ, നീ ഈ ഫോട്ടോയുടെ അർത്ഥം എന്താണെന്ന് പറയാൻ ദക്ഷി വീണ്ടും പറയുന്നു. ഇന്നലെ എൻ്റെ സൂപ്പർ പവർ ഞാൻ എന്നിൽ തന്നെയാണ് ഉപയോഗിച്ചത്, അതുകൊണ്ടാണ് അവൻ എന്നോട് ഇഷ്ടം തോന്നിയത്. നീ എന്നോട് ദേഷ്യപ്പെട്ടാലോ എന്ന് കരുതിയാണ് ഞാനിത് പറയാതിരുന്നത്. ഇനി കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും അതിൻ്റെ എഫക്റ്റ് കഴിയും, അപ്പോൾ നമുക്ക് പ്ലാൻ ബി നടപ്പിലാക്കാമെന്ന് അവൾ പറയുന്നു. അതോടെ ദക്ഷിക്ക് ആശ്വാസമാകുന്നുണ്ട്. സിജോങ് ഈ സമയം പെങ്ങിനൊപ്പമായിരുന്നു. അവന് വേവയെ സ്കൂളിൽ പഠിക്കുമ്പോഴേ അറിയാമെന്ന് പറഞ്ഞപ്പോൾ അറിയാവുന്നതൊക്കെ എനിക്ക് കൂടി പറഞ്ഞതാ. എന്നെ കാണുമ്പോൾ അവൾ ഓടി ഒളിക്കുകയാണെന്ന് സിജോങ് പറയുന്നു. ഓട്ടത്തിൽ അവളെ തോൽപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അവൾ വളരെ നല്ലൊരു അത്ലറ്റ് ആയിരുന്നു, ചീറ്റയുടെ സ്പീഡാണ് അവൾക്ക് എന്നൊക്കെ പെങ് അറിയിക്കുന്നു. നിങ്ങൾ തമ്മിൽ ആദ്യം കണ്ടത് എന്നാണ് എന്നവൻ ചോദിച്ചപ്പോൾ കോളേജിലെ ഫസ്റ്റ് ഡേയിൽ തന്നെ കണ്ടിരുന്നു, അന്ന് അവൾ എന്നെ ഇങ്ങോട്ട് വന്ന് മുട്ടിയതാണ്, പക്ഷേ പിന്നെ ഞാൻ എത്ര പുറകിന് ചെന്നിട്ടും അവൾ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് സിജോങ് പറഞ്ഞപ്പോൾ നീ ചിലപ്പോൾ അവളെ തെറ്റിദ്ധരിച്ചതായിരിക്കുമെന്ന് പെങ് പറയുന്നു. അവളും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ആദ്യം എനിക്ക് അവൾ ഒരു ശല്യമായിട്ടാണ് തോന്നിയത്, പക്ഷെ അന്ന് രാത്രി ഞാൻ അവളെ കണ്ടിരുന്നു, എനിക്കപ്പോൾ എന്തോ സംഭവിച്ചതുപോലെ തോന്നി, അതിനുശേഷമാണ് കാര്യങ്ങൾ മാറിയത് എന്ന് സിജോങ് പറഞ്ഞപ്പോൾ എന്തായാലും നീ ധൃതി പിടിക്കേണ്ട, കുറച്ച് റെസ്റ്റ് എടുത്ത ശേഷം സമാധാനമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പെങ് അവനെ ഉപദേശിക്കുന്നു. അന്ന് രാത്രിയിലും സിജോങ് വിടാൻ ഭാവമില്ലാതെ വേവയ്ക്ക് തുടരെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു. നീ എന്നെ തിരിച്ച് സ്നേഹിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം, എനിക്കെന്തായാലും വിടാൻ ഉദ്ദേശമില്ല എന്നവൻ മെസ്സേജ് അയച്ചപ്പോൾ സമാധാനമായി ശാന്തമായിരിക്കെ എന്നാണ് അവൾ റിപ്ലൈ നൽകിയത്. ഇന്ന് രാത്രി കഴിയുന്നതോടെ എല്ലാം ശരിയാകുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു. വീണ്ടും ഫോണിൽ മെസ്സേജ് വരെ ശബ്ദം കേട്ട് സിജോങ് ആയിരിക്കുമെന്ന് കരുതി ദേഷ്യത്തിലെടുത്ത് നോക്കിയപ്പോൾ പെങ്ങിന്റെ നമ്പർ കണ്ട് അവൾ ഫോൺ താഴെ വയ്ക്കുന്നു. അടുത്ത ദിവസം രാവിലെ ഉണർന്ന സിജോങ് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ വേവയ്ക്ക് അയച്ചിരിക്കുന്ന മെസ്സേജ് കണ്ട് അവൻ അമ്പരക്കുന്നു. തലേന്ന് താൻ ചെയ്തു കൂട്ടിയ ഓരോന്നോരോന്നായി പതുക്കെ അവന്റെ ഓർമ്മയിലേക്ക് വരുന്നു. എനിക്കിത് എന്ത് പറ്റിയതാണെന്ന് പറഞ്ഞ് അവൻ അസ്വസ്ഥതയോടെ എഴുന്നേറ്റ് റെഡിയാകുന്നു. ഡിങ് ഭക്ഷണം വാങ്ങാൻ നിൽക്കുമ്പോൾ വേവെ അവന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവനവളെ സിസ്റ്ററിനില്ല എന്ന് വിളിച്ചപ്പോൾ എന്നെ വേവെ എന്ന് തന്നെ വിളിച്ചാൽ മതി എന്നവൾ ഒരു വിഡ്ഢി ചിരിയോടെ പറഞ്ഞിട്ട് അവന് കൈക്കൂലി എന്നോണം 2 ഡ്രിങ്ക്സ് നൽകിയിട്ട് ഇന്ന് രാത്രി നിങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടോ എന്നവൾ ചോദിച്ചപ്പോൾ കോച്ച് ട്രെയിനിങ് വെച്ചിട്ടില്ല, പക്ഷേ സിജോങ് ഉറപ്പായും അവിടെ കാണും. എന്തിനാണ്? അവന് സർപ്രൈസ് കൊടുക്കാനാണോ എന്ന് ഡിങ് ചോദിക്കുന്നു. നേരത്തെ ചിരിച്ച പോലെ ഒരു വിഡ്ഢിച്ചിരി ചിരിച്ച് അതേ എന്ന് പറഞ്ഞ് അവൾ സ്ഥലം വിടുന്നു. ക്യാൻറ്റീനിൽ തന്നെ ഇരുന്ന് ദക്ഷിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഡ്രിങ്ക്സ് അവൾക്ക് മേശപ്പുറത്ത് വെച്ചുകൊണ്ട് പെങ് അവൾക്കെതിരെ വന്നിരുന്നത്. അവനെ കണ്ട് വേവേ ഒന്ന് അമ്പരക്കുന്നുണ്ട്. നീ എന്നെ മറന്നോ? അന്ന് രാത്രി നമ്മൾ തമ്മിൽ സംസാരിക്കേണ്ടതായിരുന്നു. അതുമാത്രമല്ല അന്ന് നിന്നോട് ചെയ്തതിന് ക്ഷമ പറയാനും ഞാൻ ആഗ്രഹിക്കുന്നു എന്നവൻ പറഞ്ഞപ്പോൾ അവൾ ഇടയ്ക്ക് കയറി കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, എനിക്കിപ്പോൾ അതൊന്നും ഓർമ്മ പോലുമില്ല, അതിനെക്കുറിച്ച് സംസാരിക്കണ്ട, എനിക്ക് ക്ലാസ്സിന് സമയമായി എന്ന് പറഞ്ഞവൾ എഴുന്നേറ്റ് പോകുന്നു. അന്ന് ട്രെയിനിങ്ങിന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഡിങ് വേവയുടെ കാര്യം എന്തോ പറയാൻ വന്നപ്പോൾ വായ അടച്ചു വെക്കാൻ സിജോങ് അവനോട് പറയുന്നു. ഇന്ന് നിനക്ക് എന്ത് പറ്റി? ഇന്നലെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ എന്ന് ഡിങ് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് ശരിയാണ്, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ശരിക്കും മണ്ടത്തരമാണെന്ന് സിജോങ് പറയുന്നു. അവൾ നിന്നെ തേടി വന്നാൽ നീ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് ഡിങ് ചോദിച്ചപ്പോൾ അതെൻ്റെ മൂഡനുസരിച്ചിരിക്കുമെന്ന് അവൻ മറുപടി നൽകുന്നു. തൻ്റെ പുതിയ പ്ലാൻ റെഡിയാക്കി വേവെ അവനെ കാത്ത് സ്വിമ്മിംഗ് പൂളിനരികിൽ നിൽക്കുന്നുണ്ടായിരുന്നു. സിജോങ് അവിടെ എത്തിയതും അവൾ ഓടിച്ചെന്ന് അവനെ പിടിച്ചുകൊണ്ടുവന്ന് വെള്ളത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങുന്ന അഭിനയിക്കുന്ന ദക്ഷിയെ കാണിച്ച് അവൾ മുങ്ങിത്താഴാൻ തുടങ്ങിയാണ്. അവളൊന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നു. ഇത്ര കുറച്ച് വെള്ളത്തിൽ ആരെങ്കിലും മുങ്ങിപ്പോകുമോ? നിന്റെ അഭിനയം തീരെ പോരാ എന്ന് പറഞ്ഞ് സിജോങ് തിരിഞ്ഞു നടന്നപ്പോൾ കോച്ച് അവിടെ എത്തിയതുപോലെ ഗുഡ് ഈവനിങ് കോച്ച് എന്ന് വേവെ പറയുന്നു. കോച്ചോ എവിടെയെന്ന് ചോദിച്ച് സിജോങ് തിരിഞ്ഞു നിന്നപ്പോൾ വേവെ അവനെ വെള്ളത്തിലേക്ക് തള്ളിയിടുന്നു. പക്ഷെ സിജോങ് അവൾക്കിട്ടൊരു പണി കൊടുത്തു. അവളെയും കൂടി പിടിച്ചു വലിച്ചുകൊണ്ടാണ് അവൻ വെള്ളത്തിലേക്ക് വീണത്. ഈ സമയത്ത് തന്നെ അവിടെ എത്തിയ ഡിങ് ദക്ഷി വെള്ളത്തിൽ കിടന്ന് നിലവിളിക്കുന്ന കേട്ട് അവളെ രക്ഷിക്കാൻ വെള്ളത്തിലേക്ക് ചാടുന്നു. വെള്ളത്തിനടിയിലേക്ക് വീണ വേവെ അബദ്ധത്തിൽ സിജോങ്ങിനെ കിസ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അവളുടെ ഹെഡ് ബീറ്റ് കൂടി വൈദ്യുതി മൊത്തത്തിൽ പാസ് ചെയ്യുന്നു. ദക്ഷിയുടെ ശരീരത്തിലൂടെ പാസ് ചെയ്തപ്പോൾ അവളുടെ മുന്നിലുണ്ടായിരുന്ന ഡിങ്ങിനോട് ഇഷ്ടം തുടങ്ങിയെന്ന് അവളുടെ ചിരി കണ്ടാൽ അറിയാം. ഈ സമയം കിസ്സൊക്കെ കഴിഞ്ഞ് വേവയും സിജോങ്ങും വെള്ളത്തിന് മുകളിലെത്തിയിരുന്നു. സിജോങ് സ്നേഹത്തോടെ വേവയുടെ മുഖത്ത് തലോടനായി കൈകൊണ്ടുവരുന്നത് കണ്ട് നീ എന്താണ് ഈ കാണിക്കുന്നത് എന്നവൾ ചോദിക്കുന്നു. അവൻ അവളോട് എന്തോ പറയാൻ തുടങ്ങിയപ്പോഴാണ് തൊണ്ടയ്ക്കാരോ പിടിച്ചതുപോലെ അവന്റെ ശബ്ദം മാറിയിരിക്കുന്നത് രണ്ടുപേരും ശ്രദ്ധിച്ചത്. അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ശബ്ദം ശരിയാക്കാൻ കിട്ടാവുന്ന മെഡിസിൻ എല്ലാം കളക്ട് ചെയ്ത് ഡിങ് മുറിയിലെത്തി സിജോങ്ങിന് നൽകുന്നു. അവനതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയെങ്കിലും ശബ്ദത്തിന് മാത്രം ഒരു മാറ്റവുമില്ല. നിന്റെ ശബ്ദം ഇങ്ങനെ ആവാൻ മാത്രം നീ എന്ത് ചെയ്തെന്ന് ഡിങ് ചോദിച്ചപ്പോഴാണ് വേവെ കിസ് ചെയ്ത ശേഷമാണല്ലോ ഇങ്ങനെ സംഭവിച്ചത് എന്ന ബോധം സിജോങ്ങിന് വന്നത്. അവനുടൻ തന്നെ റെഡിയായി അവൾ വരുന്ന വഴിയിൽ പോയി അവളെ കാത്തു നിൽക്കുന്നു. സിജോങ് നിൽക്കുന്നത് വേവെ ദൂരെ നിന്നേ കാണുന്നു. അവനെ കണ്ടതും അവൾ മുഖം മറച്ച് പിടിച്ച് തടി തപ്പാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും കൃത്യം സിജോങ്ങിന്റെ മുന്നിലെത്തിയപ്പോൾ എതിരെ വന്ന ഒരു കുട്ടിയുടെ തട്ട് കിട്ടുന്നതിനാൽ അവൾ സിജോങ്ങിന് നേരെ തിരിയേണ്ടി വരുന്നു. അവൻ അവളെ കണ്ടെങ്കിലും മറ്റുള്ള കുട്ടികൾ അതുവഴി പോകുന്നതിനാൽ അവനൊന്ന് പറയുകയോ അടുത്തേക്ക് ചെല്ലുകയോ ഒന്നും ചെയ്യുന്നില്ല.
ആ ഗ്യാപ്പിൽ അവൾ അവിടെ നിന്ന് ഓടിയെങ്കിലും സിജോങ് മറ്റൊരു വഴിയിലൂടെ ചെന്ന് അവളെ പിടിച്ച് ഭിത്തിയോട് ചേർത്ത് നിർത്തി, നീ എൻ്റെ തൊണ്ടയ്ക്ക് എന്താണ് ചെയ്തത്, എൻ്റെ ശബ്ദം നോർമലാക്കി തരാൻ പറയുന്നു. അവനെ പുറകിലേക്ക് തള്ളി മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് അവൾ ചോദിച്ചപ്പോൾ, നീ കാരണമാണ് എൻ്റെ ശബ്ദം ഇങ്ങനെയായത്, അതുകൊണ്ട് നീ ഉത്തരവാദിത്തം ഏറ്റെടുത്തേ പറ്റുമെന്ന് സിജോങ് പറയുന്നു. വേവയ്ക്ക് അവൻ്റെ ശബ്ദം കേട്ട് ചിരി പൊട്ടുന്നതിനാൽ, ഞാൻ ഉത്തരവാദിത്തമൊക്കെ ഏറ്റെടുക്കാം, നീ എൻ്റെ കൂടെ തന്നെ നടന്നു, പക്ഷേ ഇങ്ങനെ എന്നോട് സംസാരിക്കരുത് എന്നവൾ ചിരി നിയന്ത്രിക്കുന്നതിനിടയിൽ പറയുന്നു. സിജോങ്ങിന് വീണ്ടും ഷോക്കേറ്റതിനാൽ അവനിപ്പോഴും അവളോട് പ്രണയമുണ്ട്. കൂടെ നടക്കാൻ അവൾ സമ്മതിച്ചത് സന്തോഷത്തോടെ അവൻ അവളുടെ പുറകെ ചെല്ലുന്നു. ഇതേസമയം ദക്ഷി വേവയുടെ സൂപ്പർ പവറിന്റെ എഫക്റ്റ് കാരണം ഡിങ്ങിനെ വിടാതെ അവന്റെ പുറകെ കൂടിയിരിക്കുകയാണ്. ഇടയ്ക്ക് ഡിങ് അവളെ കൈയോടെ പിടികൂടിയിട്ട്, നീ എന്തിനാണ് എന്നെ ഫോളോ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. സൂപ്പർ മാർക്കറ്റിനുള്ളിലായിരുന്നതിനാൽ അപ്പോൾ കയ്യിൽ കിട്ടിയ സാധനം എടുത്ത് കാണിച്ച്, ഞാൻ അത്യാവശ്യമായി ഇത് വാങ്ങാൻ വന്നതാണ് എന്നവൾ പറയുന്നു. അവൻ പോയി കഴിഞ്ഞപ്പോഴാണ് കയ്യിലിരിക്കുന്നത് ഷേവിംഗ് സെറ്റാണ് എന്നവൾ കണ്ടത്. അവൻ എന്ത് വിചാരിച്ചു കാണും എന്നവൾ ചമ്മലോടെ പറയുന്നുണ്ട്. സിജോങ് കാരണം ലേറ്റായാണ് വേവെ ക്ലാസ്സിലേക്ക് എത്തിയത്. ടീച്ചർ കാണാതെ രണ്ടുപേരും ക്ലാസ്സിനുള്ളിൽ കയറി പറ്റുന്നുണ്ട്. പുറകിലത്തെ സീറ്റിൽ ഇരിക്കേണ്ടി വന്നത് നീ കാരണമാണ്, ഞാൻ എപ്പോഴും ഫ്രണ്ട് റോയിലാണ് ഇരിക്കാറുള്ളത് എന്ന് വേവെ പറഞ്ഞപ്പോൾ, നിനക്ക് മുന്നിലിരിക്കണോ, ഞാൻ കൊണ്ടുപോകാമല്ലോ എന്ന് പറഞ്ഞ് സിജോങ് എഴുന്നേൽക്കാൻ തുടങ്ങിയെങ്കിലും വേവെ പെട്ടെന്ന് അവനെ ബലമായി പിടിച്ചവിടെ ഇരുത്തുന്നു. അവളുടെ പിടുത്തം സിജോങ്ങിന് വളരെ ഇഷ്ടപ്പെടുന്നതിനാൽ അവൻ ചിരിക്കുന്നുണ്ട്. വേവെ പിടിവിട്ടിട്ട് ഇനി എന്നോട് സംസാരിച്ചു പോകരുത് എന്ന് അവന് വാണി കൊടുക്കുന്നു. കുട്ടികളെല്ലാം ഇരുന്ന് ഉറക്കം തൂങ്ങുന്നത് കണ്ട് ടീച്ചർമാർ അറ്റൻഡ് എടുക്കാൻ തുടങ്ങിയത് അപ്പോഴാണ്. വേവയുടെ പേര് വിളിച്ചത് സിജോങ്ങാട് ദേഷ്യപ്പെട്ടതിന്റെ ചൂടിലിരിക്കുന്നതിനാൽ അവൾ കേൾക്കുന്നില്ല. 2 തവണ വിളിച്ചപ്പോൾ സിജോങ് അവളെ തട്ടുന്നു. അവൾ പെട്ടെന്ന് ചാടി നീട്ടി ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നത് കേട്ട് എല്ലാവരും അവളെ ശ്രദ്ധിക്കുന്നുണ്ട്. നീ ഇത്ര ആവശ്യത്തിലിരിക്കുന്ന സ്ഥിതിക്ക് ഇന്നത്തെ ക്ലാസ് ഞാൻ ഹോംവർക്കായിട്ട് തരാം. റീഹാബിലേഷൻ ക്ലാസ് തന്നെ ആദ്യ പ്രസന്റേഷൻ നടത്തിയാൽ മതി. ടീം ലീഡർ നീ തന്നെ ആയിരിക്കുമെന്ന് ടീച്ചർ പറയുന്നു. വേവയ്ക്ക് പണി കിട്ടിയതുകൊണ്ട് സിജോങ് അവിടെ ചിരിക്കുന്നുണ്ട്. ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ, നീ എൻ്റെ കൂടെ നടക്കുന്നത് കണ്ടാൽ കുട്ടികൾ തെറ്റിദ്ധരിക്കും, നമ്മൾ കപ്പിൾസ് ഒന്നുമല്ലോ എന്ന് വേവെ പറയുന്നു. ഇന്നല്ലെങ്കിൽ നാളെ കപ്പിൾസ് ആകുമല്ലോ എന്ന് സിജോങ് പറഞ്ഞപ്പോൾ, ഇവനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് എന്ന് ചിന്തിച്ച് വേവെ അവനോട് എന്തോ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും കുറെ പെൺകുട്ടികൾ ഓടി വന്ന് സിജോങ്ങിനെ വളയുന്നു. അവർ അവൻ്റെ നമ്പർ ചോദിച്ചപ്പോൾ ആ ശബ്ദത്തിൽ മറുപടി പറയാൻ കഴിയാത്തതിനാൽ അവൻ വേവയെ ആംഗ്യം കാണിക്കുന്നു. വേറെ വഴിയില്ലാത്തതിനാൽ എൻ്റെ നമ്പർ ആദ്യം നിങ്ങൾക്ക് തരാം, എന്നിട്ട് അവനെയും നിങ്ങളെയും ഉൾപ്പെടുത്തി ഞാൻ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് അവനുമായി സംസാരിക്കാം എന്ന് പറഞ്ഞ് വേവെ തൻ്റെ നമ്പർ ആ കുട്ടികൾക്ക് നൽകുന്നു. ടീച്ചർ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അവൾ ഒരു വിധത്തിൽ അവിടെ നിന്ന് അവനെയും കൊണ്ട് രക്ഷപ്പെടുന്നു. ലഞ്ച് ടൈമിൽ അവൾ സിജോങ്ങിന് ഇരുവശത്തുള്ള സീറ്റിൽ ചെന്നിരുന്നപ്പോൾ അവൾ വിലക്കിയിട്ട് കൂടി അവൻ എഴുന്നേറ്റ് അവളുടെ തൊട്ടടുത്ത സീറ്റിൽ ചെന്നിരിക്കുന്നു. ആ സമയത്താണ് ദക്ഷി അവൾക്ക് ഓപ്പോസിറ്റായി വന്നിരുന്നത്. അവരെ ഒരുമിച്ച് കണ്ട് അവൾ സംശയത്തോടെ നോക്കുന്നുണ്ട്. ദക്ഷിയെ കണ്ട് വേവയും ആകെ വല്ലാതെയാകുന്നു. അപ്പോഴേക്കും ഡിങ് ദക്ഷിയുടെ തൊട്ടടുത്ത സീറ്റിൽ വന്നിരിക്കുന്നതിനാൽ ദക്ഷിയുടെ ശ്രദ്ധ അങ്ങോട്ടേക്കാവുന്നു. സിജോങ്ങിന്റെ ശബ്ദം എപ്പോൾ ശരിയാവും എന്ന് ഡിങ് ചോദിച്ചപ്പോൾ, നാളെ ശരിയാകുമായിരിക്കും എന്ന് വേവെ പറയുന്നുണ്ട്. ഇടയ്ക്ക് എനിക്കിത് എന്താണ് പറ്റിയത് എന്നൊരു വെളിവ് അവൾക്കുണ്ടാകുന്നു. വേവയുടെ ഷോക്ക് തന്നെയാണ് കാരണം എന്ന് അവൾക്ക് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ബോധം വന്ന സമയത്താണ് വേവെ കഴിക്കുന്നതിനിടയിൽ ചുമയ്ക്കുന്നത് കണ്ട് സിജോങ് അവൾക്ക് വെള്ളം എടുത്ത് കൊടുക്കുന്നതും അവളെ കെയർ ചെയ്യുന്നതും ദക്ഷയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അവൾ വേവയോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. വേവയും പുറകെ ഓടുന്നുണ്ട്. അവർക്കിത് എന്ത് പറ്റിയെന്ന് ഡിങ് ചോദിച്ചപ്പോൾ, എനിക്കറിയില്ല എന്ന് സിജോങ് പറയുന്നു. അവരുടെ ശബ്ദം നോർമലായത് രണ്ടുപേരും അപ്പോഴാണ് അറിയുന്നത്. സിജോങ് ഉടൻ തന്നെ സന്തോഷപരം വേവയെ വിളിച്ച് പറയട്ടെ എന്ന് പറഞ്ഞ് ഫോൺ എടുത്തെങ്കിലും അവൾ ഇപ്പോൾ തന്നെ നിന്നെ മൈൻഡ് ചെയ്യുന്നില്ല. നീ ഈ വിവരം കൂടി പറഞ്ഞാൽ അവൾ പിന്നെ നിന്നോട് മിണ്ടാനേ വരില്ല, അതുകൊണ്ട് തൽക്കാലം വിവരം പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന് ഡിങ് ഉപദേശിച്ചപ്പോൾ സിജോങ് ഫോൺ താഴെ വയ്ക്കുന്നു. വേവയെ ദക്ഷിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് അവൾ എടുക്കാത്തതിനാൽ അവൾ ശരിക്കും എന്നോട് ദേഷ്യത്തിലാണെന്ന് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമ്പോഴാണ് പെങ് അവളെ വഴിയിൽ തടഞ്ഞു നിർത്തി, ഇപ്പോൾ ഫ്രീ ആണെങ്കിൽ നമുക്കൊന്ന് സംസാരിക്കാമായിരുന്നു എന്ന് പറഞ്ഞത്. ഞാനിപ്പോൾ ബിസിയാണ് എന്ന് പറഞ്ഞ് വേവയെ പോകാൻ തുടങ്ങിയപ്പോഴാണ് സിജോങ് അവളെ അന്വേഷിച്ച് വരുന്നത് അവൾ കണ്ടത്. പെട്ടെന്ന് അവൾ പെങ്ങിൻ്റെ പുറകിലൊളിച്ച് അവൻ്റെ മറവിൽ സിജോങ് കാണാതെ വേറെ വഴിക്ക് പെങ്ങിനെ കൊണ്ടുപോകുന്നു. സിജോങ് കണ്ണിൽ നിന്ന് മറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പെങ്ങിൻ്റെ ഡ്രസ്സിൽ പിടിച്ചിരിക്കുന്ന അവൾ ശ്രദ്ധിച്ചത്. പെട്ടെന്ന് അവൾ പിടിവിട്ട് മാറി നിൽക്കുന്നു. ഇവിടുത്തെ ലൈഫ് എങ്ങനെയുണ്ട്, നീ ഇതുമായി അഡ്ജസ്റ്റ് ആയോ? സ്കൂളിൽ പഠിക്കുമ്പോൾ നീ സ്പോർട്സ് യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നിരുന്നെങ്കിൽ നല്ലൊരു ട്രാക്ക് അത്ലറ്റ് ആയേനെ എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു എന്നൊക്കെ പെങ് പറഞ്ഞപ്പോൾ, ഞാനിപ്പോൾ ട്രാക്ക് ചെയ്യാറില്ല എന്നവൾ പറയുന്നു. ഞാനാണോ അതിൻ്റെ കാരണക്കാരൻ എന്ന് പെങ് ചോദിച്ചപ്പോൾ, സ്കൂളിലെ പഴയ കാര്യങ്ങൾ ദയവ് ചെയ്ത് പറയാതിരിക്കാമോ എന്നവൾ ചോദിക്കുന്നു. അവനത് സംബന്ധിച്ചിട്ട് ഇപ്പോൾ നീ എന്താണ് മെയിൻ എടുത്തിരിക്കുന്നത് എന്ന് അന്വേഷിക്കുന്നു. റീഹാബിലേഷൻ ആണ്, സ്പോർട്സ് എക്കോണമി ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ എനിക്ക് പോയിന്റ് കുറവായതിനാൽ അഡ്മിഷൻ കിട്ടിയില്ല. ഇപ്പോഴത്തേത് ചേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ടെന്ന് വേവെ പറയുന്നു. എങ്കിൽ എൻ്റെ സബ്ജക്റ്റിലേക്ക് മാറാൻ അവൻ പറയുന്നു. നീ എന്താണ് ഇവിടെ പഠിക്കുന്നത്? നീ വിദേശത്തേക്ക് പോയി എന്നാണല്ലോ ഞാൻ കേട്ടിരുന്നത്. നീ എന്താണ് പേര് മാറ്റിയതെന്നൊക്കെ വേവെ ചോദിച്ചപ്പോൾ, ഹൈസ്കൂൾ സ്റ്റാഫിനെ കുറിച്ച് പറയേണ്ടത് നീ തന്നെയല്ലേ പറഞ്ഞത്, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നവൻ പറഞ്ഞപ്പോൾ അവൾ സമ്മതിക്കുന്നു. ഇന്ന് സീനിയേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്, അതിലൊരാൾ മെയിൻ സബ്ജക്റ്റ് ചേഞ്ച് ചെയ്തിട്ടുള്ളതാണ്, അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചറിയാമെന്ന് പെങ് പറഞ്ഞെങ്കിലും വേവെ ഒഴിഞ്ഞു മാറുന്നു. നിനക്കിപ്പോഴും എൻ്റെ അടുത്തേക്ക് വരാൻ താല്പര്യമില്ല അല്ലേ? അറ്റ്ലീസ്റ്റ് നിൻ്റെ ഫോൺ നമ്പറെങ്കിലും തരുമോ എന്ന് പെങ് ചോദിച്ചപ്പോൾ വേവെ അവന് നമ്പർ നൽകുന്നു.
അവൾ തിരികെ റൂമിലെത്തിയപ്പോൾ ദക്ഷി താമസം മാറ്റാനായി പെട്ടി പാക്ക് ചെയ്ത് കൊണ്ട് നിൽക്കുകയാണ്. നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല എന്ന് വേവെ പറഞ്ഞു നോക്കിയെങ്കിലും ഞാനും നേരിട്ട് കണ്ടില്ലായിരുന്നെങ്കിൽ നീ ഇത് പിന്നെയും എൻ്റെ അടുത്ത് നിന്ന് ഒളിപ്പിച്ചു വെച്ചേനെ. നിനക്ക് സിജോങ്ങിനെ ഇഷ്ടമാണെങ്കിൽ അതൊക്കെ തുറന്നു പറഞ്ഞാൽ പോരെ എന്ന് ദക്ഷി ചോദിക്കുന്നു. അവനെ ഇഷ്ടപ്പെടാൻ എനിക്ക് ഭ്രാന്തൊന്നുമില്ല എന്ന് വേവെ പറഞ്ഞപ്പോൾ നിന്റെ കയ്യിൽ ഇപ്പോൾ പെങ്ങുണ്ടല്ലോ, അവന്റെ മേലും എന്തെങ്കിലും ചെയ്യും, അപ്പോൾ രണ്ടുപേരും നിന്റെ കയ്യിലിരിക്കുമെന്ന് ദക്ഷി പറയുന്നു. അത് കടന്ന് വേവെ നിശബ്ദയാകുന്നു. പറഞ്ഞത് കുറച്ച് കൂടിപ്പോയോ എന്ന് ദക്ഷിക്ക് തോന്നിയെങ്കിലും തോറ്റുകൊടുക്കാൻ തയ്യാറില്ലാത്തതിനാൽ അവൾ പെട്ടിയും എടുത്ത് പോകുന്നു. വേവെ പിന്നീട് അവളെ തടയാൻ ശ്രമിച്ചില്ല. ദക്ഷി തെറ്റിദ്ധരിച്ച് പോയതോർത്ത് കളിച്ചിരിക്കുമ്പോഴാണ് ഇന്ന് മുഴുവൻ എന്നെ കെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നീ ഇതെവിടെയാണെന്ന് ചോദിച്ച് സിജോങ്ങിന്റെ കോൾ അവൾക്ക് വന്നത്. എന്നെ ഒന്ന് വെറുതെ വിട്ടിട്ട് നിനക്ക് ട്രെയിനിങ് പോയിക്കൂടെ എന്ന് വേവെ ചോദിച്ചപ്പോൾ നീ താഴേക്ക് ഇറങ്ങി വന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് വിളിച്ചു പോകും എന്നവൻ പറയുന്നതിനാൽ വേവെ ദേഷ്യത്തിൽ ഫോൺ വയ്ക്കുന്നു. അവൾ ലൈബ്രറിയിൽ ചെന്ന് ക്ലാസ് മോണിറ്ററിന്റെ അടുത്ത് ഇരുന്നപ്പോൾ സിജോങ് അവൾക്ക് മുന്നിൽ ചെന്നിരിക്കുന്നു. വേവെ അവനെ കണ്ടെങ്കിലും വലിയ മൈൻഡൊന്നും ചെയ്യാതെ മോണിറ്ററിനോട് നമുക്ക് എക്സ്ട്രാ പോയിന്റ്സ് കിട്ടാൻ വല്ല വഴിയുമുണ്ടോ എന്ന് അന്വേഷിക്കുന്നു. ഒരു ക്ലബ്ബ് തുടങ്ങിയാൽ പോയിന്റ് കിട്ടും. ഞാനൊരു മസാജ് ക്ലബ്ബ് തുടങ്ങുന്ന കാര്യം ആലോചിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഏറ്റവും കുറഞ്ഞത് 10 അംഗങ്ങളെങ്കിലും വേണം. നീയും കൂടി എനിക്കൊപ്പം കൂടാമെങ്കിൽ നന്നായിരുന്നു എന്ന് മോണിറ്റർ പറഞ്ഞപ്പോൾ ഞാനും കൂടി ആയാൽ മൊത്തം എത്ര പേരാകുമെന്ന് വേവെ ചോദിക്കുന്നു. നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ എന്ന് അവൻ പറഞ്ഞപ്പോൾ വേവയ്ക്ക് ചിരി വന്നെങ്കിലും എന്തായാലും തുടങ്ങാം, നമുക്ക് ക്ലബിൻ്റെ ഫണ്ടേഴ്സ് ആവാം എന്നവൾ സമ്മതിക്കുന്നു. അംഗങ്ങളെ ക്യാൻവാസ് ചെയ്യാനും മറ്റുമായി നമുക്കൊരു സർവേക്ക് പോയാലോ എന്ന് വേവെ ചോദിച്ചപ്പോൾ ഇപ്പോഴോ എന്ന് ചോദിച്ച് അവൻ വായിച്ചുകൊണ്ടിരുന്ന പുസ്തകത്തിൽ എന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും അതുവരെ ഇതെല്ലാം ക്ഷമയോടെ കേട്ടുകൊണ്ടിരുന്ന സിജോങ് എഴുന്നേറ്റ് വേവയും പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അവൻ്റെ സ്പീഡിലുള്ള നടത്ത കാരണം വേവെ അവൻ്റെ കൂടെ ഓടേണ്ടി വന്നു എന്ന് തന്നെ പറയാം. കുറേ ദൂരമായപ്പോൾ അവൾ അവൻ്റെ കയ്യിൽ നിന്ന് ബലമായി കുതിറി മാറിയിട്ട് നീ എന്താണ് ഈ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല എന്ന് സിജോങ് പറയുന്നു. പെട്ടെന്നുള്ള മറുപടി ആയിരുന്നതിനാൽ ശബ്ദം മാറ്റാൻ അവൻ മറന്നിരുന്നു. അവൻ്റെ ശബ്ദം നേരെയായി എന്ന് വേവെ അപ്പോഴാണ് അറിഞ്ഞത്. നീ അപ്പോൾ കള്ളം പറഞ്ഞതാണല്ലേ എന്ന് ചോദിച്ചപ്പോൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയെങ്കിലും നിനക്ക് സർവേ നടത്തണ്ടേ, ഞാൻ സഹായിക്കാം എന്നവൻ പറഞ്ഞത് കേട്ട് അവൾ തിരിഞ്ഞു നിന്നിട്ട് നീ എന്തിനാണ് എന്നെ സഹായിക്കുന്നതെന്ന് ചോദിക്കുന്നു. നീ എൻ്റെ ഗേൾഫ്രണ്ട് അല്ലേ, നിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമല്ലേ എന്നവൻ പറഞ്ഞപ്പോൾ എതിർത്ത് പറഞ്ഞിട്ട് കാര്യമില്ലാത്തത് കൊണ്ട് സർവേക്ക് പോകാമെന്ന് അവൾ സമ്മതിക്കുന്നു. അതിനുവേണ്ടിയുള്ള വിവരങ്ങൾ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞവൾ ഫോണിൽ നോക്കാൻ തുടങ്ങുന്നു. തലയിൽ വെയിൽ കൊള്ളുന്നതിനാൽ അവൾ കൈയെടുത്ത് തലയ്ക്ക് മുകളിൽ വെക്കുന്നുമുണ്ട്. അതുകൊണ്ട് സിജോങ് ഒരു തൊപ്പി അവളുടെ തലയിൽ വെച്ചു കൊടുക്കുന്നു. അത് വേവയിൽ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കുന്നുണ്ട്. നീ ഒന്നും അറിയേണ്ട കാര്യമില്ല, എൻ്റെ കൂടെ വന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞവൻ അവളെയും കൊണ്ട് പോകുന്നു. സർവേ ചെയ്യാൻ സിജോങ് ശരിക്കും അവളെ സഹായിച്ച് അവളുടെ കൂടെ തന്നെ നിൽക്കുന്നു. ക്ലബിലേക്ക് ആവശ്യത്തിന് ആളായി കഴിഞ്ഞപ്പോൾ വേവെ അവനെയും കൊണ്ട് ഒരു കഫേയിലേക്ക് പോകുന്നു. നീ ഇതുവരെ എനിക്കൊരു മറുപടി തന്നില്ലല്ലോ എന്ന് സിജോങ് പറഞ്ഞപ്പോൾ നിനക്ക് എന്നോടുണ്ടെന്ന് പറയുന്ന ഈ ഫീലിംഗ് പെട്ടെന്ന് തോന്നിയതല്ലേ, അല്ലാതെ ശരിക്കും എന്നെ ഇഷ്ടപ്പെടാൻ എന്തെങ്കിലും കാരണമുണ്ടോ? ചിലപ്പോൾ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്നെ ഇഷ്ടപ്പെട്ടതോർത്ത് നീ ദുഃഖിച്ചേക്കും, നിനക്ക് വട്ടായോ എന്ന് വരെ ചിന്തിക്കും എന്നൊക്കെ അവൾ പറഞ്ഞു നോക്കിയെങ്കിലും അങ്ങനെയൊന്നുമല്ല, എനിക്ക് ശരിക്കും ഇഷ്ടമായിട്ട് തന്നെയാണെന്ന് അവൻ പറയുന്നു. സൂപ്പർ പവറിൻ്റെ കാര്യം പറയാൻ കഴിയാത്തത് കൊണ്ട് ഇതെല്ലാം എൻ്റെ തെറ്റാണ് എന്ന് മാത്രം പറഞ്ഞിട്ട് അവൾ എഴുന്നേറ്റ് പോകുന്നു. അന്ന് ട്രെയിനിങ്ങിന് ചെന്നപ്പോൾ അവൻ മൂഡ് ഓഫ് ആയിരിക്കുന്നത് കണ്ട് ഡിങ് വിവരം അന്വേഷിക്കുന്നു. വേവെ റിജക്റ്റ് ചെയ്ത കാര്യം സിജോങ് പറഞ്ഞപ്പോൾ നിനക്ക് ലവിൻ്റെ കാര്യത്തിൽ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും അവൾ റിജക്റ്റ് ചെയ്തത്. പെൺകുട്ടികൾക്ക് പൂക്കളും പാട്ടും ആഘോഷവും ഒക്കെയാണ് ഇഷ്ടം. അങ്ങനെ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയിട്ടൊന്ന് പറഞ്ഞു നോക്കാൻ ഡിങ് അവനെ ഉപദേശിക്കുന്നു. അതനുസരിച്ച് സിജോങ് ഒരു മാപ്പ് വരച്ച് തരാക്കുന്നു. ഈ മാപ്പ് കണ്ട് അവൾക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റുമോ എന്ന് സംശയമാണെന്ന് ഡിങ് പറഞ്ഞപ്പോൾ സ്ഥലം ഏതാണെന്ന് നിനക്ക് പിടികിട്ടിയല്ലോ എന്ന് സിജോങ് ചോദിക്കുന്നു. അത് ഞാൻ നിന്റെ കൂടെ നിന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവില്ലായിരുന്നു എന്ന് ഡിങ് പറയുന്നു. അവളെ അവിടെ എത്തിച്ചിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നും സിജോങ് ഡിങ്ങിനോട് പറയുന്നുണ്ട്. പക്ഷേ അവൻ്റെ സംസാരം കേട്ടപ്പോൾ തന്നെ അവൻ വ്യക്തമായി ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല എന്ന് ഡിങ്ങിന് മനസ്സിലാക്കുന്നു. നീ അവളെ അവിടെ എത്തിക്കുക, ബാക്കി ഞാൻ എത്തിയെന്ന് പറഞ്ഞ് ഡിങ് എവിടേക്കോ പോകുന്നു. സിജോങ് ആ മാപ്പിൻ്റെ ഫോട്ടോ എടുത്ത് വേവയ്ക്ക് അയച്ചു കൊടുത്തിട്ട് അത്യാവശ്യമായി ഇവിടേക്കൊന്ന് വരണം, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് മെസ്സേജ് അയക്കുന്നു. ഇവൻ എന്താണ് ഇത്ര അത്യാവശ്യമെന്ന് പറഞ്ഞെങ്കിലും വേവെ അവിടേക്ക് പോകാനായി ഇറങ്ങുന്നു. മാപ്പ് നോക്കി കുറേ മുന്നോട്ട് പോയെങ്കിലും ഇടയ്ക്ക് വഴി മനസ്സിലാവാതെ അവളാകെ കൺഫ്യൂഷനായി നിന്ന് പോകുന്നു. അതിൻ്റെ സമീപത്തായി പെങ് അവൻ്റെ ഫ്രണ്ട്സിനൊപ്പം ഇരുന്ന് ഡിന്നർ കഴിക്കുന്നുണ്ടായിരുന്നു. അവർ കുറേ കാലമായി പറയുന്ന അവൻ ഇഷ്ടമുള്ള പെൺകുട്ടിയെ ഇനിയെങ്കിലും ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തരുമോ എന്ന് കൂട്ടുകാർ പെങ്ങിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വേവെ അവിടെ അടുത്ത് തന്നെ നിൽക്കുന്നത് അവൻ കണ്ടത്. അവൻ വേഗം എഴുന്നേറ്റ് പോയി അവളെ ഡിന്നറിന് ക്ഷണിച്ചെങ്കിലും അവൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു. മുമ്പ് ഞാൻ സൂചിപ്പിച്ച മെയിൻ സബ്ജക്റ്റ് ചേഞ്ച് ചെയ്ത എൻ്റെ ക്ലാസ്മേറ്റിനെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് പെങ് അവളെ നിർബന്ധിച്ച് കൊണ്ടുപോയി ഫ്രണ്ട്സിന് പരിചയപ്പെടുത്തുന്നു. മെയിൻ സബ്ജക്റ്റ് ചേഞ്ച് ചെയ്ത സീനിയറെ പ്രത്യേകം പരിചയപ്പെടുത്തുന്നു. സബ്ജക്റ്റ് ചേഞ്ച് ചെയ്യാൻ തോന്നാനുള്ള കാരണം പെങ്ങാണോ എന്ന് സീനിയർ അവളോട് ചോദിച്ചപ്പോൾ ഒരിക്കലുമല്ല, ഞങ്ങൾ തമ്മിലൊരു ബന്ധവുമില്ല എന്ന് വേവെ പറയുന്നുണ്ട്. പെങ് നിന്നെക്കുറിച്ച് എപ്പോഴും പറയാറുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാണ് എന്ന് അവൾ പറയുന്നു. ഈ സമയം ഇഷ്ടം തുറന്നു പറയാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി ഡിങ് കൊണ്ടുവന്ന വണ്ടിയുമായി അവനൊപ്പം വേവയെ കാത്തു നിൽക്കുകയാണ് സിജോങ്. അവൾ വരാൻ താമസിക്കുന്നത് കൊണ്ട് അവളുടെ ഫോണിലേക്ക് അവൻ വിളിക്കുന്നുണ്ട്. കോൾ കണ്ടെങ്കിലും അവളത് അറ്റൻഡ് ചെയ്യുന്നില്ല. കുറച്ച് സമയത്തിനുള്ളിൽ പവർ കട്ട് ഉണ്ടാകും എന്ന അറിയിപ്പ് ഫോണിൽ വന്നത് കണ്ടപ്പോൾ ഇന്നത്തെ പ്ലാൻ മുഴുവൻ കുളമാകുമെന്നാണ് തോന്നുന്നത് എന്ന് ഡിങ് പറയുന്നുണ്ട്. സിജോങ് അക്ഷമനായി ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് വേവെ പെങ്ങിനൊപ്പം നിൽക്കുന്ന ഫോട്ടോ ആരോ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തത് ഡിങ്ങിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അവനത് സിജോങ്ങിനെ കാണിച്ച ഉടൻ തന്നെ സിജോങ് അവളെ അന്വേഷിച്ചു ഓടുന്നു. വേവെ പെങ്ങിന്റെ ഫ്രണ്ട്സുമായി സംസാരിച്ചിരിക്കുന്നതിനിടയിലേക്ക് ചെന്ന് കയറി
അവളെ ബലമായി പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് നീ എന്തിനാണ് എന്നെ വെറുതെ വെയിറ്റ് ചെയ്യിപ്പിച്ചത് എന്ന് ചോദിച്ച് കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങുന്നു. വേഗം എതിർക്കാൻ ശ്രമിക്കുന്നത് കണ്ട് അവളെ വിടാൻ പെങ് പറഞ്ഞെങ്കിലും നീ ഇതിൽ ഇടപെടേണ്ട എന്ന് പറഞ്ഞ് സിജോങ് അവളെയും കൊണ്ട് പോകുന്നു. പെങ് അവർക്ക് പുറകെ പോകാൻ എഴുന്നേറ്റിപ്പോഴേക്കും അവൻ്റെ തൊട്ടടുത്ത് ഫിറ്റായിരുന്ന ഫ്രണ്ട്സ് അവൻ്റെ ദേഹത്തേക്ക് വാള് വയ്ക്കുന്നതിനാൽ അവൻ അവരെ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. സിജോങ് താൻ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നിടത്തേക്കാണ് വേവയെ കൂട്ടിക്കൊണ്ട് പോയത്. അപ്പോഴേക്കും കറണ്ട് പോയിരുന്നു. ഈ പഴയ വണ്ടി കാണിക്കാനാണോ നീ എന്നെ വിളിപ്പിച്ചത് എന്ന് വേവയെ ചോദിച്ചപ്പോൾ മൂടിയിട്ടിരുന്ന തുണി അവനെടുത്ത് മാറ്റുന്നു. അതിൽ ഹെഡ് ഷേപ്പിൽ വളരെ ഭംഗിയായി പൂക്കൾ അടുക്കി വെച്ചിരിക്കുന്നത് കണ്ട് വേവയുടെ മനസ്സിളങ്ങുന്നുണ്ട്. ഇതെൻ്റെ മനസ്സാണ്, എനിക്കൊരു മറുപടി തന്നുകൂടെ? ഞാൻ നല്ലതുപോലെ ആലോചിച്ചാണ് പറയുന്നത്. എനിക്ക് നിന്നെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ കഴിയുന്നില്ല. എന്താണ് നിന്റെ മറുപടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സിജോങ് വേവയ്ക്ക് അരികിലേക്ക് ചെല്ലുന്നു. അവൻ അടുത്ത് വരുന്തോറും പുറകിലേക്ക് നീങ്ങി അവസാനം ഭിത്തിയിൽ ഇടിച്ചു നിൽക്കുന്നു. ഇത്തവണ സിജോങ്ങിൻ്റെ ഈ ചോദ്യവും പറച്ചിലുമെല്ലാം വേവയുടെ മനസ്സിനെ ശരിക്കും ഇളക്കുന്നുണ്ട്. അവൻ തൊട്ടടുത്തെത്തിയപ്പോൾ അവൾ പോലും അറിയാതെ ഹെഡ് ബീറ്റ് കൂടുന്നു. ഭിത്തിയിലേക്ക് ഇടിക്കുന്ന കൂട്ടത്തിൽ അവളുടെ കൈ ശക്തമായി അവിടെ തൂങ്ങിയിരുന്ന ലൈറ്റിൻ്റെ വയറിൽ തട്ടുകയും ഹെഡ് ബീറ്റ് കൂടിയത് കൊണ്ട് തന്നെ അതിലൂടെ വൈദ്യുതി പാസ് ചെയ്ത് പോവുകയും ചെയ്യുന്നു. അതോടെ അവിടെ മുഴുവൻ പ്രകാശം പരക്കുന്നു. പവർ കട്ട് സമയത്ത് ആ ഗ്രൗണ്ടിലെ ലൈറ്റുകൾ മുഴുവൻ തെളിഞ്ഞത് കണ്ട് സിജോങ് അമ്പരന്ന് നിൽക്കുമ്പോൾ വേവെ കൈ പിൻവലിച്ചിട്ട് അവിടെ നോടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. സിജോങ് അവളെ പിന്തുടർന്ന് ചെന്ന് വീണ്ടും പിടിച്ചു നിർത്തിയിട്ട് എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരിക്കാൻ പറയുന്നു. വേവയുടെ ഹെഡ് ബീറ്റ് അപ്പോഴും ഉയർന്നു തന്നെ ആയിരുന്നതിനാൽ ഷോക്ക് അടിക്കുമ്പോൾ അവൻ വീണ്ടും തന്നെ കണ്ട് പ്രശ്നമാകണ്ട എന്ന് കരുതി അവൾ പെട്ടെന്ന് അവനെ കെട്ടിപ്പിടിക്കുന്നു. സിജോങ്ങിന്റെ ശരീരത്തിൽ അവളുടെ കയ്യിൽ നിന്ന് ഷോക്ക് അടിക്കുന്നുണ്ട്. അവൾ പെട്ടെന്ന് കെട്ടിപ്പിടിച്ചത് കാരണം അല്ലെങ്കിൽ ഷോക്കായി നിൽക്കുകയായിരുന്നു അവൻ. ഹെഡ് ബീറ്റ് കുറഞ്ഞ് പതുക്കെ നോർമലായി തുടങ്ങിയപ്പോൾ വേവെ പെട്ടെന്ന് പിടിവിട്ട് പിന്മാറുന്നു. അവിടെ ലൈറ്റുകൾ കത്തിയതും ഇവിടെ എനിക്ക് ഷോക്ക് അടിച്ചതും എങ്ങനെയാണ് എന്ന് സിജോങ് ചോദിച്ചിട്ടും അവൾക്ക് മറുപടി പറയാൻ ഒരു ഉദ്ദേശവുമില്ല എന്ന് കണ്ട് ഞാൻ പോലീസിൽ പറയാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് സിജോങ് തിരിഞ്ഞു നടന്നപ്പോൾ വേവെ അവനെ പിടിച്ചു നിർത്തിയിട്ട് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാനുള്ള തൻ്റെ സൂപ്പർ പവറിനെ കുറിച്ച് വിശദീകരിക്കുന്നു. അതിൻ്റെ എഫക്റ്റായ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ കെട്ടിപ്പിടിച്ചത്, തെറ്റിദ്ധരിക്കേണ്ട എന്നും അവൾ പറയുന്നു. ഇപ്പോൾ എന്നോട് തോന്നുന്ന ഈ ഇഷ്ടം വെറും സാങ്കല്പികം മാത്രമാണ് എന്നും 24 മണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ എഫക്റ്റ് മാറുമെന്നും അവൾ പറഞ്ഞെങ്കിലും അവനത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വേവെ പോയി കഴിഞ്ഞ ഉടൻ അവൻ ഡിങ്ങിനെയും കൊണ്ട് സ്വിമ്മിംഗ് പ്രാക്ടീസിന് പോകുന്നുണ്ട്. ഇത്തവണ അവൻ്റെ ടൈമിങ്ങിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഹൈസ്കൂളിലെ റെക്കോർഡ് സ്കോറിലെത്താൻ അധികം താമസം ഉണ്ടാവില്ല എന്ന് ഡിങ് പറഞ്ഞെങ്കിലും സിജോങ് അതുകൊണ്ട് തൃപ്തനാവുന്നില്ല. വേവെ പറഞ്ഞതെല്ലാം മനസ്സിൽ അലട്ടിക്കൊണ്ടിരുന്നതിനാൽ അതിനെക്കുറിച്ച് പൂർണ്ണമായി ഒന്നും തുറന്നു പറയാതെ സിജോങ് ഡിങ്ങിനോട് എന്തൊക്കെയോ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അവൻ എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് ഡിങ്ങിന് ഒരു ഐഡിയയും കിട്ടുന്നുണ്ടായിരുന്നില്ല. രാത്രി റൂമിലെത്തിയിട്ടും സിജോങ്ങിൻ്റെ മനസ്സ് ശാന്തമാവുന്നില്ല. വേവെ പറഞ്ഞതൊക്കെ സത്യമായിരിക്കുമോ എന്നറിയാൻ സമാനമായ സംഭവങ്ങൾ വല്ലതും ഇന്റർനെറ്റിൽ ഉണ്ടോ എന്നൊക്കെ അവൻ തിരയുന്നു. അവൾ പറഞ്ഞതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കുറേ ന്യൂസ് അവൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നതിനാൽ അവൾ പറഞ്ഞതൊക്കെ സത്യമായിരിക്കും എന്നവൻ ഉറപ്പാക്കുന്നു. പക്ഷേ വേവയെ അങ്ങനെ വെറുതെ വിടാൻ അവൻ തയ്യാറില്ലായിരുന്നു. നീ ഷോക്കടിപ്പിച്ച് എൻ്റെ 48 മണിക്കൂറുകളാണ് നഷ്ടമാക്കിയത്. അതിന് പരിഹാരമായി നിന്റെ 24 മണിക്കൂർ എനിക്ക് തന്നേ പറ്റൂ എന്ന് പറഞ്ഞ് അവൻ അവൾക്ക് മെസ്സേജ് അയക്കുന്നു. പക്ഷേ അതിന് തക്ക ബന്ധമൊന്നും നമുക്കിടയിലില്ല എന്ന് പറഞ്ഞ് വേവെ അപ്പോൾ തന്നെ അത് റിജക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ സിജോങ് അടുത്ത ദിവസം രാവിലെ മുതൽ തന്നെ വേവയെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു. അവൾ ക്യാൻറ്റീനിൽ ഫുഡ് വാങ്ങാൻ ചെന്നപ്പോൾ അവനും കൂടെ ചെന്ന് കുറേ ഭക്ഷണം ഓർഡർ ചെയ്തിട്ട് ബിൽ അവൾ തരും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തിനാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ച് വേവ എതിർക്കുന്നു. അവിടെയും ഇവിടെയും തൊടാതെ കറണ്ടുമായി ബന്ധപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ച് സിജോങ് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതിനാൽ വേവെ അവനൊന്നും പുറത്തു പറയാതിരിക്കാൻ പെട്ടെന്ന് തന്നെ അവൻ്റെ ബിൽ പേ ചെയ്യുന്നു. ഭക്ഷണവുമായി കഴിക്കാൻ ചെന്നിരുന്നപ്പോൾ ഒരു ഗ്ലാസ് പാൽ കൂടി വേണം എന്നവൻ പറഞ്ഞപ്പോൾ അവൾ ദേഷ്യം കടിച്ചു പിടിച്ചുകൊണ്ട് അതും വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നു. സിജോങ് വിടാൻ ഭാവമില്ലാതെ കൊഞ്ചു പൊളിച്ചു തരാൻ പറഞ്ഞപ്പോൾ അത് കുറച്ച് കൂടുതലല്ലേ എന്ന് ചോദിച്ച് അവൾ എതിർത്തെങ്കിലും അവൻ വീണ്ടും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവൾ അതും ചെയ്തു കൊടുക്കുന്നു. സിജോങ് പിന്നെയും അവളെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കുന്നുണ്ട്. അവൾ അവന് ചെറിയ ഫാനും പിടിച്ച് കാറ്റ് കൊള്ളിച്ചുകൊണ്ട് പുറകെ പോകുന്നത് വഴിക്ക് വെച്ച് ദക്ഷി കാണാനിടയാകുന്നു. ദേഷ്യം കാരണം അവൾ ആ വഴിക്ക് പോകാതെ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ അബദ്ധത്തിൽ അവിടേക്ക് വരുന്ന ഡിങ്ങിനെ ഇടിക്കുന്നു. വേവയോടുള്ള ദേഷ്യം അവൻ മനഃപൂർവ്വം വന്നിടിച്ചതാണ് എന്ന് പറഞ്ഞ് അവനോട് തട്ടിക്കാരി ദക്ഷി തീർക്കുന്നുണ്ട്. സിജോങ്ങും വേവയും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ദക്ഷി ഡിങ്ങിനോട് ചോദിച്ചെങ്കിലും പെട്ടെന്ന് തന്നെ എനിക്ക് അതറിയേണ്ട കാര്യമില്ല എന്ന് അവൾ അതെന്നെ പറഞ്ഞപ്പോൾ അത് ശരിയാണ്, നീ എന്തിനാണ് അത് അറിയുന്നതെന്ന് ഡിങ്ങിൻ ചോദിക്കുന്നു. ദക്ഷിക്ക് അത് കേട്ടപ്പോൾ ഒന്നുകൂടി ദേഷ്യം വരുന്നതിനാൽ നീ എന്നോട് മനഃപൂർവ്വം വഴക്കുണ്ടാക്കുന്നത് എന്നെ ഇഷ്ടമായിട്ടാണോ? അത് പക്ഷേ ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. നിന്നെപ്പോലെ ഒരു അഹങ്കാരി ആരിഷ്ടപ്പെടാനാണ് എന്ന് ഡിങ് പുറകിൽ നിന്ന് ദേഷ്യത്തിൽ വിളിച്ചു ചോദിക്കുന്നുണ്ട്. കുറേ സമയം കൂടി വേവയെ വട്ടം ചുറ്റിച്ച ശേഷം ഇന്ന് ഇത്രയും മതി, ബാക്കി നമുക്ക് നാളെ തുടരാം എന്ന് സിജോങ് പറഞ്ഞപ്പോൾ ഇനി നാളെ എന്തിനാണ് എന്ന് വേവ ചോദിക്കുന്നു. 24 മണിക്കൂറല്ലേ ഞാൻ പറഞ്ഞത്, അതിൽ നിന്ന് 1 സെക്കൻഡ് പോലും കുറയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിനക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഹോസ്റ്റൽ മുറിയിലേക്ക് പോരെ, നമുക്ക് ഒരുമിച്ച് തുണിയലക്കും ക്ലീനിങ്ങും ഒക്കെ ചെയ്യാം എന്നവൻ പറഞ്ഞപ്പോൾ വേവ കയ്യിലിരുന്ന കവറെല്ലാം കൂടി അവൻ്റെ കയ്യിലേക്ക് പിടിപ്പിച്ചിട്ട് വേഗം അവിടെ നിന്ന് പോകുന്നു. അന്ന് രാത്രി ഹോസ്റ്റൽ മുറിയിൽ വെച്ച് വേവെ തൻ്റെ റൂമിലുള്ള മറ്റ് 2 പേർക്കും നാളെ ക്ലാസ്സിൽ സബ്മിറ്റ് ചെയ്യേണ്ട പ്രൊജക്റ്റിൻ്റെ പവർ പോയിന്റ് സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് 2 പേരോടും അതിനെക്കുറിച്ച് പറയുന്നു. നമ്മളാണ് ആദ്യം പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് തിരക്കായതുകൊണ്ട് ഞാൻ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്, 2 പേരും സമയത്ത് ക്ലാസ്സിൽ കാണണം എന്നവൾ 2 പേരെയും ഓർമ്മിപ്പിക്കുന്നു. നന്ദി സൂചകമായി ഒരാൾ മേശപ്പുറത്തിരിക്കുന്ന നൂഡിൽസും മറ്റേ ഡ്രിങ്ക്സും എടുത്തോളാൻ വേവയോട് പറയുന്നു.
അധികം സംസാരിക്കാത്ത ജിൻ സംസാരിച്ചത് കേട്ടപ്പോൾ നിന്റെ ശബ്ദം നല്ലതാണ്, ഞങ്ങളോട് കൂടുതൽ സംസാരിക്കാൻ ശ്രമിക്കണമെന്ന് വേവെ അവളോട് പറയുന്നുണ്ട്. അടുത്ത ദിവസം വേവെ ക്ലാസ്സിലെത്തിയപ്പോൾ മിക്കവാറും ക്ലാസ്സിൽ വരാറില്ലാത്ത യൂഷിനും അന്ന് ക്ലാസ്സിൽ വന്നിരിക്കുന്നത് കണ്ട് അവൾ ഓടിച്ചെന്ന് യൂഷിനോട് സംസാരിക്കുന്നുണ്ട്. ആ സമയത്താണ് സിജോങ് ക്ലാസിന്റെ വാതിൽക്കൽ എത്തിയത്. അവനെ കണ്ട് വേവെ സീറ്റിൽ പോയിരിക്കുന്നു. സിജോങ് അവളുടെ തൊട്ടുപുറകിലെ സീറ്റിലും. അവൻ വേവയുടെ ബോയ് ഫ്രണ്ട് ആണോ എന്ന് യൂഷിൻ അവരുടെ ഗ്രൂപ്പ് ലീഡറോട് ചോദിക്കുന്നു. സിജോങ്ങിന് വേവെ ഇഷ്ടമാണെന്നാണ് തോന്നുന്നത്, പക്ഷേ വേവയ്ക്ക് ഒട്ടും താല്പര്യമില്ല എന്ന് അവൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും ടീച്ചർമാർ ആ പ്രൊജക്ട് അവതരിപ്പിക്കാൻ വേവയെ വിളിക്കുന്നു. പക്ഷേ ലാപ്ടോപ്പിൽ എന്തോ നോക്കിക്കൊണ്ടിരുന്ന അവൾ അത് കേൾക്കാഞ്ഞതിനാൽ സിജോങ് അവളെ തട്ടുന്നു. വേവ പരിസരം പോലും മറന്ന് ചാടി എണീറ്റ് അവന്റെ നേർക്ക് തിരിച്ചുകൊണ്ട് നിനക്ക് എന്താണ് വേണ്ടത് എന്ന് ഉച്ചത്തിൽ ചോദിക്കുന്നു. അതിനുശേഷമാണ് ക്ലാസ്സിലാണല്ലോ ടീച്ചർ ഉണ്ടല്ലോ എന്നൊക്കെയുള്ള ബോധം അവൾക്കുണ്ടായത്. ചമ്മലോടെ അവൾ ടീച്ചറിന്റെ നേർക്ക് തിരിഞ്ഞപ്പോൾ വന്ന് പ്രൊജക്ട് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാൻ ടീച്ചർ ദേഷ്യത്തിൽ പറയുന്നു. വേവയും ഗ്രൂപ്പ് ലീഡറും കൂടി പ്രൊജക്ട് പ്രസന്റ് ചെയ്യുന്നു. പ്രസന്റേഷൻ കഴിഞ്ഞപ്പോൾ ഒരു സംശയമുണ്ട് എന്ന് പറഞ്ഞ് സിജോങ് എഴുന്നേറ്റ് എന്ന് ഇലക്ട്രിസിറ്റി ചേർത്തെന്തോ സംശയം ചോദിച്ചപ്പോൾ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് ചോദിക്കാൻ വേവെ പറയുന്നു. അവൻ വീണ്ടും അതിനെക്കുറിച്ച് തന്നെ എന്തോ ചോദിച്ചപ്പോൾ ലീഡർ മറുപടി നൽകുന്നു. സമയക്കുറവ് കാരണം ടീച്ചർ ഇടപെട്ട് അടുത്ത ഗ്രൂപ്പിനോട് പ്രൊജക്ട് അവതരിപ്പിക്കാൻ പറഞ്ഞത് കാരണം തൽക്കാലം വേവെ രക്ഷപ്പെട്ടു. ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ 24 മണിക്കൂറിൽ ബാക്കിയുള്ള സമയം എനിക്ക് തന്നേ പറ്റൂ. ഞാൻ നിന്നെ പിക്കാച്ചോ എന്ന് ഇരട്ടപ്പേര് വിളിക്കട്ടെ എന്നൊക്കെ ചോദിച്ച് സിജോങ് അവളെ ഫോളോ ചെയ്യുന്നു. പക്ഷേ വേവെ അവനെ ഒഴിവാക്കി അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. നേരത്തെ അവളുടെ കുഴപ്പം കൊണ്ടാണ് ഞാൻ പുറകിൽ നടന്നതെങ്കിൽ ഇപ്പോൾ എനിക്കിതെന്താണ് പ്രശ്നം? ഞാൻ എന്തിനാണ് വീണ്ടും അവളുടെ പുറകിൽ നടക്കുന്നതെന്ന് സിജോങ് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡിങ് അവൻ്റെ അടുത്തേക്ക് ചെന്ന് വേവെ സിസ്റ്ററിനെ കുറിച്ചാണോ നീ ഇത്ര തലപുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അന്വേഷിക്കുന്നു. ഞങ്ങൾ തമ്മിൽ ബന്ധമൊന്നുമില്ല, നീ അവളെ സിസ്റ്റർ എന്ന് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് സിജോങ് അവനോട് ദേഷ്യപ്പെടുന്നുണ്ട്. സിജോങ്ങിനെ പ്രൊവിഷൻ ടീമിൻ്റെ ഭാഗമാക്കാൻ ക്ഷണിച്ചുകൊണ്ട് ഒരു കമ്പനിയുടെ മാനേജർ അവൻ്റെ പേരൻസിനെ കാണാനായി പോകുന്നു. ആ കമ്പനിയിൽ തന്നെ ഇന്റേണലായി ജോലി ചെയ്യുന്ന പെങ്ങും അയാൾക്കൊപ്പം പോകുന്നുണ്ട്. സിജോങ് കോളേജിൽ വളരെ പോപ്പുലർ ആയതുകൊണ്ട് തന്നെ പരസ്യത്തിൽ അഭിനയിക്കാനും പ്രോവിൻസ് ടീമിൽ ചേരുന്നതിനും മറ്റും അവർ രണ്ടുപേരും അവൻ്റെ പേരൻസിനോട് മാറി മാറി സംസാരിച്ചെങ്കിലും സിജോങ്ങിൻ്റെ പരിക്കിൻ്റെ വിവരം പുറത്തു പറയാൻ കഴിയാത്തതുകൊണ്ട് അവർ വ്യക്തമായ മറുപടി നൽകാതെ ആലോചിക്കാം എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയക്കുന്നു. ഫിസിയോതെറാപ്പി ക്ലബ്ബ് രൂപീകരിക്കുന്നതിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ ചെന്നപ്പോൾ സ്റ്റുഡൻസ് കൗൺസിലിൻ്റെ പ്രസിഡന്റാണ് ഇതിനെക്കുറിച്ച് തീരുമാനിക്കേണ്ടത് എന്ന് അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസ് പറയുന്നു. മുമ്പ് പിക്കാച്ചുവിന്റെ തല വേവയെ കടം വാങ്ങിയിരുന്നില്ലേ, അയാളായിരുന്നു സ്റ്റുഡൻസ് കൗൺസിൽ പ്രസിഡന്റ്. വേവയെ കണ്ടപ്പോഴും ക്ലബിനെ കുറിച്ച് അറിഞ്ഞപ്പോഴും ഇപ്പോൾ തന്നെ ധാരാളം ക്ലബ്ബുകളുള്ള ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞു. ഫിസിയോതെറാപ്പി ക്ലബ്ബിൽ ആര് ചേരാനാണ് എന്നൊക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തി ഒഴിവാക്കി വിടാൻ അവൻ ശ്രമിക്കുന്നു. ആപ്ലിക്കേഷൻ ഇവിടെ വെച്ചിട്ട് തൽക്കാലം പോയിക്കോ, പിന്നീട് വിവരം അറിയിക്കാമെന്ന് പറയുന്നതിനാൽ വേവയെ തിരികെ പോകാൻ തുടങ്ങിയപ്പോൾ അവളെ കേൾപ്പിക്കാനും കൂടി വേണ്ടി അവിടെ ഉണ്ടായിരുന്ന മറ്റേ സ്റ്റുഡൻറ്റോട് ഇന്ന് ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാനുണ്ടല്ലോ, എപ്പോൾ കഴിയുമെന്നൊക്കെ പ്രസിഡന്റ് ചോദിക്കുന്നു. താൻ സഹായിച്ചാൽ ചിലപ്പോൾ ക്ലബിന് അപ്രൂവൽ തന്നേക്കുമെന്ന് കരുതി വേവയെ തിരികെ ചെന്ന് ഞാൻ സഹായിക്കാൻ തയ്യാറാണ് എന്നറിയിക്കുന്നു. ആ ജോലി ചെയ്യാൻ അവളെ ഫ്രണ്ടിനൊപ്പം പറഞ്ഞു വിട്ടിട്ട് അവളുടെ ആപ്ലിക്കേഷൻ പ്രസിഡന്റ് പുച്ഛത്തോടെ എടുത്തെറിയുന്നുണ്ട്. അവളെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് അല്ലാതെ ക്ലബിന് പെർമിഷൻ നൽകാനൊന്നും അവന് യാതൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. പാവം വേവെ വലിയ പ്രതീക്ഷയോടെ കുത്തിയിരുന്ന് അവൾ പറഞ്ഞ ജോലി മുഴുവൻ ചെയ്തു തീർക്കുന്നു. അത് കഴിഞ്ഞു എന്നവർ പറഞ്ഞപ്പോൾ ആ പോസ്റ്ററുകൾ കോളേജിൻ്റെ പല കൊണ്ടൊട്ടിക്കാൻ അയാൾ അവളോട് പറയുന്നു. അവൾ എതിർപ്പില്ലാതെ അത് എടുത്ത് പോകുന്നു. അവൾ പോസ്റ്റർ ഒട്ടിച്ച് കഴിയാറായപ്പോൾ പ്രസിഡന്റ് അവളുടെ അടുത്തെത്തി പോസ്റ്റർ തെറ്റിച്ചാണ് അവർ പ്രിന്റ് ചെയ്തത്, ഇത് കഴിഞ്ഞ വർഷത്തേതാണ്, ഒട്ടിച്ചത് മുഴുവൻ ഇളക്കിയെടുത്തിട്ട് പുതിയത് ഒട്ടിക്കാൻ വേവയോട് പറയുന്നു. ഞാൻ ഇത്രയും ചെയ്തില്ല, ഇനി മറ്റാരോടെങ്കിലും പറയും എന്ന് പറഞ്ഞ് അവൾ ദേഷ്യത്തിൽ തിരികെ പോകാൻ തുടങ്ങിയപ്പോൾ കയ്യിലുണ്ടായിരുന്ന അവളുടെ ആപ്ലിക്കേഷൻ വലിച്ചെറിഞ്ഞിട്ട് നിനക്ക് ക്ലബ്ബ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പറയുന്ന അനുസരിക്കുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ ക്ലബിൻ്റെ കാര്യം മറന്നേക്കെ എന്ന് പറഞ്ഞവൻ അവളെ ഭീഷണിപ്പെടുത്തുന്നു. പെട്ടെന്ന് സിജോങ് വേവയുടെ സഹായത്തിനായി അവിടേക്ക് വന്നതിനാൽ പിന്നെ നീ ബോയ് ഫ്രണ്ടിനെ കൊണ്ട് വന്നേതോ എന്ന് ചോദിച്ച് പ്രസിഡന്റ് വീണ്ടും അവൾക്ക് നേരെ തട്ടിക്കയറുന്നു. സിജോങ്ങിന്റെ ദേഷ്യം ഒന്നുകൂടി കൂടുന്നതിനാൽ അവരെ ഷോക്കടിപ്പിക്കാൻ അവനോട് പറയുന്നു. അവർക്ക് മനസ്സിലാവാതിരിക്കാൻ വേറെ എന്തൊക്കെയോ പറഞ്ഞ് വിഷയം മാറ്റാൻ ശ്രമിച്ചെങ്കിലും സിജോങ് പിന്നെയും അത് തന്നെ പറയുകയാണ്. അവസാനം അവൾ അവൻ്റെ വായ പൊത്തിപ്പിടിക്കുന്നു. പക്ഷേ അവനത് തട്ടിമാറ്റിയിട്ട് പാവ സ്റ്റുഡൻസിനെ ഇങ്ങനെ ചൂഷണം ചെയ്യുന്ന നിങ്ങളെയൊക്കെ ഷോക്കടിപ്പിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് വീണ്ടും പ്രസിഡന്റിന്റെ നേർക്ക് തിരിയുന്നു. അവസാനം അടി കിട്ടുമെന്ന് തോന്നിയപ്പോൾ അവർ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. ഓടുന്ന കൂട്ടത്തിൽ ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് പോസ്റ്റർ തീർത്തില്ലെങ്കിൽ നിന്റെ ക്ലബിന്റെ കാര്യം മറന്നേക്ക് എന്ന് വേവയോട് അവൻ വിളിച്ചു പറയുന്നു. വേവയെ സിജോങ്ങിനോടൊന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുന്നതിനാൽ അവൻ അവളുടെ പുറകെ ചെന്ന് സോറി പറയുന്നു. ക്ലബിന്റെ കാര്യത്തിൽ ഇനി പ്രതീക്ഷയൊന്നും വേണ്ടെന്ന് ഉറപ്പായപ്പോൾ അവൾക്കുണ്ടായ വിഷമത്തെക്കാൾ കൂടുതലാണ് ഇലക്ട്രിസിറ്റിയെ കുറിച്ച് പറയുമ്പോൾ അവൾക്കുണ്ടാകുന്ന ടെൻഷൻ എന്ന് സിജോങ്ങിന് മനസ്സിലായിരുന്നു. അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് നിന്റെ ഈ പവർ നിന്നെ അത്രമാത്രം പ്രശ്നങ്ങളിൽ കൊണ്ടുപെടുത്തിയിട്ടുണ്ടോ എന്നവൻ ചോദിച്ചപ്പോൾ വേവെ പഴയ ചില കാര്യങ്ങളെക്കുറിച്ച് അവനോട് പറയുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് തീരെ ശ്രദ്ധയില്ലാതെ ഞാൻ പലരെയും ഷോക്ക് അടിപ്പിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ എന്നോട് ഇഷ്ടം തോന്നിയത് കാരണം പല പ്രശ്നങ്ങളിലും ഞാൻ ചെന്ന് ഉൾപ്പെട്ടിട്ടുണ്ട്. അവരെ ഒന്നും യാഥാർത്ഥ്യം പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പോലും എന്നെ തെറ്റിദ്ധരിച്ച് അകന്നു പോയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് സ്കൂൾ മാറേണ്ടി വരെ വന്നിട്ടുണ്ട്. ദക്ഷയെ പരിചയപ്പെടുന്നതുവരെ ഞാൻ മറ്റാരോടും എൻ്റെ സൂപ്പർ പവറിനെ കുറിച്ച് പറഞ്ഞിരുന്നില്ല എന്നവൾ സിജോങ്ങിനോട് പറയുന്നു. എനിക്ക് നീ പറയുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ട്, ഇത് കാരണമാണല്ലേ നീ നിൻ്റെ മേജർ സബ്ജക്റ്റ് ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് സിജോങ് ചോദിച്ചപ്പോൾ അവൾ സമ്മതിക്കുന്നു.
അടുത്ത സ്വിമ്മിംഗ് പ്രാക്ടീസ് ചെയ്തപ്പോൾ സിജോങ്ങിൻ്റെ ടൈമിങ്ങിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വന്നിരിക്കുന്നതിനാൽ കോച്ച് അവനെ അഭിനന്ദിക്കുന്നു. പക്ഷേ ഹൈസ്കൂൾ റെക്കോർഡിൽ വീണ്ടും തിരികെ എത്തിയെന്ന് കരുതി അഹങ്കരിക്കരുത്. കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് പുതിയ റെക്കോർഡ് ഉണ്ടാക്കാൻ ശ്രമിച്ചാലേ ഭാവിയിൽ ഉയരങ്ങളിലെത്താൻ കഴിയൂ എന്നും കോച്ച് അവനോട് പറയുന്നു. സിജോങ്ങിൻ്റെ പെട്ടെന്നുള്ള ഇമ്പ്രൂവ്മെൻറ്റ് കാരണം വേവേ സിസ്റ്ററുമായുള്ള പ്രണയമാണ് എന്ന് പറഞ്ഞ് ഡിങ് അവനെ കളിയാക്കുന്നുണ്ട്. കോളേജിലെത്തിയ ഉടൻ തന്നെ ലവറിനെ കണ്ടുപിടിച്ചോ എന്ന് കോച്ച് ചോദിച്ചപ്പോൾ ലവ് ഒന്നുമല്ല കോച്ച്, തെറ്റിദ്ധാരണ സംഭവിച്ചതാണ് എന്നവൻ പറയുന്നുണ്ട്. അതെന്തായാലും പേഴ്സണൽ കാര്യങ്ങളിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, ട്രെയിനിങ് ഉഴപ്പരുത് എന്ന് പറഞ്ഞ് കോച്ച് പോകുന്നു. പെട്ടെന്നുള്ള ഈ ഇമ്പ്രൂവ്മെൻറ്റിന് കാരണം എന്തായിരിക്കുമെന്ന് ആലോചിക്കുന്ന കൂട്ടത്തിൽ ശരീരത്തിന് പെട്ടെന്ന് ഉത്തേജനം ഉണ്ടാകുന്നത് എന്തുകൊണ്ടായിരിക്കും എന്നവൻ ഡിങ്ങിനോട് ചോദിക്കുന്നു. ഡ്രഗ്സോ ഉത്തേജക മരുന്നോ മറ്റോ ഉപയോഗിച്ചാണ് സാധാരണ എല്ലാവരും അങ്ങനെ ചെയ്യിക്കാറുള്ളത്. അല്ലെങ്കിൽ പിന്നെ വല്ല സ്പൈഡറിൻ്റെയും കടി കൊണ്ട് സ്പൈഡർമാൻ ആവുകയോ മിന്നലെത്തി ശക്തി കൂട്ടുകയോ മറ്റോ ചെയ്യണം എന്ന് ഡിങ് പറയുന്നു. അവൻ പറഞ്ഞ തമാശയാണെങ്കിലും സിജോങ്ങിനെ സീരിയസ് ആയി തന്നെ എടുത്ത് ലൈബ്രറിയിൽ ചെന്ന് അതിനെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ പലതുമുണ്ടോ എന്ന് തിരയുന്നു. അപ്പോഴാണ് വേവേ പ്രൊജക്ട് പ്രസന്റ് ചെയ്ത ശേഷം അവൻ സംശയം ചോദിച്ചപ്പോൾ ഒരു നിയന്ത്രിത അളവിൽ വൈദ്യുതി ഉപയോഗിച്ച് ഇലക്ട്രോ തെറാപ്പിയിലൂടെ എക്സർസൈസ് മൂലമുണ്ടായ പരിക്കുകൾ സുഖപ്പെടുത്താൻ കഴിയുമെന്ന് അവളുടെ ഗ്രൂപ്പ് ലീഡർ മറുപടി നൽകിയത് അവൻ ഓർമ്മ വന്നത്. അവൻ ഉടൻ തന്നെ നെറ്റിൽ അതിനെപ്പറ്റി വല്ല വിവരങ്ങളും കിട്ടുമോ എന്ന് തിരയുന്നു. അന്ന് വേവയെ കെട്ടിപ്പിടിച്ചപ്പോൾ ഷോക്കടിച്ചതിന് ശേഷമാണ് തൻ്റെ സ്വിമ്മിങ്ങിൻ്റെ സ്പീഡ് കൂടിയതെന്നും അവന് മനസ്സിലാക്കുന്നു. വേവയെ കണ്ട് ഒന്നുകൂടി പരീക്ഷിച്ച് നോക്കിയാലോ എന്നവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെങ് അവിടേക്ക് എത്തിയത്. അവനെ കണ്ടതും ലാപ്ടോപ്പ് മടക്കി വെച്ച് ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞ് സിജോങ് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് പോകുന്നു. മേശപ്പുറത്തിരുന്ന പുസ്തകങ്ങൾ എടുക്കാൻ അവൻ മറന്നതിനാൽ പെങ് അത് എന്തിനെക്കുറിച്ചാണ് എന്ന് തുറന്നു നോക്കാൻ തുടങ്ങിയപ്പോഴേക്കും സിജോങ് തിരികെ വന്ന് ആ ബുക്കും എടുത്തുകൊണ്ട് പോകുന്ന വഴി അവൻ വേവയെ ഫോൺ വിളിച്ചിട്ട് രാത്രി 8 മണിക്ക് സ്വിംഗ് പൂളിലേക്കൊന്ന് വരണം, ഒരു അത്യാവശ്യ കാര്യത്തിനാണ് എന്ന് അറിയിക്കുന്നു. വേവേ അവൻ പറഞ്ഞ സമയത്ത് തന്നെ അവിടെ എത്തുന്നു. ടൈമർ കയ്യിൽ കൊടുത്തിട്ട് സമയം നോക്കാൻ പറഞ്ഞവൻ നീന്താൻ തുടങ്ങുന്നത് കണ്ട് ഇതൊക്കെ ചെയ്യാൻ ഡിങ്ങില്ലേ, എന്നെ എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് അവൾ ചോദിച്ചെങ്കിലും ഒന്ന് സഹായിക്കണോ എന്ന് പറഞ്ഞവൻ പ്രാക്ടീസ് തുടങ്ങുന്നു. ഒരു റൗണ്ട് കഴിഞ്ഞ് എത്ര സമയമെടുത്തു എന്ന് ചോദിച്ചറിഞ്ഞിട്ട് അവൻ കൈ നീട്ടിക്കൊണ്ട് എന്നെ ഒന്ന് ഷോക്ക് അടിപ്പിക്കാമോ എന്ന് വേവയോട് ചോദിക്കുന്നത്. നിനക്ക് വട്ടായോ എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ട് വേവേ അവിടെ നിന്ന് പോകുന്നു. അവൻ പുറകെ ഓടിച്ചെന്ന് അവളെ പിടിച്ചു നിർത്തിയിട്ട് എനിക്കൊരു കാര്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയാണ്, ഒരു തവണ ഒന്ന് ഷോക്ക് അടിപ്പിക്കാൻ വീണ്ടും വീണ്ടും പറഞ്ഞ് അവളെ നിർബന്ധിക്കുന്നു. ഷോക്ക് അടിക്കുമ്പോൾ നിനക്കെന്നോട് വീണ്ടും ഇഷ്ടം തോന്നില്ലേ, അതുകൊണ്ട് ഞാൻ ചെയ്യില്ല എന്നവൾ പറഞ്ഞപ്പോൾ നീ ഷോക്ക് അടിപ്പിക്കുന്ന സമയത്ത് ഞാൻ കണ്ണടച്ച് പിടിച്ചോളാം, അപ്പോൾ കുഴപ്പമില്ലല്ലോ എന്നവൻ പറയുന്നു. എന്നാലും എൻ്റെ പവർ നിനക്കെന്തെങ്കിലും ദോഷമുണ്ടാക്കിയാൽ ഞാൻ നിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും, അതുകൊണ്ട് ഞാൻ ചെയ്യില്ല എന്നവൾ വീണ്ടും പറയുന്നു. ആ സമയത്ത് അതുവഴി പോയ 2 കുട്ടികൾ സിജോങ് ആവേശത്തിൽ നിന്ന് അവളോട് സംസാരിക്കുന്നത് കണ്ട് കളിയാക്കി ചിരിച്ചുകൊണ്ട് പോകുന്നതിനാൽ നമുക്ക് പിന്നെ സംസാരിക്കാം, നീ ഇപ്പോൾ അകത്തേക്ക് പോയെന്ന് പറഞ്ഞ് വേവേ അവനെ തള്ളി അകത്തേക്ക് വിടാൻ തുടങ്ങുന്നു. ബലം പിടിക്കുന്നതിനിടയിൽ അവളുടെ കൈ തട്ടി അവൻ്റെ പുറത്ത് കിടന്നിരുന്ന ഒരു ടവൽ താഴെ വീഴുന്നു. വേവയ്ക്ക് അവൻ്റെ ബോഡി കണ്ടു നിൽക്കാൻ നാണക്കേട് തോന്നുന്നതിനാൽ അവൾ തിരിഞ്ഞോടാൻ ശ്രമിച്ചെങ്കിലും സിജോങ് അവളുടെ കയ്യിൽ കയറി പിടിച്ച് അവളെ വലിച്ചടിപ്പിക്കുന്നു. ആ ഫോഴ്സിൽ വേവയുടെ മറ്റേ കൈ അവൻ്റെ നെഞ്ചിൽ വന്നിരിക്കുന്നു. രണ്ടുപേരും ഇത്തവണ ഒരുപോലെ ചമ്മുന്നുണ്ട്. വേവ പെട്ടെന്ന് കൈ പിൻവലിച്ച് പുറകിലേക്ക് മാറുന്നു. ഷോക്ക് അടുപ്പിക്കുന്ന കാര്യം സിജോങ് വീണ്ടും പറഞ്ഞപ്പോൾ അതുകൊണ്ട് നിനക്കെന്താണ് പ്രയോജനമെന്ന് അവൾ ചോദിച്ചപ്പോൾ അവൻ മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറിയതിനാൽ വേവേ വീണ്ടും പോകാൻ തുടങ്ങുന്നു. സിജോങ് പിന്നെയും അവളെ പിടിച്ചു നിർത്തിയിട്ട് ഞാൻ എല്ലാം പറയാമെന്ന് പറഞ്ഞ് ഷോക്ക് അടിപ്പിച്ചാൽ എനിക്ക് കുറേ കൂടി സ്പീഡിൽ നീന്താൻ കഴിഞ്ഞേക്കും എന്ന് അവളെ അറിയിക്കുന്നു. പക്ഷേ അവളത് വിശ്വസിക്കാൻ കൂട്ടാക്കാതെ നിനക്ക് സുഖമില്ലാത്തത് കൊണ്ടാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ച് അവനെ കളിയാക്കുന്നു. ആ സമയത്ത് നീ ഇത് എവിടെയാണ്, ബാക്കി എല്ലാവരും മീറ്റിങ്ങിലെത്തിയല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് ഗ്രൂപ്പ് ലീഡറുടെ കോൾ അവൾക്ക് വരുന്നതിനാൽ ഇനി ഇക്കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത് എന്ന് സിജോങ്ങിന് വാണിംഗ് കൊടുത്തിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. പുതിയതായി തുടങ്ങാൻ പോകുന്ന ഫിസിയോതെറാപ്പി ക്ലബിൻ്റെ ആദ്യ മീറ്റിംഗ് ആയിരുന്നു ലീഡർ വിളിച്ചത്. അവനെ കൂടാതെ ജിങ്ജിനും യൂഷിനും അവിടെ അക്ഷമയുടെ വേവയെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ക്ലബിൻ്റെ കാര്യത്തിലാണ് വിളിപ്പിച്ചതെന്ന് അറിഞ്ഞപ്പോൾ ജിഞ്ചിനും യൂഷിനും ഞങ്ങൾക്ക് താല്പര്യമില്ല സമയവുമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. നിരാശയാകണ്ട, നമുക്ക് എങ്ങനെയെങ്കിലും അംഗങ്ങളെ സംഘടിപ്പിക്കാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞ് ലീഡർ വേവയെ സമാധാനിപ്പിക്കുന്നു. സിജോങ് പറഞ്ഞത് സത്യമാണോ എന്നറിയാൻ മുമ്പ് ക്ലാസ്സിൽ വെച്ച് വൈദ്യുതി തെറാപ്പിയെക്കുറിച്ച് പറഞ്ഞത് സത്യം തന്നെയാണോ, പരിക്ക് ഭേദമാക്കാനല്ലാതെ ശരീരത്തിന് ഉത്തേജനം നൽകാൻ വൈദ്യുതിക്ക് കഴിയുമോ എന്ന് അവൾ ലീഡറോട് സംശയം ചോദിക്കുന്നു. പരിക്ക് ഭേദമാക്കാൻ കഴിയുമെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്, ശരീര ഉത്തേജനത്തെക്കുറിച്ച് ഇതുവരെ ഒന്നും കേട്ടിട്ടില്ല എന്നവൻ മറുപടി നൽകുന്നു. സിജോങ് ഈ സമയം ഇലക്ട്രോ തെറാപ്പിയെക്കുറിച്ച് ഒരു റിസർച്ച് തന്നെ നടത്തിയിട്ട് വേവയെ സഹായിച്ചില്ലെങ്കിൽ വേണ്ട, എനിക്ക് തനിച്ച് ചികിത്സിക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് പല രീതിയിൽ ശരീരത്തിൽ ചെറിയ ഷോക്ക് കടത്തിവിടുന്നു. അവസാന ശ്രമത്തിൽ അവൻ്റെ ബോധം തന്നെ പോയി നിലത്തേക്ക് വീഴുന്നുണ്ട്. വേവയാണ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ തവണ ദക്ഷി പോയ മസാജിങ് ക്ലാസ്സിൽ ദക്ഷിയുമായി പിണങ്ങിയ കാരണം ഇത്തവണ വേവയ്ക്ക് സ്വയം പോകേണ്ടി വരുന്നു. പക്ഷേ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ തന്നെ ആൾ മാറിയത് സാറിന് മനസ്സിലാകുന്നു. ഞാൻ മുടി മുറിച്ചത് കൊണ്ട് സാറിന് മനസ്സിലാവാഞ്ഞതാണ് എന്നവൾ എക്സ്ക്യൂസ് പറഞ്ഞെങ്കിലും എനിക്ക് പ്രായമായി എന്ന് കരുതി എൻ്റെ ബോധം നശിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അവളെ വഴക്ക് പറഞ്ഞിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ പറയുന്നു. ഹൈറ്റിൽ നല്ല വ്യത്യാസമുള്ളതിനാൽ നീ ആരാണ്, ശരിക്കുമുള്ള വേവ എവിടെ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഞാൻ തന്നെയാണ് ശരിക്കുമുള്ള വേവ എന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ വന്നയാൾ ഫേക്ക് ആണല്ലേ, നീ ഇവിടെ ക്ലാസ്സിലിരിക്കേണ്ട ആവശ്യമേ ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു. വേവ സങ്കടപ്പെട്ട് പുറത്തേക്ക് പോയപ്പോൾ ലീഡർ എങ്ങനെയോ പുറത്തിറങ്ങി അവളുടെ അടുത്തെത്തി ഇതോർത്ത് വിഷമിക്കേണ്ട, ആ ടോപ്പിക്ക് പിടിക്കാൻ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചിട്ട് പോകുന്നു.
അപ്പോഴാണ് അതുവഴി വന്ന പെങ് വേവയെ കണ്ടത്. അവനവളെ കോഫി കുടിക്കാൻ കൊണ്ടുപോകുന്നു. മുമ്പ് പെങ്ങിൻ്റെ ഫ്രണ്ട്സിനൊപ്പം ഇരുന്നപ്പോൾ സിജോങ്ങിനൊപ്പം പോകേണ്ടി വന്നത് തെറ്റായിപ്പോയതിനാൽ വേവെ അവനോട് സോറി പറയുന്നുണ്ട്. സിജോങ്ങും വേവയും തമ്മിൽ എന്തെങ്കിലും റിലേഷനിലാണോ എന്ന് പെങ് സംശയം ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ വെറും ഫ്രണ്ട്സ് മാത്രമാണ് എന്നവൾ പറഞ്ഞപ്പോൾ പ്രൊവിൻഷ്യൻ ടീമിൽ അവനെ ചേർക്കാൻ വേണ്ടി കുറേ കാലമായി ഞങ്ങളുടെ കമ്പനി ശ്രമിച്ചിട്ടും സിജോങ് അതിന് തയ്യാറാവുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് അവൻ എപ്പോഴെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ സീനിയേഴ്സൊക്കെ പറഞ്ഞത് അവനിങ്ങനെ ഒഴിഞ്ഞു മാറാൻ കാരണം ചിലപ്പോൾ എന്തെങ്കിലും ഗുരുതരമായ പരിക്കുകൾ പറ്റിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടാകും എന്നാണ്. നിനക്കെന്തെങ്കിലും അറിയാമോ എന്ന് പെങ് അവളോട് ചോദിക്കുന്നു. ഒരിക്കൽ സിജോങ്ങിൻ്റെ കാലിൽ മസാജ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവൻ ഒഴിഞ്ഞു മാറിയതും ഇപ്പോൾ ഷോക്കടിപ്പിക്കാൻ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നതുമൊക്കെ കൂട്ടി വായിച്ചപ്പോൾ പരിക്ക് തന്നെ ആയിരിക്കും കാരണമെന്ന് വേവയ്ക്ക് തോന്നിയെങ്കിലും അവൾ അതിനെക്കുറിച്ച് പെങ്ങിനോട് പറയാതെ കാരണം എന്താണ് എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. മെസ്സേജ് അയച്ചിട്ട് വേവെ റിപ്ലൈ ഒന്നും തരാത്തതിനാൽ ഇവൾ ഇത് എവിടെ പോയിരിക്കുകയാണ് എന്ന് സിജോങ് ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് വേവയുടെ ലീഡർ അവൻ്റെ മുന്നിൽ ചെന്ന് പെട്ടത്. വേവെ എവിടെയാണെന്ന് അറിയാമോ എന്ന് സിജോങ് അവനോട് അന്വേഷിക്കുന്നു. കോളേജിലെ കോഫി ഷോപ്പിലേക്ക് പോകുന്നത് കണ്ടു എന്ന് അവൻ പറഞ്ഞതും സിജോങ് അവന് താങ്ക്സ് പറഞ്ഞിട്ട് കോഫി ഷോപ്പിലേക്ക് ഓടുന്നു. അന്ന് യാത്ര പറയാതെ പോയതിന് പകരമായി നാളെ എനിക്കൊപ്പം ഒരു സിനിമയ്ക്ക് വരാൻ പെങ് പറഞ്ഞപ്പോൾ വേവെ സമ്മതിക്കുന്നു. ടിക്കറ്റ് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായി അവൾ ഫോൺ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് നീ എന്തേ റിപ്ലൈ തരാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് സിജോങ് അവിടെ എത്തിയത്. അവൻ പെങ്ങിനെ വിഷ് ചെയ്ത് അവരുടെ അടുത്തേക്ക് വന്നപ്പോൾ അവനും കൂടി ഇരിക്കാനായി പെങ് നീങ്ങിയിരിക്കാൻ തുടങ്ങിയെങ്കിലും സിജോങ് അതിനു മുമ്പേ വേവയുടെ കൂടെ ഇരിപ്പുറപ്പിച്ചിരുന്നു. പെങ് ചെറുതായി ചമ്മിയെങ്കിലും അവൻ ചമ്മൽ മറിച്ച് തൻ്റെ വിസിറ്റിംഗ് കാർഡ് എടുത്ത് സിജോങ്ങിന് നൽകിയിട്ട് ഞാനിപ്പോൾ സ്പോർട്സ് കമ്പനിയിൽ ഒരു ഇന്റേണായി വർക്ക് ചെയ്യുന്നുണ്ട്, നിനക്കവിടെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ? സ്വിമ്മിംഗ് പ്രാക്ടീസ് കൂടാതെ നിനക്ക് വേറെ പല ഗുണങ്ങളുമുണ്ട്. നിൻ്റെ ലുക്ക് വെച്ച് നിനക്ക് നല്ലൊരു മോഡലാകാനും കഴിഞ്ഞേക്കും. ഒരു അത്ലറ്റിൻ്റെ കരിയർ എപ്പോഴും വളരെ റിസ്ക് ഉള്ളതാണ് എന്നൊക്കെ പെങ് പറയുന്നു. പക്ഷേ പ്രൊവിൻഷ്യൻ ടീമിൽ ഒന്നാമതെത്തുക എന്ന സ്വപ്നം മാത്രമേ എനിക്കുള്ളൂ. സ്വിമ്മിംഗ് പൂൾ അല്ലാതെ മറ്റൊന്നും എനിക്ക് യോജിക്കില്ല എന്ന് പറഞ്ഞ് സിജോങ് ഒഴിഞ്ഞു മാറുന്നു. പെങ് പിന്നെയും മോനെ കുറേ നിർബന്ധിച്ചെങ്കിലും എനിക്ക് താല്പര്യമില്ല എന്നറിയിച്ചിട്ട് എനിക്ക് പ്രാക്ടീസിന് സമയമായി എന്ന് പറഞ്ഞ് അവൻ പോകാൻ എഴുന്നേൽക്കുന്നു. വേവെ അവിടെ തന്നെ ഇരിക്കുന്നത് കണ്ട് നീ വരുന്നില്ല എന്ന അർത്ഥത്തിൽ അവൻ കണ്ണു കാണിച്ചപ്പോൾ പെങ്ങിനോട് യാത്ര പറഞ്ഞിട്ട് വേവയും അവൻ്റെ കൂടെ ചെല്ലുന്നു. പെങ് നല്ലൊരു ഓഫറല്ലേ തന്നത്, നിനക്കത് സ്വീകരിച്ചുകൂടായിരുന്നു എന്ന് വേവെ വഴിയിൽ വെച്ച് ചോദിച്ചപ്പോൾ അത് സ്വീകരിച്ചാൽ പിന്നെ എൻ്റെ നീന്തൽ തന്നെ നിന്നു പോയേക്കാം എന്നവൻ പറയുന്നു. നീ എന്തെങ്കിലും രഹസ്യം ഒളിപ്പിക്കുന്നുണ്ടോ എന്ന് വേവെ സംശയത്തോടെ ചോദിച്ചപ്പോൾ എന്ത് രഹസ്യം? ഈ സംശയങ്ങളൊക്കെ നിർത്തി മിണ്ടാതെ കൂടെ വരാൻ പറഞ്ഞവൻ അവളുടെ ഷർട്ടിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നു. ഇലക്ട്രോ തെറാപ്പി റൂമിലേക്കാണ് അവൻ അവളെയും കൊണ്ട് പോയത്. ഇതിൻ്റെ കീ ഞാൻ വളരെ കഷ്ടപ്പെട്ട് സംഘടിപ്പിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ ഇരുന്ന് സ്വന്തമായി ഇലക്ട്രോ തെറാപ്പി ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് വേവെ അടുത്ത് ചെന്നിരുന്ന് അത് വാങ്ങി കറക്റ്റായി ചെയ്തു കൊടുക്കുന്നു. ഫിസിയോതെറാപ്പി ശരിക്കും നിനക്ക് യോജിച്ച മേഖല തന്നെയാണ് എന്ന് സിജോങ് പറഞ്ഞപ്പോൾ പക്ഷേ അവൾ സമ്മതിച്ചു കൊടുക്കുന്നില്ല. ഞാൻ എൻ്റെ മേജർ മാറാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്നവൾ പറയുന്നു. എന്തോ പറയുന്ന കൂട്ടത്തിൽ വേവെ മുഖമുയർത്തിയപ്പോൾ അവൻ്റെ മുഖം തൊട്ടടുത്ത് കണ്ടപ്പോൾ വേവയ്ക്ക് ഉള്ളിൽ എന്തോ തോന്നുന്നതിനാൽ അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് മാറിയിരിക്കുന്നു. സിജോങ്ങിനും എന്തോ ഫീൽ തോന്നുന്നുണ്ടെങ്കിലും അവനത് പുറത്ത് കാണിക്കാതെ ഇത് കണ്ടോ, ഇത്ര ചെറിയ ഷോക്ക് കൊണ്ട് തന്നെ എൻ്റെ മുട്ടിന് നല്ല മൂവ്മെൻറ്റ്സ് തോന്നുന്നുണ്ട്. അപ്പോൾ നിനക്ക് ദിവസവും എന്നെ ഷോക്ക് അടിപ്പിക്കാൻ സാധിച്ചാൽ എൻ്റെ ഫിറ്റ്നസ് ഉറപ്പായും ഇമ്പ്രൂവ് ആകും എന്നവൻ പറയുന്നു. താൻ സംശയിക്കുന്നത് പോലെ അവന് ശരിക്കും പരിക്ക് പറ്റിയിട്ടുണ്ടോ എന്നറിയാൻ നീ എന്താണ് പ്രോവിൻസ് ടീമിൽ അംഗമാകാത്തത് എന്നവൾ ചോദിച്ചെങ്കിലും എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞവൻ ഒഴിഞ്ഞു മാറുന്നു. അവനെക്കൊണ്ട് സത്യം പറയിപ്പിക്കാനായി വേവെ താൻ കയ്യിൽ കെട്ടിയിരുന്ന ഹെഡ് ബീറ്റ് അറിയുന്ന വാച്ചൂരി അവൻ്റെ കയ്യിൽ കെട്ടിയിട്ട് നിൻ്റെ ഒരു സ്വഭാവം വെച്ച് നീ കള്ളം പറയുമ്പോൾ ഉറപ്പായും നിൻ്റെ ഹെഡ് ബീറ്റ് കൂടും, അതുകൊണ്ട് ഇനി നീ എൻ്റെ കണ്ണിൽ നോക്കിക്കൊണ്ട് നിൻ്റെ ബോഡിക്കൊരു കുഴപ്പമില്ല എന്നൊന്ന് പറഞ്ഞെന്ന് അവൾ പറയുന്നു. അവൻ വേറെന്തോ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും വേവെ വിടുന്നില്ല. എൻ്റെ ബോഡിക്കൊരു കുഴപ്പമില്ല എന്നവൻ പറഞ്ഞതും വേവെ ഊഹിച്ചതുപോലെ അവൻ്റെ ഹെഡ് ബീറ്റ് ഉയരുന്നു. വാച്ചിൽ ചുവപ്പ് ലൈറ്റ് കത്തുന്നത് കണ്ട് വേവെ അത് കാണാതിരിക്കാനായി നോക്കരുത് എന്ന് പറഞ്ഞ് സിജോങ് അവളുടെ കണ്ണ് പൊത്താൻ ശ്രമിക്കുന്നു. പിടിവലിക്കിടയിൽ രണ്ടുപേരും കൂടി അവിടെ ഉണ്ടായിരുന്ന ബെഡിലേക്ക് വീഴുന്നു. തലയിണയിൽ തൂവലുകളെല്ലാം കൂടി പറന്ന് മൊത്തത്തിൽ റൊമാൻറ്റിക്കായ ഒരു മൂഡാണ് അവിടെ ഇപ്പോൾ ഉണ്ടാകുന്നത്. സിജോങ് എഴുന്നേൽക്കാൻ പോലും മറന്ന് വേവയെ നോക്കി കുറേ നേരം അങ്ങനെ കിടന്നു പോകുന്നുണ്ട്. അവളും അവനെ നോക്കിയെങ്കിലും പെട്ടെന്ന് തന്നെ അവനെ തള്ളി മാറ്റി എഴുന്നേറ്റിട്ട് അവൻ്റെ അടിയും കൊടുത്ത് പിണങ്ങി പുറത്തേക്ക് പോകുന്നു. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, അബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞ് സോറി പറഞ്ഞ് അവൻ പുറകെ ചെന്ന് അവളെ പിടിച്ചു നിർത്തുന്നു. ഷോക്ക് അടിപ്പിക്കുന്ന കാര്യം വീണ്ടും പറഞ്ഞിട്ട് നിനക്ക് ഞാൻ എന്ത് വേണമെങ്കിലും പകരം തരാൻ തയ്യാറാണ് എന്നവൻ പറയുന്നു. ഇനി ഇക്കാര്യം പറഞ്ഞാൽ നിന്നെ ഞാൻ ശരിക്കും ഷോക്ക് അടിപ്പിക്കും എന്നവൾ ദേഷ്യത്തിൽ പറഞ്ഞപ്പോൾ എങ്കിൽ ഷോക്ക് അടിപ്പിക്കുക എന്ന് പറഞ്ഞവൻ കൈ നീട്ടുന്നു. അപ്പോഴാണ് തൻ്റെ വാച്ച് ഇപ്പോഴും അവൻ്റെ കയ്യിൽ തന്നെ കിടക്കുകയാണല്ലോ എന്ന് അവൻ ശ്രദ്ധിക്കുന്നത്. വാച്ച് തിരികെത്താ എന്ന് പറഞ്ഞ് അവളത് ഊരാൻ ചെന്നപ്പോൾ അവൻ കൈ ഉയർത്തുന്നു. എത്തിപ്പിടിക്കാനുള്ള ശ്രമത്തിനിടയിൽ വേവെ തൻ്റെ ഷൂവിൽ ചവിട്ടിക്കൊണ്ട് മുന്നോട്ടായിരുന്നു. ഇപ്പോഴും അവർ വളരെ ക്ലോസ് ആകുന്നുണ്ട്. സിജോങ്ങിനോട് ചേർന്നാണ് നിൽക്കുന്നത് എന്ന ബോധം വന്നപ്പോൾ വേവെ പെട്ടെന്ന് പുറകിലേക്ക് മാറുന്നു. ഷൂവിൽ അവൾ ചവിട്ടിയതിൻ്റെ പാട് അപ്പോഴും ഉണ്ടായിരുന്നതിനാൽ നീ എൻ്റെ ഷൂവിൽ ചവിട്ടിയല്ലേ, ഇനിയെങ്കിലും എന്നോട് ക്ഷമിച്ചുകൂടെ എന്ന് അവൻ ചോദിക്കുന്നു. വാച്ച് തിരികെ തരാൻ പറഞ്ഞവൾ കൈ നീട്ടിയപ്പോൾ അവനത് ഊരി നൽകുന്നു. ഇലക്ട്രോ തെറാപ്പി റൂമിൻ്റെ കീ നിനക്ക് സംഘടിപ്പിക്കാൻ കഴിയുമല്ലോ, നിനക്ക് സ്വന്തമായി ഷോക്ക് അടിപ്പിക്കാനും കഴിയും. പിന്നെ എൻ്റെ സഹായത്തിൻ്റെ ആവശ്യം എന്താണ് എന്നവൾ ചോദിച്ചപ്പോൾ അതുകൊണ്ടൊന്നും പ്രയോജനം ഉണ്ടാകുന്നില്ല, നിൻ്റെ ഷോക്ക് കൊണ്ട് മാത്രമേ എൻ്റെ ട്രെയിനിങ് ഇമ്പ്രൂവ് ആകുന്നുള്ളൂ. എന്താണ് അതിൻ്റെ കാരണമെന്ന് എനിക്കും അറിയില്ല എന്നവൻ പറയുന്നു. സഹായിക്കുന്നതിന് ബുദ്ധിമുട്ടായിട്ടല്ല,
മുമ്പത്തെ പോലെ വീണ്ടും വല്ല പ്രശ്നമുണ്ടായാലോ എന്ന് പറഞ്ഞ് വേവെ വീണ്ടും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോൾ അവൻ അവളുടെ തോളിൽ പിടിച്ചിട്ട് എന്ത് പ്രശ്നമുണ്ടായാലും ഞാൻ നിന്നെ കുറ്റപ്പെടുത്തില്ല. ഹൈസ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് എൻ്റെ റെക്കോർഡ് വെച്ച് എനിക്ക് ഒളിമ്പിക്സിൽ വരെ എത്തിപ്പെടാൻ കഴിഞ്ഞേക്കും. സ്വിമ്മിംഗ് അല്ലാതെ എൻ്റെ ജീവിതത്തിൽ മറ്റൊരു ലക്ഷ്യവുമില്ല. നീ എന്നെ സഹായിച്ചതിൻ്റെ പേരിൽ എന്ത് പ്രശ്നം വന്നാലും അത് ഫേസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്നവൻ പറയുന്നു. അവൻ്റെ ആത്മാർത്ഥത അവൻ്റെ വാക്കുകളിൽ വേവയ്ക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. സഹായിക്കാൻ തയ്യാറാണ് എന്നവൾ പറയുന്നു. അത് കേട്ടതും ഇപ്പോൾ തന്നെ പോയേക്കാമെന്ന് പറഞ്ഞ് സിജോങ് അവളെയും കൂട്ടിക്കൊണ്ട് പോകുന്നു. ആരുമില്ലാത്ത ഒരിടത്ത് എത്തിയപ്പോൾ ഇത് പറ്റിയ സ്ഥലമാണ് എന്ന് പറഞ്ഞ് അവിടെ വെച്ച് ഷോക്കടിപ്പിക്കാമെന്നവർ തീരുമാനിക്കുന്നു. പക്ഷേ വെറുതെ നിന്നാൽ പവർ വരില്ല എന്നുള്ളത് കൊണ്ട് ഹെഡ് ബീറ്റ് കൂട്ടാൻ വേണ്ടി വേവെ അവിടെ നിന്ന് കുറേ ചാടി ഹെഡ് ബീറ്റ് കൂട്ടിയ ശേഷം ഒരു വിരൽ കൊണ്ട് അവനെ തൊടുന്നു. പക്ഷേ അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാവാത്തതിനാൽ അവൾ വീണ്ടും ബോഡി കുറേ വാമപ്പ് ചെയ്ത് ഹെഡ് ബീറ്റ് കൂട്ടിയ ശേഷം വീണ്ടും വിരൽ കൊണ്ട് തൊടുന്നു. പക്ഷേ അപ്പോഴും ഷോക്കടിക്കുന്നില്ല. നീ കറക്റ്റായി തന്നെയാണോ ചെയ്യുന്നതെന്ന് ചോദിച്ച് സിജോങ് അവളുടെ കൈ പിടിച്ച് അവളെ വലിച്ചടിപ്പിച്ചിട്ട് കൈ തൻ്റെ കവിളിൽ ചേർത്ത് പിടിക്കുന്നു. ഇത്തവണ വേവയുടെ ഹെഡ് ബീറ്റ് ശരിക്കും നിയന്ത്രണാതീതമായി കൂടുന്നുണ്ട്. ഷോക്കടിക്കുമെന്ന് അവൾക്ക് ഉറപ്പായതിനാൽ അവൾ പെട്ടെന്ന് അവനെ കെട്ടിപ്പിടിക്കുന്നു. ആ സമയത്ത് സിജോങ്ങിൻ്റെ ബോഡിയിൽ കൂടി വൈദ്യുതി പാസ് ചെയ്യുന്നുണ്ട്. അവൻ്റെ കുറച്ച് മുടി ഷോക്കടിച്ച് മുകളിലേക്ക് എഴുന്നേറ്റ് നിൽക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ അവൻ സന്തോഷത്തോടെ ഇപ്പോൾ ശരിക്കും ഷോക്കടിച്ചു, എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റി എന്ന് പറയുന്നു. അവൻ്റെ മുടി പൊങ്ങി നിൽക്കുന്നത് കണ്ട് വേവയ്ക്ക് ചിരി പൊട്ടിയെങ്കിലും സിജോങ് അതൊന്നും ശ്രദ്ധിക്കാൻ നിൽക്കാതെ ആവേശത്തോടെ അവളെയും പിടിച്ചുകൊണ്ട് പ്രാക്ടീസിനായി ഓടുന്നു. അവൻ്റെ സ്പീഡിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്നുണ്ട്. പ്രാക്ടീസ് കഴിഞ്ഞ് സിജോങ് വേവയ്ക്ക് ഒരു ഗംഭീര ട്രീറ്റ് തന്നെ നൽകുന്നു. മേശപ്പുറത്ത് നിന്നിരുന്ന ഭക്ഷണ സാധനങ്ങൾ കണ്ട് വേവയുടെ കണ്ണു തള്ളിയപ്പോൾ നിന്റെ എനർജി തീർന്നു പോയാലോ എന്ന് കരുതി റീചാർജ് ചെയ്യാൻ വേണ്ടിയാണ്, ഒട്ടും വേസ്റ്റ് ആക്കാതെ മുഴുവൻ കഴിച്ചോളാൻ അവൻ പറയുന്നു. എന്നെ സംശയിച്ചാലും എൻ്റെ ഇലക്ട്രിസിറ്റിയുടെ പവറിനെ മാത്രം സംശയിക്കരുത്. ഇതെല്ലാം വാങ്ങി തന്നിട്ട് നീ എന്നോട് വേറെ എന്തെങ്കിലും ആവശ്യപ്പെടുമോ എന്ന് പേടിച്ചാണ് ഞാൻ കഴിക്കാൻ മടിക്കുന്നത് എന്നവൾ പറഞ്ഞപ്പോൾ നിനക്ക് മടിയാണെങ്കിൽ ഞാൻ കഴിപ്പിക്കാമെന്ന് പറഞ്ഞ് അവൻ ഫുഡ് അവളുടെ വായിൽ വെച്ച് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ തന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞ് വേവെ അത് കഴിക്കാൻ തുടങ്ങുന്നു. ഇടയ്ക്ക് ഫുഡ് അവളുടെ ചുണ്ടിൻ്റെ വശത്തായി പറ്റിയിരിക്കുന്നത് കണ്ട് അവനെ തുടയ്ക്കാൻ തുടങ്ങിയപ്പോൾ നീ എന്ത് ചെയ്യാൻ പോവുകയാണ് എന്ന് ചോദിച്ച് വേവെ ഒന്ന് വെപ്രാളപ്പെടുന്നുണ്ട്. അവനത് തുടച്ചു കൊടുത്തിട്ട് നീ എന്തിനാണ് അത്ര പേടിക്കുന്നത്, ഞാൻ ശരിക്കും നിന്നോട് നന്ദി കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഫുഡ് വാങ്ങി തന്നത്, ധൈര്യമായി കഴിച്ചോളാൻ പറയുന്നു. നാളെ നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ എന്ന് അന്ന് രാത്രി ഡിങ് സിജോങ്ങിനോട് ചോദിച്ചപ്പോൾ ഇപ്പോൾ ഏതൊക്കെ സിനിമയാണ് ഓടുന്നത് എന്ന് സിജോങ് അവനോട് ചോദിക്കുന്നു. അടുത്ത ദിവസം വേവെ പെങ് പറഞ്ഞതനുസരിച്ച് സിനിമയ്ക്ക് പോകാനായി അവനെ കത്ത് നിൽക്കുമ്പോഴാണ് സിജോങ് അങ്ങോട്ടേക്ക് എന്ന് നീ എന്നെ സഹായിച്ചതിന് പ്രതിഫലമായി നിന്നൊരു സിനിമയ്ക്ക് കൊണ്ടുപോയാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറയുന്നു. അവൾ എന്തെങ്കിലും മറുപടി പറയുന്നതിന് മുമ്പേ പെങ്ങും അവിടെ എത്തുന്നു. അവൻ വേവയെ സിനിമയ്ക്ക് കൊണ്ടുപോകാൻ വന്നതാണെന്ന് അറിഞ്ഞപ്പോൾ നിങ്ങൾ ഏത് സിനിമയ്ക്കാണ് പോകുന്നത്, ഞാൻ സിനിമ കാണാൻ തന്നെ ഇറങ്ങിയതാണ് എന്ന് സിജോങ് പറയുന്നു. ഇതിനിടയിൽ പെങ് വേവയുടെ കയ്യിൽ പിടിച്ചിരുന്നെങ്കിലും അവളെ കൈ വിടിവിച്ചിട്ട് ഞാൻ എന്തായാലും ടിക്കറ്റ് എടുത്തിട്ടില്ല, നമുക്ക് ഒരുമിച്ച് തന്നെ പോകാം, രണ്ടുപേരും വരാൻ പറഞ്ഞ് മുന്നോട്ട് നടക്കുന്നു. സിജോങ്ങിൻ്റെ വരവ് പെങ്ങിന് തീരെ പിടിച്ചില്ലെങ്കിലും വേവെ പറഞ്ഞത് കാരണം കൂടെ വന്നോളാൻ അവൻ സിജോങ്ങിനോട് പറയുന്നു. തിയേറ്ററിനുള്ളിൽ ആദ്യം സീറ്റ് പിടിച്ചത് സിജോങ് ആണ്. ഒരു സീറ്റ് ഒഴിച്ചിട്ട് ശേഷം പെങ്ങും ഇരുന്നിട്ട് പുറകെ വന്ന വേവയോട് തൻ്റെ തൊട്ടടുത്ത സീറ്റിൽ ഇരിക്കാൻ പറഞ്ഞെങ്കിലും വേവ അവിടെ ഇരിക്കാതെ രണ്ടുപേരുടെയും നടുക്കായി പോയിരിക്കുന്നു. പെങ് വേവയ്ക്ക് പോപ്കോൺ നൽകിയത് കണ്ട് സിജോങ് അത് വാങ്ങിയിട്ട് തൻ്റെ കയ്യിലിരുന്ന വലിയ പോപ്കോൺ കവർ അവളെ ഏൽപ്പിക്കുന്നു. നിനക്ക് വിശക്കാതിരിക്കണമെങ്കിൽ കൂടുതൽ കഴിക്കണം എന്നൊരു ന്യായം കൂടി പറയുന്നു. പെങ് ഇടയ്ക്ക് ബാത്റൂമിലേക്ക് പോകുന്നുണ്ട്. വേവയ്ക്ക് അപ്പോഴേക്കും സിനിമ ബോറടിച്ചു തുടങ്ങിയിരുന്നതിനാൽ അവൾ സീറ്റിലേക്ക് ചാരി നിന്ന് ഉറക്കം പിടിക്കുന്നു. സിജോങ് ശബ്ദമുണ്ടാക്കാതെ അവളുടെ തല പിടിച്ച് തൻ്റെ തോളിലേക്ക് ചായ്ക്കുന്നുണ്ട്. മടങ്ങി വന്ന പെങ് ആ കാഴ്ച കണ്ട് സീറ്റിൽ ചെന്നിരുന്നുടൻ തന്നെ വേവയെ വിളിച്ചുണർത്തുന്നു. സിജോങ് അവരെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട്. സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോൾ പകുതിക്ക് വെച്ച് ഉറങ്ങിപ്പോയതിന് വേവെ പെങ്ങിനോട് സോറി പറഞ്ഞപ്പോൾ പകുതിക്ക് വെച്ചോ പടം തുടങ്ങിയപ്പോൾ തന്നെ നീ ഉറക്കം പിടിച്ചല്ലോ എന്ന് പറഞ്ഞ് സിജോങ് അവളെ കളിയാക്കുന്നു. ഞാൻ അപ്പോഴൊന്നും ഉറങ്ങിയില്ല എന്ന് പറഞ്ഞ് അവളും ഉറങ്ങി എന്ന് പറഞ്ഞ് അവനും തമ്മിൽ തർക്കമായപ്പോൾ വേവയ്ക്ക് പണ്ടേ ഇങ്ങനെയുള്ള സിനിമകളൊന്നും ഇഷ്ടമല്ല. പണ്ടും അവൾ തിയേറ്ററിൽ നിന്ന് ഉറങ്ങാറുണ്ട്, അവൾക്ക് റിലാക്സ് ആവാൻ കഴിയുന്നു എന്നുള്ളതല്ലേ പ്രധാനം എന്ന് പെങ് ഇടയ്ക്കേറി പറയുന്നതിനാൽ രണ്ടുപേരും തർക്കം നിർത്തുന്നു. വേവയെക്കുറിച്ച് പെങ് അത്ര ആധികാരികമായി പറയുന്നത് കേട്ടപ്പോൾ സിജോങ്ങിന് പിന്നെ അവിടെ നിൽക്കാൻ താല്പര്യം തോന്നിയില്ല. നാളെ രാവിലെ 6:30 വരുന്ന കാര്യം മറക്കണ്ട എന്ന് വേവയോട് പറഞ്ഞിട്ട് അവൻ റൂമിലേക്ക് പോകുന്നു. നിങ്ങൾ ഒരുമിച്ച് എന്താണ് പരിപാടി എന്ന് അവൻ പോയി കഴിഞ്ഞപ്പോൾ പെങ് ചോദിക്കുന്നു. ഞങ്ങൾ അടുത്തിടെയായി ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്ന് മാത്രം പറഞ്ഞിട്ട് അവളും യാത്ര പറയുന്നു. സിനിമയ്ക്ക് പോയി മടങ്ങി വന്നപ്പോൾ സിജോങ് പറഞ്ഞിട്ട് പോയതുപോലെ രാവിലെ 6:30 തന്നെ വേവെ വോളിബോൾ കോർട്ടിലെത്തുന്നു. ഇത്ര രാവിലെ ഉറക്കം കളഞ്ഞ് എന്നെ ഇവിടേക്ക് വിളിപ്പിക്കേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നു എന്ന് വേവെ പരിഭവം പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഒരു കളി കളിച്ചാൽ ഉറക്കമൊക്കെ പോകും എന്ന് പറഞ്ഞ് അവൻ ബോൾ അവളെ പിടിപ്പിക്കാൻ നോക്കിയെങ്കിലും നിന്റെ കൂടെ കളിക്കാൻ എനിക്ക് മനസ്സില്ല, ഷോക്കടിപ്പിച്ചിട്ട് ഞാൻ പോവുകയാണ്, വേഗം വരാൻ പറഞ്ഞ് അവൾ കൈ നീട്ടുന്നു. സിജോങ് വന്ന് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിന്നെങ്കിലും ഷോക്ക് അടിക്കുന്നില്ല. നിന്റെ ചാർജ് തീർന്നു പോയോ എന്ന് ചോദിച്ചവൻ കളിയാക്കിയപ്പോൾ എനിക്ക് ഉറക്കം മതിയാവാത്തത് കൊണ്ടാണ്, ഞാൻ പോയിട്ട് പിന്നെ വരാമെന്ന് പറഞ്ഞ് വേവെ തിരിഞ്ഞെടുക്കുന്നു. പക്ഷേ സിജോങ് വേഗം ചെന്ന് അവളുടെ മുന്നിൽ കയറിയിട്ട് ഇന്നൊരു തവണ എന്നോടൊപ്പം കളിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ് മുന്നോട്ട് ചെല്ലുന്നു. വേവെ പുറകിലേക്ക് നടന്നു മാറാൻ ശ്രമിക്കുന്നതിനിടയിൽ വീഴാൻ തുടങ്ങിയപ്പോൾ സിജോങ് അവളുടെ കയ്യിൽ കയറി പിടിക്കുകയും ആ ഫോഴ്സിൽ വേവെ മുന്നോട്ടഞ്ഞ് അവന്റെ നെഞ്ചിൽ കൈവന്നിരിക്കുകയും ചെയ്യുന്നു. മുമ്പ് ഇതുപോലെയുള്ള ഒരു സീനിൽ സംഭവിച്ചതുപോലെ തന്നെ ഇത്തവണയും വേവയുടെ ഹെഡ് ബീറ്റ് കൂടുകയും സിജോങ്ങിനെ അവളുടെ കയ്യിൽ നിന്ന് ഷോക്ക് അടിക്കുകയും ചെയ്യുന്നു. വേവെ സിജോങ്ങിന്റെ നെഞ്ചിൽ തലവെച്ച് നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് പെങ് അവിടേക്ക് വന്നത്. സിജോങ് പിടിവിട്ട് പിന്മാറിയപ്പോഴാണ് വേവെ അവനെ കണ്ടത്.
വേവയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എനിക്കറിയാമെന്ന് കാണിക്കാൻ വേണ്ടി പെങ്ങിനെ കേൾപ്പിക്കാൻ നിന്റെ ഇലക്ട്രിസിറ്റിക്ക് ഭയങ്കര പവറാണ് എന്ന് സിജോങ് ഉറക്കെ വേവയോട് പറയുന്നു. വേവ പെട്ടെന്ന് പെങ്ങിനെ നോക്കിയിട്ട് സിജോങ്ങിനോടൊന്നും പറയാതെ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. പെങ്ങും അവൾക്ക് പുറകെ പോകുന്നുണ്ട്. സിജോങ് അവർക്ക് പുറകെ പോകാൻ തുടങ്ങിയെങ്കിലും ആ സമയത്ത് സ്റ്റുഡൻസ് കൗൺസിലിന്റെ പ്രസിഡന്റ് കാത്തിരിക്കുന്നുവെന്ന് പറഞ്ഞ് അവന്റെ റൂംമേറ്റിന്റെ കോൾ വരുന്നതിനാൽ അവൻ അവിടേക്ക് പോകേണ്ടി വരുന്നു. സിജോങ് ചെന്നപ്പോൾ ഒരു വലിയ അധികാരിയുടെ ഭാവത്തിൽ അഹങ്കാരത്തിൽ ഇരിക്കുകയായിരുന്നു സ്റ്റുഡൻസ് കൗൺസിലിന്റെ പ്രസിഡന്റായ ഫാൻ. സിജോങ് പക്ഷേ അവന്റെ മുന്നിൽ താണപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല. സിജോങ്ങിന്റെ നിൽപ്പ് കണ്ട് നീ തല കുനിച്ച് ബഹുമാനം കാണിച്ചുകൊണ്ട് നിന്നാൽ വേവയുടെ ക്ലബിന്റെ കാര്യത്തെക്കുറിച്ച് ആലോചിക്കാമെന്ന് ഫാൻ പറയുന്നു. അങ്ങനെ അപേക്ഷിച്ചിട്ട് അവസാനം നീ ഒപ്പിടാതിരുന്നാൽ നിന്റെ അവസ്ഥ ഈ കുപ്പിയുടേതുപോലെ ആയിരിക്കും എന്ന് പറഞ്ഞ് സിജോങ് കയ്യിലിരുന്ന ഒഴിഞ്ഞ കുപ്പി ഞെക്കിപ്പൊട്ടിക്കുന്നത് കണ്ട് ഫാൻ പോകാൻ എഴുന്നേറ്റെങ്കിലും സിജോങ്ങിന്റെയും അവന്റെയും കോമൺ ഫ്രണ്ട് അവനെ വീണ്ടും അനുനയിപ്പിച്ച് അവിടെ പിടിച്ചിരുന്നു. നീ അത്യാവശ്യം പണക്കാരനാണെന്ന് ഞാൻ അറിഞ്ഞല്ലോ. സ്റ്റുഡൻസ് കൗൺസിലിന് ഇപ്പോൾ കുറച്ച് ഫണ്ടിന്റെ കുറവുണ്ട്. അത് തരാൻ നീ തയ്യാറായാൽ ക്ലബിന്റെ കാര്യം റെഡിയാക്കാമെന്ന് ഫാൻ പറഞ്ഞപ്പോൾ നൽകാമെന്ന് സമ്മതിച്ചിട്ട് സിജോങ് അവിടെ നിന്ന് പോകുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വേവയ്ക്ക് എന്ത് പവർ ഉണ്ട് എന്നറിയാമായിരുന്നു എന്നല്ലാതെ അതിന്റെ എഫക്റ്റിനെ കുറിച്ചൊന്നും വിശദമായി പെങ്ങിന് അറിയില്ലായിരുന്നു. വേവയുടെ പവറിനെ കുറിച്ച് സിജോങ് അറിഞ്ഞതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലേ? അവൻ മറ്റാരോടെങ്കിലും പറഞ്ഞാലോ എന്ന് പെങ് ചോദിച്ചപ്പോൾ അവൻ ആരോട് പറയില്ല, അവനെ വിശ്വസിക്കാം, അവൻ ഇതറിയാൻ കാരണം ഞാൻ തന്നെയാണ്. 2 തവണ അവന് എന്റെ അടുത്ത് നിന്ന് ഷോക്ക് ഏറ്റു എന്ന് പറഞ്ഞിട്ട് തന്റെ ഷോക്ക് അടിച്ചാലുള്ള എഫക്റ്റിനെ കുറിച്ചും വേവയെ വിശദീകരിക്കുന്നു. അതുകൊണ്ടായിരുന്നു സ്കൂളിൽ പഠിച്ചപ്പോഴും ആൺകുട്ടികൾ അവളുടെ പുറകിൽ നടന്നതെന്നും അതിന്റെ പേരിലാണ് താൻ അവളെ അന്ന് തെറ്റിദ്ധരിച്ചതെന്നും തിരിച്ചറിഞ്ഞപ്പോൾ പെങ്ങിന് കുറ്റബോധം തോന്നുന്നുണ്ട്. പക്ഷെ വേവ ആ സംസാരം നീട്ടിക്കൊണ്ടു പോകാൻ താല്പര്യമില്ലാത്തതുപോലെ അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ, ഇനിയിപ്പോൾ പറയണ്ടല്ലോ, എനിക്കിപ്പോൾ അർജന്റ് ഒരു അസൈൻമെന്റ് ചെയ്തു തീർക്കാനുണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. പക്ഷെ സിജോങ്ങിന്റെ അടുത്തേക്കാണ് അവൾ പോയത്. പെങ്ങിനോടെല്ലാം പറഞ്ഞു എന്ന് അവൾ സിജോങ്ങിനോട് പറയുന്നു. മറ്റുള്ളവർ നിന്റെ പവറിനെ കുറിച്ച് അറിഞ്ഞാൽ എന്താണ് പ്രശ്നം, നല്ല കാര്യമല്ലേ എന്ന് സിജോങ് ചോദിച്ചപ്പോൾ എല്ലാവരും നിന്നെ പോലെയാണെന്നാണോ കരുതുന്നത് എന്ന് വേവെ ചോദിക്കുന്നു. നീ പേടിക്കണ്ട, കൂടുതൽ പേരറിഞ്ഞ് നിനക്കെന്തെങ്കിലും ദോഷമുണ്ടായാൽ ഞാൻ നിന്നെ സംരക്ഷിച്ചോളാം എന്നവൻ അവളുടെ അടുത്ത് ചെന്നേരം തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നു. നീ ആരാണെന്നാണ് നിന്റെ വിചാരം എന്ന് ചോദിച്ച് വേവെ കൈ പിടിച്ച് മാറ്റാൻ തുടങ്ങിയപ്പോൾ അവൻ ഒന്നുകൂടി ബലമായി അവളെ പിടിച്ചടിപ്പിക്കുന്നു. വേവയുടെ മുഖം അടുത്ത് വന്നപ്പോൾ സിജോങ്ങിനും വേവയ്ക്കും ഒരുപോലെ വല്ലാത്തൊരു സ്പാർക്ക് ഫീൽ ചെയ്യുന്നതിനാൽ രണ്ടുപേരും പെട്ടെന്ന് തന്നെ പിന്മാറുന്നു. സിജോങ് വേഗം എഴുന്നേറ്റ് നീന്താനായി പോകുന്നു. അന്ന് രാത്രി നിന്റെ പവറിനെ കുറിച്ച് കൂടുതൽ ആളുകൾ അറിയാതെ സൂക്ഷിക്കണമെന്ന് പെങ് വേവയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. പെങ് തന്റെ കാര്യത്തിൽ കൂടുതൽ കെയർ ചെയ്യുകയാണെന്ന് വേവയ്ക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. പക്ഷെ അവനുമായി ഒരു റിലേഷന് അവൾക്കൊട്ടും താല്പര്യമില്ലായിരുന്നതിനാൽ മുമ്പ് കൂടെ പഠിച്ചിരുന്ന ഒരു സീനിയറിനെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇവിടെ കണ്ടുമുട്ടിയെന്നും പക്ഷേ അവനെ കാണുമ്പോൾ എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയാൻ കഴിയുന്നില്ലെന്നും ഇതിനെന്തെങ്കിലും പരിഹാരം പറഞ്ഞു തരാമോ എന്നും അവൾ റൂംമേറ്റ്സിനോട് ചോദിക്കുന്നു. ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ചൊന്നും എനിക്കറിയില്ല എന്ന് ജിൻജിൻ ആദ്യമേ പറയുന്നു. നിനക്ക് അയാളോട് ഇപ്പോൾ ഇഷ്ടമുണ്ടോ എന്ന് യൂഷിൻ വേവയോട് ചോദിക്കുന്നു. ഇല്ലെന്ന് വേവ പറഞ്ഞപ്പോൾ എങ്കിൽ എത്രയും പെട്ടെന്ന് അവരോട് തുറന്നു പറയണം, ഇല്ലെങ്കിൽ കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് പോകുമെന്ന് യൂഷിൻ അവളെ ഉപദേശിക്കുന്നു. ക്ലബ്ബ് തുടങ്ങുന്ന കാര്യത്തിൽ വേവയെ സഹായിക്കാൻ സ്റ്റുഡൻസ് കൗൺസിൽ പ്രസിഡന്റിനെ വരുതിയിൽ കൊണ്ടുവരാൻ അവരെ കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്നറിയാൻ സിജോങ് അന്ന് വീട്ടിൽ മടങ്ങിയെത്തിയിട്ട് ഏതോ സുഹൃത്ത് വഴി സംഘടിപ്പിച്ച സ്റ്റുഡൻസ് കൗൺസിലിന്റെ ലെഡ്ജർ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ അവന് പാലുമായി മുറിയിലേക്ക് വരുന്നു. പതിവില്ലാത്ത വിധം അവൻ കുത്തിയിരുന്ന് മെനക്കെടുന്നത് കണ്ട് വിവരം ചോദിച്ച അമ്മയോട് കാര്യം പറഞ്ഞിട്ട് അമ്മയും കൂടി നിന്ന് സഹായിക്കാൻ അവൻ പറയുന്നു. വേവയ്ക്ക് വേണ്ടിയാണോ ഇത്ര കഷ്ടപ്പെടുന്നതെന്ന് അമ്മ ചോദിച്ചപ്പോൾ അത് സമ്മതിച്ചു കൊടുക്കാതെ നീതിക്ക് വേണ്ടിയാണ് എന്നവൻ പറഞ്ഞപ്പോൾ എങ്കിൽ നീ തന്നെ ഇരുന്ന് കണ്ടുപിടിച്ചാൽ മതി എന്ന് പറഞ്ഞ് അമ്മ പിണങ്ങിപ്പോകാൻ തുടങ്ങുന്നു. അതിനാൽ വേവയെ സഹായിക്കാനാണെന്ന് അവൻ സമ്മതിക്കുന്നു. അമ്മ ചിരിച്ചുകൊണ്ട് തിരികെ വന്ന് അവൻ്റെ കൂടെ കൂടുന്നുണ്ട്. രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ചുകൊണ്ട് രാവിലെ പ്രാക്ടീസിന് ചെന്നപ്പോൾ സിജോങ്ങിന്റെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു. കോച്ച് ഉറക്കമൊഴിഞ്ഞ് എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചോദിച്ച് അവനെ വഴക്ക് പറഞ്ഞപ്പോൾ ഇന്നലെ ഇവൻ റൂമിലേക്ക് പോലും വന്നില്ല എന്ന് ഡിങ് പറയുന്നു. കോച്ചിന് മൊത്തത്തിൽ ദേഷ്യം കയറിയതിനാൽ പണിഷ്മെന്റായി 20 റൗണ്ട് നീന്താൻ 2 പേരോടും പറയുന്നു. അവൻ തെറ്റിയതിന് ഞാൻ എന്തിനാണ് നീന്തുന്നത്, എന്നെ ഒഴിവാക്കി തരണമെന്ന് ഡിങ് പറഞ്ഞെങ്കിലും റൗണ്ട്സ് പൂർത്തിയാക്കാതെ ഇന്ന് ഭക്ഷണം പോലും തരില്ല എന്ന് പറഞ്ഞിട്ടാണ് കോച്ച് പോയത്. പണിഷ്മെന്റ് കഴിഞ്ഞ് ഡ്രസ്സിംഗ് റൂമിലെത്തിയപ്പോൾ ലെഡ്ജർ പരിശോധിച്ചത് കാരണമാണ് ഉറക്കമൊഴിഞ്ഞതെന്നും ഫാൻ സ്റ്റുഡൻസ് കൗൺസിലിന്റെ പണം കുറെ ദുരുപയോഗം ചെയ്തതായി കണ്ടെത്താൻ കഴിഞ്ഞുവെന്നും സിജോങ് ഫ്രണ്ട്സിനോട് പറയുന്നു. വേവയ്ക്ക് വേണ്ടി അവൾ പോലും അറിയാതെ ഇത്രയൊക്കെ സഹായം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് ഡിങ് സിജോങ്ങിനെ കളിയാക്കുന്നുണ്ട്. ക്ലബിനുള്ള ആപ്ലിക്കേഷൻ ഫോമുമായി വേവയും ലീഡറും കൂടി ടീച്ചറുമായി ചെന്ന് കണ്ടെങ്കിലും സ്റ്റുഡന്റ് കൗൺസിൽ പ്രസിഡന്റിന്റെ ഒപ്പില്ലാതെ എനിക്ക് പെർമിഷൻ തരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ടീച്ചർ അവരെ നിരാശരാക്കുന്നു. സ്റ്റുഡന്റ് കൗൺസിൽ പ്രസിഡന്റിനെ ഒന്നുകൂടി കണ്ടേക്കാം എന്ന് പറഞ്ഞ് വേവെ ഫാനിനെ തിരികെ പോകുന്നു. അവൾ അവനെ കണ്ട് മുമ്പ് ദേഷ്യപ്പെട്ടു പോയതിന് സോറി പറഞ്ഞിട്ട് ആപ്ലിക്കേഷനെ കുറിച്ച് പറഞ്ഞെങ്കിലും അവൻ അവളെ കണ്ടതായി പോലും നടിക്കാതെ അവിടെ നിന്ന് പോകുന്നു. അവൻ വേവയെ അവോയ്ഡ് ചെയ്ത് പോകുന്നതും അവൾ വിഷമിച്ചു നിൽക്കുന്നതും അതുവഴി വന്ന ദക്ഷി കാണുന്നുണ്ടായിരുന്നു. വേവയോട് പിണങ്ങിയെങ്കിലും അവളെ മറ്റൊരാൾ വിഷമിപ്പിക്കുന്നത് അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ മനഃപൂർവ്വം ക്യാൻറ്റീനിൽ വെച്ച് അവൻ്റെ പുറത്തടിച്ച് കയ്യിലിരുന്ന ഗ്ലാസ്സിലെ വെള്ളം അവൻ്റെ ദേഹത്തെക്കുറിച്ച് പ്രതികാരം ചെയ്യുന്നു. എന്നിട്ട് അബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞ് സോറി പറയുന്നു. ദക്ഷി അത്യാവശ്യം പോപ്പുലറായ ഒരു സുന്ദരി ആയതുകൊണ്ട് ഫാൻ അത് നിസ്സാരമായി തള്ളിക്കളഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. വേവയെ ഉപദ്രവിക്കാമെന്ന് നീ കരുതിയോ എന്ന് സ്വയം പറഞ്ഞ് വിജയിച്ചിരിയോടെയാണ് ദക്ഷി അവിടെ നിന്ന് പോയത്. ആദ്യം മുതൽ അവിടെ സംഭവിച്ച കാര്യങ്ങൾ മുഴുവൻ അവിടെ അടുത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്ന ഡിങ് കാണുന്നുണ്ടായിരുന്നു. അവൻ ദക്ഷിയുടെ പുറകെ ചെന്നിട്ട് നീ എന്തിനാണ് അങ്ങനെ ചെയ്തത്, സിജോങ്ങിനെ പോലെ തന്നെ വേവയെ സഹായിക്കാനാണോ എന്ന് ചോദിക്കുന്നു.
സിജോങ് എന്തിനാണ് അവളെ സഹായിക്കുന്നതെന്ന് ദക്ഷി ചോദിച്ചപ്പോൾ വേവയെ ക്ലബ്ബ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന കാര്യവും ബാക്കി വിവരങ്ങളും ഡിങ് അവളോട് പറഞ്ഞിട്ട് സിജോങ്ങിന് വേവയെ ഇഷ്ടമായതുകൊണ്ടാണ് അവൻ അവളെ സഹായിക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ ഒരേ റൂമിലായിട്ടും ഇക്കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന് അവൻ ചോദിക്കുന്നു. ദക്ഷി മറുപടിയൊന്നും പറയാതെ അവിടെ നിന്ന് പോയെങ്കിലും ഡിങ് വിടാതെ അവളുടെ പുറകെ തന്നെ പോകുന്നുണ്ട്. ദക്ഷിയെ കണ്ട വിവരവും നിങ്ങൾ തമ്മിൽ പിണക്കത്തിലാണോ എന്നും വേവയെ സഹായിക്കാൻ വേണ്ടി ഫാനിന്റെ ദേഹത്ത് അവൾ വെള്ളം ഒഴിച്ചതുമൊക്കെ ഡിങ് വേവയ്ക്ക് മെസ്സേജ് അയക്കുന്നു. ദക്ഷി നല്ലൊരു ഫ്രണ്ടാണ്, അതുകൊണ്ട് നിങ്ങളുടെ പിണക്കം എത്രയും പെട്ടെന്ന് തീർക്കാനും അവൻ അവൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. വേവ ഉടൻ തന്നെ യൂഷിൻ വർക്ക് ചെയ്യുന്ന കഫേയിൽ ചെന്ന് ദക്ഷിക്ക് പ്രിയപ്പെട്ട സ്ട്രോബെറി കേക്ക് ഓർഡർ ചെയ്തിട്ട് അത് ദക്ഷിക്ക് ഡെലിവർ ചെയ്യാൻ പറയുന്നു. ആ സമയത്ത് സിജോങ് അവളെ വിളിച്ച് അവതാർ പ്ലാസയിലേക്ക് വേഗം വരാൻ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. സ്റ്റുഡൻസ് കൗൺസിൽ പ്രസിഡന്റ് അവിടെ ചെയ്തിരിക്കുന്ന വാൾ പെയിൻറ്റിങ്സ് അമ്മയെ വീഡിയോ കോളിലൂടെ കാണിച്ചു കൊടുക്കുകയായിരുന്നു സിജോങ്. അപ്പോൾ ആ പെയിൻറ്റിങ് വളരെ വില കുറഞ്ഞ ഇനമാണ് എന്ന് പ്രസിഡന്റ് എല്ലാവരെയും പറ്റിച്ചതാണെന്നും അമ്മ അവനോട് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് വേവ അവിടേക്ക് എത്തിയത്. അവൻ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തിട്ട് കയ്യിൽ കരുതിയിരുന്ന മിൽക്ക് ടീ അവൾക്ക് നൽകുന്നു. വേവയ്ക്ക് അത് വളരെ ഇഷ്ടമുള്ളതായിരുന്നതിനാൽ നീ ഇതെവിടെ നിന്ന് വാങ്ങി, കോളേജിനടുത്തെങ്ങും ഇത് കിട്ടാറില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് സന്തോഷത്തോടെ അവളത് വാങ്ങി കുടിക്കുന്നു. സിജോ കൊതിയോടെ നോക്കിയിരിക്കുന്ന കണ്ട് നിനക്ക് വേണോ എന്ന് വേവ ചോദിക്കുന്നു. പ്രാക്ടീസിനെ നെഗറ്റീവായി ബാധിക്കുന്നത് കാരണം വേണ്ട എന്നവൻ പറഞ്ഞപ്പോൾ വേവ അവനെ ചുണ്ടു പിടിപ്പിക്കാൻ വേണ്ടി ഇത്ര മണവും രുചിയുമുള്ള മിൽക്ക് ടീ കഴിക്കാൻ അത്ലറ്റ് ആയതുകൊണ്ട് നിനക്ക് സാധിക്കില്ല എന്നത് വലിയ കഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങുന്നു. അവൻ ദേഷ്യം വന്നതിനാൽ വേവയ്ക്ക് തടയാൻ കഴിയുന്നതിന് മുമ്പ് അവൻ അവളുടെ കയ്യിൽ നിന്ന് ഗ്ലാസ്സിൽ നിന്ന് കുടിക്കാൻ തുടങ്ങുന്നു. താൻ കുടിച്ചതിൻ്റെ ബാക്കി അവൻ കുടിക്കുന്നത് കണ്ട് വേവ അമ്പരന്നിരിക്കുകയാണ്. മിൽക്ക് ടീ കുടിച്ചാലും ഞാനിന്ന് എൻ്റെ റെക്കോർഡ് തകർത്ത് പുതിയ റെക്കോർഡ് ഇടുന്നത് നിന്നെ കാണിച്ചു തരാം എന്ന് വാശിയോടെ പറഞ്ഞിട്ട് അവൻ എഴുന്നേറ്റ് പോകുന്നു. ഇത് ഞാനിനി എങ്ങനെ കുടിക്കുമെന്ന് ചോദിച്ചുകൊണ്ട് വേവയെ പുറകെ ഓടിച്ചെല്ലുന്നുണ്ട്. ഇനി നിനക്ക് മിൽക്ക് ടീ കുടിക്കണം തോന്നുമ്പോൾ തന്നെ പോയി വാങ്ങി കുടിച്ചാൽ മതി, എൻ്റേത് കുടിക്കാൻ വരണ്ട എന്ന് പറഞ്ഞിട്ട് വേവെ ബാഗിൽ നിന്ന് ഒരു മിഠായി എടുത്ത് കഴിക്കാൻ തുടങ്ങുന്നു. പക്ഷേ ആ ഫ്ലേവർ സിജോങ്ങിന് തീരെ ഇഷ്ടമില്ലാത്തതിനാൽ ഈ വൃത്തികെട്ട മിഠായിയാണ് നീ കഴിക്കാൻ പോകുന്നത് എന്നവൻ ചോദിക്കുന്നു. അവൻ്റെ മുഖത്തെ അറപ്പ് കണ്ടപ്പോൾ വേവയ്ക്ക് തമാശ തോന്നുന്നതിനാൽ അവൾ അവൻ്റെ മുഖത്തേക്ക് അടുപ്പിച്ച് ഒന്നുകൂടി അവനെ അർപ്പിക്കുന്നു. വെറുതെ എന്നെ ശല്യപ്പെടുത്താൻ വന്നാൽ ഇതായിരിക്കും ബലം എന്ന് പറഞ്ഞ് അവൾ പോകാൻ തുടങ്ങിയപ്പോൾ സിജോങ് അവളുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് നിനക്കെൻ്റെ ഫ്രണ്ട് ആയിക്കൂടെ, അപ്പോൾ എന്നെ കാണാൻ വരുന്നതിന് കുഴപ്പമില്ലല്ലോ എന്നവൻ ചോദിക്കുന്നു. വേവ കയ്യിലേക്ക് നോക്കുന്നത് കണ്ട് അവൻ പിടിവിട്ടപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലായാലും സ്പോർട്സിൻ്റെ കാര്യത്തിലായാലും ഒക്കെ നമുക്ക് ഡിഫറൻറ്റ് ടേസ്റ്റാണ്, പിന്നെ നമ്മളെങ്ങനെ ഫ്രണ്ട്സ് ആകും എന്ന് ചോദിച്ചവൾ വീണ്ടും മിഠായി കഴിക്കാൻ തുടങ്ങിയപ്പോൾ സിജോങ് പെട്ടെന്ന് ആ മിഠായി വാങ്ങി വായിലിടുന്നു. ഇഷ്ടമില്ലാത്തത് ബുദ്ധിമുട്ട് കഴിക്കുന്നതിൻ്റെ ഭാവം അവൻ്റെ മുഖത്തുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ടേസ്റ്റ് ഒരുപോലെ ആയല്ലോ, ഇനി ഫ്രണ്ട്സ് ആയിക്കൂടെ എന്നവൻ ചോദിക്കുന്നു. വേവയെ സമ്മതിച്ചപ്പോൾ അവൻ അവളുടെ തോളിൽ തട്ടിയിട്ട് എങ്കിൽ ഞാൻ ഇപ്പോൾ പോവുകയാണ്, പിന്നീട് നമുക്ക് ഒരുമിച്ച് ഒരു ഡ്രിങ്ക്സ് കഴിക്കാൻ പോകണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. വേവയുടെ മുഖമാകെ ചുവന്തുടുക്കുന്നുണ്ട്. വേവയെ ദക്ഷിക്ക് വേണ്ടി ഓർഡർ ചെയ്ത കേക്ക് വാങ്ങാൻ കഫയിൽ നിന്ന് മെസ്സേജ് കിട്ടിയതനുസരിച്ച് ദക്ഷി എത്തുന്നു. ആ സമയത്ത് യൂഷിൻ അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫിനോട് ആരാണിത് ഓർഡർ ചെയ്തതെന്ന് ദക്ഷി ചോദിച്ചപ്പോൾ ഓർഡർ ചെയ്തയാൾ മെസ്സേജ് ഒന്നും നൽകിയിട്ടില്ല എന്നറിയിക്കുന്നു. ദക്ഷി കേക്കുമായി തിരിഞ്ഞപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ഡിങ് അവൾക്ക് ഹായ് പറഞ്ഞത്. അവനായിരിക്കും തനിക്ക് കേക്ക് നൽകിയതെന്ന് ചിന്തിച്ച് ദക്ഷി അവൻ്റെ അടുത്ത് ചെന്നിരുന്നിട്ട് പെൺകുട്ടികൾക്ക് കേക്ക് നൽകുന്നതൊക്കെ പഴയ ഫാഷനാണ്, എന്നാലും ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഫ്ലേവർ ആയതുകൊണ്ട് ഞാൻ സ്വീകരിച്ചോളാം എന്ന് ജാടയിട്ട് പറയുന്നു. ആർക്ക് കേക്ക് നൽകിയ കാര്യമാണ് നീ പറയുന്നത്? ഞാൻ എന്തിനാണ് നിനക്ക് കേക്ക് തരുന്നത്? എനിക്ക് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാത്രം ചിലപ്പോൾ ഞാൻ ആർക്കെങ്കിലും കൊടുത്തേനെ, അല്ലാതെ ഞാൻ ആർക്കും കേക്ക് കൊടുക്കാറില്ല എന്നൊക്കെ ഡിങ് പറഞ്ഞെങ്കിലും അവളത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. അപ്പോഴാണ് പുറത്തുനിന്ന് കയറി വന്ന യൂഷിൻ ദക്ഷിയെ കണ്ടടുത്തേക്ക് ചെന്ന് കേക്ക് കിട്ടിയോ, ഇനിയെങ്കിലും വേവയോടുള്ള പിണക്കം മാറ്റാൻ ശ്രമിക്കുക, അവൾ രാത്രിയിലൊക്കെ നിന്നെ ഓർത്ത് നെടുവേർപ്പെടുന്നത് കാണാം എന്നൊക്കെ പറയുന്നത്. കേക്ക് വേവയാണ് തനിക്ക് വേണ്ടി വാങ്ങിച്ചത് എന്ന് അറിഞ്ഞതും ദക്ഷി ഡിങ്ങിൻ്റെ മുമ്പിൽ ആകെ ചമ്മി നാർന്നു. കേക്ക് എടുക്കാൻ പോലും നിൽക്കാതെ അവൾ വേഗം സ്ഥലം വിടുന്നുണ്ട്. ക്ലബിൻ്റെ അപ്രൂവലിന് വേണ്ടി ചെന്ന വേവയെ കൊണ്ട് ഫാൻ തറുതുടപ്പിക്കുകയാണ്. അവൾ തുടച്ചു കഴിഞ്ഞു എന്നറിയിച്ചപ്പോൾ അതുവരെ കപ്പലണ്ടി കഴിച്ചുകൊണ്ടിരുന്ന അവൻ എഴുന്നേറ്റ് നിൽക്കുന്നു. അതോടെ അവൻ്റെ മടിയിലുണ്ടായിരുന്ന തൊലിയെല്ലാം തറയിലേക്ക് വീഴുന്നു. തറ വീണ്ടും വൃത്തികേടായില്ലേ, അതുകൊണ്ട് ഒന്നുകൂടി ക്ലീൻ ചെയ്തിട്ട് പോയാൽ മതി എന്നവൻ പറഞ്ഞപ്പോൾ സ്റ്റുഡൻസിനെ സംരക്ഷിക്കേണ്ടതല്ലേ സ്റ്റുഡൻസ് കൗൺസിൽ പ്രസിഡന്റ് ഉത്തരവാദിത്തം, അല്ലാതെ അവരെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ശരിയാണോ എന്ന് വേവെ ചോദിക്കുന്നു. അവൻ അവളെ എതിർത്ത് മറുപടി നൽകിക്കൊണ്ടിരിക്കുമ്പോൾ പെങ് വേവയെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞുകൊണ്ട് അവിടേക്ക് വരുന്നു. നീ ആള് കണ്ടതുപോലെ അല്ലല്ലോ, നിനക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ ആൺപിള്ളേർ മത്സരിക്കുകയാണല്ലോ, ഇപ്പോൾ പഴയ സ്റ്റുഡൻസ് കൗൺസിൽ പ്രസിഡന്റ് വരെ നേരിട്ട് വന്നിരിക്കുകയാണല്ലോ എന്ന് ഫാൻ പെങ്ങിനെ നോക്കി പരിഹാസത്തോടെ പറയുന്നു. വേവയെ ശല്യപ്പെടുത്താൻ ഞാൻ ആരെയും അനുവദിക്കില്ല, നിന്റെ ഈ സ്ഥാനം എപ്പോഴും ഉണ്ടാകുമെന്ന് കരുതണ്ട എന്നൊക്കെ പറഞ്ഞ് പെങ് ചൂടായപ്പോൾ ഞാൻ നിങ്ങളെ മര്യാദ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഫാൻ അവിടെ നിന്ന് പോകുന്നു. എന്താണ് നിങ്ങൾ തമ്മിൽ പ്രശ്നമെന്ന് പെങ് വേവയോട് ചോദിച്ചപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, അവൻ്റെ സ്വഭാവം അങ്ങനെയാണല്ലോ എന്ന് വേവ പറയുന്നു. അവളുടെ മൂഡ് ഓഫ് മാറ്റാൻ അവൻ അവൾക്ക് ഇഷ്ടമുള്ള പൈനാപ്പിൾ ഫ്ലേവർ ലോലിപോപ്പ് നൽകിയിട്ട് ഫ്രീ ആണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ലൈബ്രറിയിലേക്ക് പോയാലോ എന്ന് ചോദിക്കുന്നു. വേവ അത് സമ്മതിച്ച് അവൻ്റെ കൂടെ ചെല്ലുന്നുണ്ട്. സിജോങ് ഈ സമയം താൻ കണ്ടെത്തിയ സ്റ്റുഡൻസ് കൗൺസിലിൻ്റെ കള്ളക്കണക്കെല്ലാം ടീച്ചർമാരെ കൊണ്ട് കാണിച്ചിട്ട് ഫാൻ സ്റ്റുഡൻസ് കൗൺസിൽ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്നറിയിക്കുന്നു. എത്രയും പെട്ടെന്ന് ഞാൻ വേണ്ടത് ചെയ്തോളാമെന്ന് ടീച്ചർമാർ അവന് ഉറപ്പ് നൽകുന്നു. പെങ്ങിനൊപ്പം ലൈബ്രറിയിലേക്ക് പോയ വേവെ അവിടെ ഇരുന്ന് ഉറക്കം പിടിച്ചിരുന്നു. ആ സമയത്താണ് ടീച്ചറിനെ കണ്ട വിശേഷങ്ങൾ പറയാനായി സിജോങ് അവളുടെ ഫോണിലേക്ക് വിളിച്ചത്.
വേവ ഇപ്പോൾ ഉറങ്ങുകയാണ്. കുറച്ചു കഴിഞ്ഞ് വിളിക്കാൻ പെങ് ഫോൺ എടുത്തിട്ട് പറയുന്നതിനാൽ അവൾ ഇപ്പോൾ എവിടെയായിരിക്കുമെന്ന ചിന്തയിൽ സിജോങ് ആകെ അസ്വസ്ഥനാക്കുന്നു. അവൻ ഉടൻ തന്നെ അവളുടെ ഹോസ്റ്റലിലേക്ക് പോയി അവൾ മടങ്ങി വരുന്നതും കാത്ത് അവിടെ ഇരിക്കാൻ തുടങ്ങുന്നു. വേവ പെങ്ങിനൊപ്പമാണ് തിരികെ വരുന്നത്. അവൻ അവൾക്കൊരു ഗിഫ്റ്റ് നൽകുന്നതും സിജോങ് അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. അവൾ ഗിഫ്റ്റ് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അവൻ നിർബന്ധിച്ച് അവളെ ഏൽപ്പിച്ചിട്ട് തുറന്നു നോക്കാൻ പറയുന്നു. ഒരു ജോഡി പിങ്ക് കളർ ബ്ലൗസ് ആയിരുന്നു അതിൽ. ഹൈസ്കൂളിൽ വെച്ചും ഞാനിതുപോലെ ഒന്ന് നിനക്ക് തരാനായി വാങ്ങിയിരുന്നു, പക്ഷെ അന്ന് അതിന് കഴിഞ്ഞില്ല. ഇപ്പോൾ വളരെ തിരഞ്ഞ ശേഷമാണ് ഈ കളർ കിട്ടിയത് എന്നവൻ പറയുന്നു. അപ്പോഴേക്കും ക്ഷമ നശിച്ച സിജോങ് വേവയെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നിട്ട്, നീ ഇതുവരെ എവിടെയായിരുന്നു? ഞാൻ ഇത്ര നേരമായി നിന്നെ കാത്തിരിക്കുകയാണ്. നീ എപ്പോഴാണ് എനിക്ക് സമയം തരുന്നത് എന്ന് ചോദിച്ച് കൈ നീട്ടുന്നു. എന്തിനുള്ള സമയമാണ് എന്ന് പെങ് ചോദിച്ചപ്പോൾ സിജോങ്ങിന് ഷോക്കിലൂടെ ട്രീറ്റ്മെന്റ് നൽകുന്ന വിവരം അവൻ അറിയാതിരിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല, ഇപ്പോൾ ചില അത്യാവശ്യ തിരക്കുണ്ട് എന്ന് പെങ്ങിനോട് പറഞ്ഞിട്ട് വേവെ സിജോങ്ങിനെയും കൂട്ടി അവിടെ നിന്ന് പോകുന്നു. സ്വിമ്മിംഗ് പൂളിനടുത്തെത്തിയപ്പോൾ, നീ ഇന്ന് പെങ്ങിനൊപ്പം എവിടെയാണ് പോയത്? ഞാൻ വിളിച്ചപ്പോൾ നീ ഉറങ്ങുകയാണെന്ന് അവൻ പറഞ്ഞല്ലോ എന്ന് സിജോങ് ചോദിക്കുന്നു. ലൈബ്രറിയിൽ നിന്ന് ഉറങ്ങിപ്പോയതാണ് എന്ന് പറഞ്ഞപ്പോൾ അവന് സമാധാനമാകുന്നുണ്ട്. സിജോങ് സ്റ്റുഡൻസ് കൗൺസിൽ പ്രസിഡന്റിനെ കുറിച്ച് ആവേശത്തോടെ പറയാൻ തുടങ്ങിയപ്പോൾ വേവെ പെങ് നൽകിയ ഗ്ലൗസ് നോക്കിക്കൊണ്ട് നിൽക്കുന്ന കണ്ട് അവൻ ദേഷ്യം വരുന്നതിനാൽ അവൻ അത് പിടിച്ചു വാങ്ങുന്നു. കുട്ടികളെ പോലെ പെരുമാറാതെ തിരികെ തരാൻ വേവെ പറഞ്ഞപ്പോൾ അവൻ ദേഷ്യത്തിൽ അതെടുത്ത് വെള്ളത്തിലേക്ക് എറിയുന്നു. നിനക്ക് കുറച്ചുകൂടി പക്വത കാണിച്ചുകൂടെ എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ട് വേവെ അവിടെ നിന്ന് പോകുന്നു. ചെയ്തത് തെറ്റായി പോയി എന്ന് തോന്നിയതിനാൽ വേഷം പോലും മാറാതെ സിജോങ് വെള്ളത്തിലേക്ക് ചാടി ആ ഗ്ലൗസ് തിരയുന്നു. നനഞ്ഞു കുളിച്ച് മുറിയിലെത്തിയ അവൻ ഗ്ലൗസ് മേശപ്പുറത്ത് വെച്ചിട്ട് ബാത്റൂമിലേക്ക് പോകുന്നത് കണ്ട് പുറത്ത് മഴ പെയ്യുന്നുണ്ടോ എന്ന് അവൻ്റെ റൂംമേറ്റ്സ് തമ്മിൽ ചോദിക്കുന്നു. വേവെ പെങ്ങിൻ്റെ ഗിഫ്റ്റ് വാങ്ങിച്ചതും അതിൻ്റെ പേരിൽ ദേഷ്യപ്പെട്ടതുമൊക്കെ പിന്നെയും സിജോങ്ങിൻ്റെ മനസ്സിലേക്ക് കയറി വരുന്നു. അവളെ വിളിക്കാനായി ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് വെള്ളം കയറിയത് കാരണം അത് നാശമായി എന്ന് അവൻ അറിയുന്നത്. സ്റ്റുഡൻസ് കൗൺസിൽ പ്രസിഡന്റിന്റെ കള്ളത്തരങ്ങൾ സിജോങ് പുറത്തു കൊണ്ടുവന്നതോടെ അവനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നു. വേവയുടെ ഫിസിയോതെറാപ്പി ക്ലബിന് ടീച്ചർമാർ പെർമിഷൻ നൽകുകയും ചെയ്യുന്നു. ഫാന്റെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാൻ സഹായിച്ചത് പെങ്ങാണെന്നാണ് ടീച്ചർമാരുടെ സംസാരത്തിൽ നിന്ന് വേവയ്ക്ക് തോന്നിയത്. ക്ലബിന് പെർമിഷൻ കിട്ടിയതിന്റെ ഫോട്ടോ എടുത്ത് പെങ്ങിന് അയച്ചിട്ട് താങ്ക്സ് മെസ്സേജും അയക്കുന്നു. സിജോങ് ഈ സമയം കാലിന്റെ ചെക്കപ്പിന് അമ്മയ്ക്കൊപ്പം ഡോക്ടറെ കാണാൻ പോയിരിക്കുകയായിരുന്നു. ഡോക്ടറുടെ മുന്നിലിരിക്കുമ്പോഴും വേവെ എന്താണ് മെസ്സേജ് അയക്കാത്തതെന്ന് ചിന്തിച്ച് ഫോണിൽ നോക്കി അസ്വസ്ഥതയോടെ ഇരിക്കുകയാണ് അവൻ. റിപ്പോർട്ട് നോക്കിയ ശേഷം പരിക്ക് മുമ്പത്തേതിലും ഭേദപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ആക്സിഡന്റ് ഉണ്ടാകുന്നതിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് എത്തുന്ന കാര്യം ഇപ്പോഴും സംശയമാണെന്ന് ഡോക്ടർ പറയുന്നു. അത് കുഴപ്പമില്ല, ഞാനൊരു വഴി കണ്ടിട്ടുണ്ട് എന്നവൻ ഡോക്ടർക്ക് മറുപടി നൽകുന്നു. ആ സമയത്താണ് സിജോങ്ങിന്റെ അമ്മയുടെ ഫ്രണ്ട് കൂടിയായ ആ ഡോക്ടറുടെ മകൾ ജിൻജിൻ അവിടേക്ക് വന്നത്. കുട്ടിക്കാലത്ത് മാത്രം കണ്ടിട്ടുള്ള അവളെ വീണ്ടും കണ്ടപ്പോൾ സിജോങ്ങിന്റെ അമ്മ എഴുന്നേറ്റ് ചെന്ന് വിശേഷങ്ങൾ പറയുന്നു. അവൾ സിജോങ്ങിന്റെ അതേ കോളേജിൽ തന്നെയാണ് പഠിക്കുന്നതെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് അവൻ ചോദിക്കുന്നു. ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ വേവയുടെ റൂംമേറ്റ് ആണോ എന്നും സിജോങ് ചോദിക്കുന്നു. സിജോങ്ങിനെ കണ്ടപ്പോൾ മുതൽ ജിൻജിൻ നാണിച്ചു നിൽക്കുകയായിരുന്നു. വേവയുടെ റൂമിൽ തന്നെയാണ് എന്നവൾ പറയുന്നു. കുട്ടിക്കാലത്ത് ജിൻജിനും സിജോങ്ങും ഒരുമിച്ച് കളിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നതിനെ കുറിച്ചൊക്കെ സിജോങ്ങിന്റെ അമ്മ നിർത്താതെ വാചകം അടിച്ചപ്പോൾ എനിക്കൊന്നും ഓർമ്മയില്ലല്ലോ എന്ന് സിജോങ് പറയുന്നു. നിനക്ക് പിന്നെ എന്താണ് ഓർമ്മ എന്ന് ചോദിച്ച് അമ്മ അവനെ വഴക്ക് പറയുന്നുണ്ട്. ജിൻജിൻ കോളേജിലേക്ക് പോകാൻ തുടങ്ങിയാണ് എന്നറിഞ്ഞപ്പോൾ സിജോങ്ങും അവിടെ കാണും. രണ്ടാളും ഒരുമിച്ച് പോകാൻ അവന്റെ അമ്മ നിർബന്ധിക്കുന്നതിനാൽ അവർ ഒരുമിച്ച് പോകുന്നു. വണ്ടിയിൽ ജിൻജിൻ അവനോടൊന്നും മിണ്ടാതെ ഫോണിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നത് കണ്ട് സിജോങ് ശ്രദ്ധിച്ചപ്പോഴാണ് അവൾ ഫോൺ തലതിരിച്ചാണ് പിടിച്ചിരിക്കുന്നത് എന്നവൻ കണ്ടത്. അത് പറഞ്ഞപ്പോൾ അവൾ പെട്ടെന്ന് ചമ്മലോടെ ഫോൺ നേരെ പിടിക്കുന്നുണ്ട്. നിനക്ക് ഫസ്റ്റ് അവർ ക്ലാസ് ഉണ്ടോ എന്ന് സിജോങ് ചോദിച്ചപ്പോൾ വേവെ ഫ്രീ ആണെന്നറിയാൻ വേണ്ടിയാണോ നീ ഇത് ചോദിക്കുന്നത്? നിങ്ങൾ ശരിക്കും ക്ലോസ് ഫ്രണ്ട്സ് ആണോ എന്ന് ജിൻജിൻ ചോദിക്കുന്നു. സിജോങ് ഒന്ന് പരിങ്ങിയെങ്കിലും ഞങ്ങൾ ക്ലോസ് ഒന്നുമല്ല, ഞാൻ വെറുതെ ചോദിച്ചതാണ് എന്നവൻ പറയുന്നു. അവളുടെ കയ്യിലിരുന്ന പാക്കറ്റ് ആർക്കാണ് എന്നവൻ ചോദിച്ചപ്പോൾ നിനക്കുള്ള ഗിഫ്റ്റാണ് എന്ന് പറഞ്ഞ് അവളത് അവന് നൽകുന്നു. ഒരു ഗെയിം ക്യാരക്ടറിന്റെ മോഡലായിരുന്നു അത്. അവനത് വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. വേവയ്ക്ക് ഫ്രീ അവർ ആണെന്നറിഞ്ഞ് സിജോങ് നേരെ അവളെ കാണാനാണ് പോയത്. അവൻ ലീഡറിനൊപ്പം അവളെ കാത്തിരിക്കുമ്പോഴാണ് ക്ലബിന്റെ അപ്രൂവലുമായി വേവെ തുള്ളിച്ചാടി അവിടേക്ക് വന്നത്. സിജോങ്ങിനെ കണ്ട് നീ എന്താ ഇവിടെ എന്നവൾ ചോദിക്കുന്നു. നിന്റെ ഗ്ലൗസ് തിരിച്ചു തരാൻ വന്നതാണ് എന്ന് പറഞ്ഞ് അവൻ അവളുടെ ഗ്ലൗസ് തിരികെ കൊടുക്കുന്നു. ഫാനിന്റെ കള്ളത്തരങ്ങൾ ആരോ കണ്ടെത്തിയത് കൊണ്ടാണ് ഇപ്പോൾ അവനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയതെന്ന് അറിഞ്ഞല്ലോ. നീയാണോ അത് ചെയ്തത് എന്ന് ലീഡർ അവളോട് ചോദിച്ചപ്പോൾ ഞാനല്ല, പെങ്ങാണ് സഹായിച്ചത് എന്ന് അവൾ പറയുന്നു. അവളിപ്പോൾ തൻ്റെ പേര് പറഞ്ഞ് പുകഴ്ത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സിജോങ്ങിന് അത് കേട്ടപ്പോൾ ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. ആരാണ് സഹായിച്ചത് ഒന്നുകൂടി പറഞ്ഞ് എന്നവൻ വീണ്ടും ചോദിക്കുന്നു. സീനിയർ പെങ്ങിനെ അറിയില്ല, അദ്ദേഹമാണ്. ഇനി അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട എന്ന് വേവെ പറയുന്നതിനാൽ സിജോങ് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു. അവന് എന്ത് പറ്റിയെന്ന് ലീഡർ ചോദിച്ചപ്പോൾ മൈൻഡ് ചെയ്യേണ്ട, വിട്ടേക്കാൻ പറഞ്ഞ് അവൾ ക്ലബിൻ്റെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നു. രണ്ടുപേരും കൂടി പോസ്റ്റർ തയ്യാറാക്കി അത് കുട്ടികൾക്ക് വിതരണം ചെയ്യാനായി പോകുന്നു. ഇടയ്ക്ക് ദക്ഷി അവരുടെ മുന്നിൽ വന്ന് പെടുന്നുണ്ട്. അവളെ കണ്ടപ്പോൾ വേവെ നോട്ടീസ് നൽകാൻ പോലും മറന്ന് നിന്ന് പോകുന്നുണ്ട്. ദക്ഷി പെട്ടെന്ന് നോട്ടീസും വാങ്ങി അവിടെ നിന്ന് പോകുന്നു. അവർ മറ്റൊരു സ്ഥലത്ത് നോട്ടീസ് നൽകിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് പെങ് മിൽക്ക് ടീയുമായി അവിടേക്ക് വന്നത്. പെങ്ങാണത് എന്നറിയാതെ ലീഡർ നോട്ടീസ് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ വേവെ അവനെ തടഞ്ഞിട്ട് ക്ലബിൻ്റെ കാര്യത്തിൽ സഹായിച്ചതിന് നന്ദി അറിയിക്കുന്നു. അവൾ എന്താണ് പറയുന്നത് എന്ന് പോലും പക്ഷേ പെങ്ങിന് മനസ്സിലാക്കുന്നില്ല. വേവയോട് പിണങ്ങി എഴുന്നേറ്റ് പോയിരുന്നെങ്കിലും അവളെ വട്ടം ചുറ്റി പുറകെ തന്നെ ഉണ്ടായിരുന്ന സിജോങ് മറിഞ്ഞു നിന്ന് വേവെ പെങ്ങിന് നന്ദി പറയുന്നത് കാണുന്നുണ്ട്. പെങ്ങിൻ്റെ അടുത്ത് നിന്ന് പോയ ശേഷം വേവയും ലീഡറും കൂടി മറ്റൊരു സ്ഥലത്ത് നിന്ന് നോട്ടീസ് കൊടുക്കുന്നത് തുടർന്നെങ്കിലും അധികം ആരും നോട്ടീസ് ഒന്ന് വായിച്ചു നോക്കാൻ പോലും തയ്യാറാകുന്നില്ല.
അവർ നിരാശയായി നിൽക്കുന്ന സമയത്താണ് സിജോങ് വേവയ്ക്കരികിലെത്തിയിട്ട് നീ ഇവിടെ നോട്ടീസും കൊടുത്ത് നിൽക്കുകയായിരുന്നു. മെസ്സേജിന് റിപ്ലൈ തരഞ്ഞപ്പോൾ ക്ലാസ്സിലായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത് എന്ന് ചോദിച്ചത്. റിപ്ലൈ തരുന്ന കാര്യം ഞാൻ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. തിരക്ക് കാരണം പറ്റിയില്ല എന്ന് എക്സ്ക്യൂസ് പറഞ്ഞിട്ട് ഇത്ര നിസ്സാര കാര്യത്തിന് നീ പിണങ്ങില്ലല്ലോ അല്ലേ എന്നവൾ ചോദിക്കുന്നു. അവൾ അങ്ങനെ ചോദിച്ചപ്പോൾ മോശക്കാരനാകുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് എനിക്കൊരു പിണക്കവുമില്ല എന്നവൻ പറയുന്നു. നീ ഇങ്ങനെ നോട്ടീസ് കൊടുത്ത് നിന്നാൽ ഈ സെമസ്റ്റർ കഴിഞ്ഞാൽ പോലും നിനക്ക് ക്ലാസ്സിലേക്ക് ആവശ്യമായ മെമ്പേഴ്സിനെ കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അവൻ കളിയാക്കിയപ്പോൾ കണ്ടു നിന്ന് പറയാൻ എളുപ്പമാണ്. ഇതല്ലാതെ നിന്റെ കയ്യിൽ വേറെ വല്ല ഐഡിയയും ഉണ്ടോ എന്ന് അവൾ ചോദിക്കുന്നു. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവൻ നോട്ടീസും വാങ്ങി പോകുന്നു. അവൻ്റെ ഐഡിയ കണ്ട് വേവയുടെ ലീഡറിൻ്റെയും കണ്ണു കാണുന്നുണ്ട്. സിജോങ് അവരെ പോലെ ഓടി നടന്ന് നോട്ടീസ് കൊടുക്കാനൊന്നും മിനക്കെട്ടില്ല. പകരം അവൻ പിക്കാച്ചുവിൻ്റെ തലയും വെച്ച് നോട്ടീസും കയ്യിൽ പിടിച്ച് ഒരു ബെഞ്ചിൽ പോയിരുന്ന് നോട്ടീസ് കൊടുക്കാൻ തുടങ്ങുന്നു. മെമ്പേഴ്സിനെ കിട്ടാതെ വിഷമിച്ച് നിന്ന വേവയ്ക്ക് 250 അംഗങ്ങളെ കിട്ടാൻ സിജോങ്ങിൻ്റെ ഐഡിയ കാരണം അധിക സമയം വേണ്ടി വന്നില്ല. അവൻ്റെ ഐഡിയയ്ക്ക് അവർ നന്ദി പറയുന്നു. തങ്ങളുടെ ക്ലബ്ബ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഇനി വലിയ താമസം ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് വേവയും ലീഡറും സന്തോഷത്തോടെ തുള്ളിച്ചാടി സിജോങ്ങിന് നന്ദി അറിയിക്കുന്നു. എൻ്റെ ട്രെയിനിങ് മുടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ സഹായിച്ചത് എന്നവൻ പറഞ്ഞപ്പോൾ നീ സിജോങ്ങിനൊപ്പം നീന്തൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്ന് ലീഡർ വേവയോട് ചോദിക്കുന്നു. ഡിങ് കുറച്ച് ദിവസമായി ബിസി ആയതുകൊണ്ട് ഞാൻ അവനെ ടൈം റെക്കോർഡ് ചെയ്യാൻ സഹായിക്കുന്നതേ ഉള്ളൂ എന്ന് വേവ പറയുന്നു. വിഷയം മാറ്റാൻ വേണ്ടി നമുക്ക് ക്ലബിൻ്റെ ആക്ടിവിറ്റീസിനെ കുറിച്ച് സംസാരിക്കാം എന്നവൾ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് നല്ലൊരു ഐഡിയ ഉണ്ട് എന്ന് പറഞ്ഞ് ലീഡർ ഓടിപ്പോയി ബോർഡിൽ തൻ്റെ ഐഡിയ എഴുതുന്നു. മസാജ് കൂപ്പൺ നൽകുക എന്ന അവൻ്റെ ആ ഐഡിയ വേവയ്ക്കും സിജോങ്ങിനും ഒട്ടും നല്ലതായി തോന്നിയില്ല. അവർ മുഖം ചുടിച്ചപ്പോൾ ലീഡർ തിരികെ വേവയ്ക്കരികിൽ വന്ന് സീനിയർ പെങ്ങല്ലേ നമ്മളെ ക്ലബ്ബ് തുടങ്ങാൻ സഹായിച്ചത്, നമുക്ക് അദ്ദേഹത്തിനൊരു ഫ്രീ മസാജ് കൂപ്പൺ നൽകണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പെങ് ക്ലബ്ബ് തുടങ്ങാൻ നിങ്ങളെ എങ്ങനെ സഹായിച്ചെന്നാണ് പറയുന്നതെന്ന് സിജോങ് ഇടക്കേറി ചോദിക്കുന്നു. ഫാനിൻ്റെ കള്ളത്തരങ്ങൾ പുറത്തു കൊണ്ടുവന്ന് ഞങ്ങളെ സഹായിച്ചത് പെങ്ങാണ് എന്ന് വേവെ പറഞ്ഞപ്പോൾ സിജോങ്ങിന് ഭയങ്കരമായി ദേഷ്യം വരുന്നു. ഇന്ന് നീയും ഞങ്ങളെ കുറേ സഹായിച്ചതുകൊണ്ട് നീ ഞങ്ങളുടെ രണ്ടാമത്തെ ഹീറോയാണ് എന്ന് പറഞ്ഞ് വേവയും ലീഡറും കൂടി കൈയടിച്ചപ്പോൾ നിങ്ങളുടെ ക്ലബിൻ്റെ കാര്യം നിങ്ങൾ തന്നെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് സിജോങ് ദേഷ്യത്തിൽ ഉടനെ എഴുന്നേറ്റ് പോകുന്നു. ഞാനൊരു ഫ്രീ കൂപ്പൺ നിനക്കും തരുന്നുണ്ട് എന്ന് ലീഡർ വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞവൻ പോകുന്നു. ദക്ഷി സ്ട്രോബെറി കേക്ക് വാങ്ങാൻ യൂഷിൻ്റെ കഫേയിലെത്തിയപ്പോൾ ഉണ്ടായിരുന്ന അവസാനത്തെ കേക്ക് ഡിങ് വാങ്ങി എന്നവൾ അറിയുന്നു. അവൻ അപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നതിനാൽ നീ എൻ്റെ സ്ട്രോബെറി കേക്ക് മോഷ്ടിയോ അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവൾ അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. നിന്റെ കേക്കോ, ഇതെന്താ നീ വിളിച്ചാൽ വിളി കേൾക്കുമോ എന്ന് ചോദിച്ച് ഡിങ് അവളെ കളിയാക്കുന്നുണ്ട്. നിന്റെ മൂടിപ്പോഴും ശരിയായിട്ടില്ലല്ലോ, നീ എൻ്റെ സിസ്റ്ററിലായുമായുള്ള പിണക്കം ഇതുവരെ അവസാനിപ്പിച്ചില്ലേ, നീ വെറുതെ സിജോങ്ങിൻ്റെ പുറകിൽ നടക്കണ്ട, നിന്നെ കാണാൻ തീരെ കൊള്ളില്ല, നിനക്ക് ചാൻസേ ഇല്ല എന്ന് പറഞ്ഞ് ഡിങ് വീണ്ടും അവളെ ചുണ്ടി പിടിപ്പിക്കുന്നു. കാണാൻ കൊള്ളാത്തത് നിന്നെയാണ്, നിനക്ക് മരയോന്തിൻ്റെ മുഖഷേപ്പാണ് എന്നൊക്കെ പറഞ്ഞ് ദക്ഷിയും കട്ടിക്ക് തിരിച്ചടിക്കുന്നു. എന്നിട്ടും ദേഷ്യം തീരാഞ്ഞ് അവൾ അവൻ്റെ മുന്നിലിരുന്ന സ്ട്രോബെറി കേക്ക് തട്ടിയെടുത്ത് അത് കഴിക്കുന്നുണ്ട്. സിജോങ് ഷോക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വേവയുടെ കയ്യിൽ ഒരു കമ്പി ചുറ്റിക്കൊട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ക്ലബിൻ്റെ പരിപാടികൾ കഴിയുന്നത് എപ്പോഴാണ് തമ്മിൽ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ച് പെങ് അവൾക്ക് മെസ്സേജ് അയക്കുന്നത്. സിജോങ് മെസ്സേജ് കാണുന്നതിനാൽ അവൻ ദേഷ്യം വന്ന് അവളുടെ കയ്യിലെ കെട്ടുമുറുകുന്നു. വേവയ്ക്ക് നന്നായി വേദനിക്കുന്നുണ്ട്. ഇന്ന് എന്തിനാണ് ഇങ്ങനെ ഒരു പുതിയ രീതി എന്നവൾ ചോദിച്ചപ്പോൾ ഇതല്ലാതെ എപ്പോഴും എൻ്റെ കയ്യിൽ പിടിക്കാനാണോ നിനക്ക് ഇഷ്ടം എന്നവൻ ചോദിക്കുന്നു. എന്നിട്ടും ദേഷ്യം തീരാതെ അവൻ വീണ്ടും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇതിനാണോ നീ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചതെന്ന് ചോദിച്ച് വേവയും ദേഷ്യപ്പെടുന്നു. ഇന്നെനിക്ക് ട്രീറ്റ്മെൻറ്റ് വേണ്ട, എനിക്ക് മൂടില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് സിജോങ് മുന്നോട്ട് നിന്നപ്പോൾ നിനക്കത്ര ദേഷ്യം വരാനും വേണ്ടി എന്തുണ്ടായി എന്നവൾ പുറകിൽ നിന്ന് വിളിച്ചു ചോദിക്കുന്നു. ക്ലബ് ഓപ്പണിങ്ങിൻ്റെ സത്യം എന്താണെന്ന് നിനക്ക് അറിയാമോ എന്ന് ചോദിച്ച് അവൾ തിരിഞ്ഞപ്പോഴാണ് വേവെ ഭയങ്കരമായി വേദനിക്കുന്നത് പോലെ വയറും തപ്പിപ്പിടിച്ച് നിൽക്കുന്നവൻ കണ്ടത്. അവൻ ഓടിച്ചെന്ന് വിവരം തിരക്കിയപ്പോൾ പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല, ഇതൊക്കെ പെൺകുട്ടികൾക്ക് സാധാരണ വരാറുള്ളതാണ് എന്നവൾ പറയുന്നു. അവന് കാര്യം മനസ്സിലാക്കുന്നതിനാൽ അവൻ വേഗം തിരിഞ്ഞു നിന്നിട്ട് അവളോട് പുറകിലേക്ക് കയറിക്കൊള്ളാൻ പറയുന്നു. അവൻ്റെ കോളിംഗ് വേവയ്ക്ക് നല്ല ഇംപ്രഷൻ ഉണ്ടാക്കുന്നുണ്ട്. അവൻ അവളെ മുതുകിലെടുത്ത് ഹോസ്റ്റലിലേക്ക് നടക്കുന്നു. ഹോസ്റ്റലിനടുത്തെത്തിയപ്പോൾ എനിക്ക് തീരെ സഹിക്കാൻ വയ്യ, താഴെ ഇറക്കാൻ അവൾ പറയുന്നതിനാൽ അടുത്തുണ്ടായിരുന്ന ഒരു ബെഞ്ചിലേക്ക് അവളെ ഇരുത്തിയിട്ട് അവനും കൂടെ ഇരിക്കുന്നു. അവിടെ ഇരുന്ന് വേദന കൊണ്ട് മയങ്ങിപ്പോയ വേവെ അറിയാതെ അവൻ്റെ നെഞ്ചിലേക്ക് ചായുന്നു. സിജോങ് തോളിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. വേവെ ഉണർന്നപ്പോഴാണ് ഇത്ര നേരം അവൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടക്കുകയായിരുന്നു എന്നറിഞ്ഞത്. അപ്പോഴേക്കും ഹോസ്റ്റലിലേക്ക് വന്ന ദക്ഷി അവരെ കണ്ട് അടുത്തേക്ക് ചെല്ലുന്നു. വിവരമറിഞ്ഞ് അവൾ വേവയെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. മുറിയിലെത്തിയപ്പോഴാണ് ദക്ഷി വീണ്ടും മുറിയിലേക്ക് താമസത്തിന് വന്നു എന്ന് വേവ അറിഞ്ഞത്. അവളുടെ പിണക്കം മാറിയതറിഞ്ഞ് വേവയ്ക്ക് സന്തോഷമാകുന്നുണ്ട്. ദക്ഷി വേവയ്ക്ക് കുടിക്കാൻ ചൂടുവെള്ളം കൊടുത്തിട്ട് നീ പിന്നെയും അവനെ ഷോക്ക് അടിപ്പിച്ചോ, അവൻ്റെ മുഖത്ത് നല്ല ഫീലിങ്സ് ഉണ്ടായിരുന്നല്ലോ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജിൻജിൻ അകത്തേക്ക് വരുന്നതിനാൽ അവർ സംസാരം പെട്ടെന്ന് നിർത്തുന്നു. ജിൻജിൻ അകത്തേക്ക് പോയപ്പോൾ ഞാൻ പറഞ്ഞത് അവൾ കേട്ട് കാണുമെന്ന് ദക്ഷി ചോദിക്കുന്നു. ഞാൻ തന്നെ കേട്ടില്ല, പിന്നെ എങ്ങനെ അവൾ കേൾക്കാനാണ് എന്ന് വേവെ പറഞ്ഞപ്പോൾ ദക്ഷിക്ക് സമാധാനമാകുന്നു. സിജോങ്ങിന് അന്ന് രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. വേവെ നെഞ്ചിൽ തലവെച്ച് കിടന്നുറങ്ങിയതും മറ്റുമായിരുന്നു അവൻ്റെ മനസ്സിൽ. ഞാനിത് എന്തൊക്കെയാണ് ചിന്തിച്ചു കൂട്ടുന്നത്, അവൾ എന്നെ ഷോക്ക് അടിപ്പിച്ചൊന്നുമില്ലല്ലോ, പിന്നെ എന്താണ് എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നാൻ എന്നവൻ ചിന്തിക്കുന്നുണ്ട്. ക്ലബിൻ്റെ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായി ഒരു ഡാൻസ് പാർട്ടി നടത്താൻ വേവെ തീരുമാനിക്കുന്നു. അവൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സിജോങ് അവിടേക്ക് വരുന്നുണ്ട്. പാർട്ടിക്ക് തയ്യാറാക്കി വെച്ചിരുന്ന ഡ്രിങ്ക്സ് കണ്ട് ഇതൊന്നും ശരീരത്തിന് ഒട്ടും നല്ലതല്ല, ഇതിൽ ഷുഗറും ഫുഡ് കളറും ധാരാളം ചേർത്തിട്ടുണ്ട് എന്നൊക്കെ ലീഡർ പറഞ്ഞെങ്കിലും
വേവെ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഒരു സ്റ്റാറും എടുത്ത് അത് തൂക്കിയിടാനായി പോകുന്നു. സിജോങ്ങും അവൾക്ക് പുറകെ ചെല്ലുന്നുണ്ട്. നീളമില്ലാത്തതിനാൽ ഡെസ്കിന് മുകളിൽ കയറി നിന്നിട്ട് പോലും അവൾ കഷ്ടപ്പെടുന്നത് കണ്ട് സിജോങ് അവളെ എടുത്ത് താഴെ ഇറക്കിയ ശേഷം മുകളിൽ കയറി തൂക്കിയിടുന്നു. അവൾ തിരിച്ചിറങ്ങി അവൾ താങ്ക്സ് പറഞ്ഞത് കേട്ട് നീളമില്ലെങ്കിലും ഷോ ഓഫിന് കുറവൊന്നുമില്ല എന്ന് കളിയാക്കിയിട്ട് അവൻ പോകുന്നു. ആർക്കാണ് നീളമില്ലാത്തതെന്ന് ചോദിച്ച് വേവെ പുറകെ ചെല്ലുന്നുണ്ട്. വേവയുടെ ക്ലബിന്റെ പാർട്ടിക്ക് വന്ന ദക്ഷി ഡിങ്ങിനെ കണ്ടപ്പോൾ കയ്യിലുണ്ടായിരുന്ന ബോക്സുകൾ അവനെ കൊണ്ട് ചോദിപ്പിക്കുന്നു. ഞാൻ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നവൻ ചോദിച്ചപ്പോൾ പ്രിൻസസിന്റെ മനസ്സ് കീഴടക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റുമെന്ന് സ്വയം പുകഴ്ത്തിക്കൊണ്ട് ദക്ഷി പറയുന്നു. ഡിങ്ങിന് അത് കേട്ടപ്പോൾ ചിരിയാണ് വന്നത്. നീ ഏതോ സ്വപ്നലോകത്താണ്, അതിൽ നിന്ന് ഉണരാൻ പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു. പാർട്ടിയിൽ എല്ലാവരും അടിപൊളിയായി ഡാൻസ് ചെയ്ത് ആഘോഷിച്ച് നിൽക്കുമ്പോഴാണ് അടുത്ത ഒരു ഹെൽത്ത് മസാജിന്റെ ക്ലാസ് എടുക്കാം, ആരെങ്കിലും തയ്യാറായി മുന്നോട്ട് വരണമെന്ന് ലീഡർ പറഞ്ഞത്. അത് കണ്ടതും എല്ലാവരും പുറകിലേക്ക് മാറുന്നതിനാൽ വേവെ ഡിങ്ങിന്റെ പേര് നിർദ്ദേശിക്കുന്നു. അവൻ മനസ്സോടെ പോയി ബെഡിൽ കിടക്കുന്നുണ്ട്. അവനെ മസാജ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് പെങ് കുറച്ച് സാധനങ്ങളുമായി അവിടെ എത്തിയത്. അവനെ കണ്ട് വേവെ അങ്ങോട്ടേക്ക് പോകുന്നത് സിജോങ് ശ്രദ്ധിക്കുന്നതിനാൽ അവർ സംസാരിക്കുന്നത് എന്താണെന്നറിയാൻ അവർ നിൽക്കുന്നതിന് കുറച്ച് അപ്പുറത്തായി അവനും ചെന്നിരിക്കുന്നു. പെങ് കൊണ്ടുവന്ന സ്നാക്സ് കൂട്ടുകാരുമായി ഷെയർ ചെയ്യാൻ അവൻ വേവയോട് പറയുന്നു. ഞാനിപ്പോൾ കമ്പനിയിലേക്ക് തിരിച്ചു പോവുകയാണ്, അവിടെ കുറച്ച് ജോലി തിരക്കുണ്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ പരിപാടികൾ കഴിയുന്നവരെ ഞാൻ കൂടെ നിൽക്കാമായിരുന്നു എന്ന് പെങ് പറഞ്ഞപ്പോൾ അതൊന്നും പ്രശ്നമല്ല, തിരക്കുള്ളതല്ലേ, പോയിക്കോളാൻ വേവെ പറയുന്നതിനാൽ അവൻ യാത്ര പറഞ്ഞു പോകുന്നു. പെങ് പോയി കഴിഞ്ഞപ്പോൾ സിജോങ് വേവയും പിടിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി അവളെ ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തിയിട്ട് നീയും പെങ്ങും തമ്മിൽ എന്താണ് ബന്ധം, എന്റെ മുഖത്ത് നോക്കി പറയാൻ പറയുന്നു. ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നവൾ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും എന്തോ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ 2 സ്റ്റുഡൻസ് ഈ രംഗം കണ്ട് അമ്പരന്ന് നിൽക്കുന്നതാണ് കണ്ടത്. സിജോങ് നോക്കുന്നത് കണ്ട് ഞങ്ങളൊന്നും കണ്ടില്ലേ എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് ഓടുന്നു. നിനക്കെന്താ വട്ടായോ, നീ എന്തൊക്കെയാണ് ഈ ചോദിക്കുന്നതെന്ന് പറഞ്ഞ് വേവയും അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അവൾക്ക് ആ പെങ്ങിനെ ഇഷ്ടമാണെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞ് സിജോങ് അടുത്തുള്ള ഭിത്തിയിൽ ചവിട്ടി ദേഷ്യം തീർക്കുന്നു. ഡെമോ മസാജ് കഴിഞ്ഞ് എഴുന്നേറ്റ ഡിങ് നല്ല ഉന്മേഷം തോന്നുന്നുണ്ട്. അവൻ ലീഡറിന്റെ കഴിവിനെ പുകഴ്ത്തിയപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനി മുതൽ എന്റെ മസാജ് പാർട്ട്ണർ ആയിക്കോളാൻ അവൻ പറയുന്നു. എല്ലാവരും പോയിട്ടും ദക്ഷി ഡിങ്ങിന്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇനി ഞാൻ നിനക്ക് മസാജ് ചെയ്ത് തരട്ടെ എന്ന് ഡിങ് ചോദിച്ചപ്പോൾ നീ ആദ്യം നിന്റെ തല മസാജ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പോകുന്നു. ഡ്രിങ്ക്സിന്റെ കുപ്പിയും കയ്യിൽ പിടിച്ചാൽ തുറക്കാൻ ജിൻജിൻ പാടുവിടുന്ന കണ്ട് സിജോങ്ങിന്റെ മറ്റൊരു റൂംമേറ്റായ റോയ് ഞാൻ തുറന്നു തരാമെന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി തുറന്നു കൊടുക്കുന്നു. കൂട്ടത്തിൽ അവൻ സ്വയം പേര് പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ട് അവളെ പരിചയപ്പെടാനായി കൈ നീട്ടിയെങ്കിലും അവൾ അപ്പോഴേക്ക് തിരിഞ്ഞു പോരുന്നതിനാൽ അവൻ ചമ്മലോടെ കൈ പിൻവലിക്കുന്നു. യൂഷ്യൻ പാർട്ടിക്ക് വരുമോ എന്ന് ലീഡർ അവൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നു. അവൾ പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ് അവളുടെ രണ്ടാനമ്മ വിളിച്ചിട്ട് എന്തൊക്കെയോ ചോദിച്ച് അവളോട് വഴക്കുണ്ടാക്കിയത്. അച്ഛനും അവർക്കൊപ്പം കൂടി അവളെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അത് കടന്നോടെ അവളുടെ മൂഡ് പോകുന്നതിനാൽ പാർട്ടിക്ക് പോകാതെ അവൾ ജോലിക്ക് തന്നെ പോകുന്നു. പാർട്ടിക്ക് വന്നവരെല്ലാം പിരിഞ്ഞു പോയപ്പോൾ വേവെ അലങ്കാരങ്ങളൊക്കെ അഴിച്ചു പെറുക്കാനായി ഡെസ്കിന് മുകളിൽ കയറുന്നു. സിജോങ് അവിടേക്ക് വന്ന സമയത്താണ് അവൾ കാൽ തട്ടി താഴെ വീഴാൻ തുടങ്ങിയത്. അവൻ വേഗം അവളെ താങ്ങി പിടിച്ചെങ്കിലും രണ്ടുപേരും കൂടി താഴേക്ക് വീഴുന്നുണ്ട്. സിജോങ്ങിന്റെ പരിക്കേറ്റിരുന്ന മുട്ടാണ് തറയിൽ പോയി ഇടിക്കുന്നത്. അവന് ശരിക്കും വേദന അനുഭവപ്പെടുന്നുണ്ട്. വേവെ അവനെ താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അകത്ത് ആളുള്ളത് അറിയാതെ മുറി തുറന്നു കണ്ട് സെക്യൂരിറ്റി അത് പുറത്തു നിന്ന് ലോക്ക് ചെയ്യുന്നു. ആരോ വാതിലടച്ചതുകൊണ്ട് വേവെ ഓടിച്ചെന്ന് വാതിലിൽ മുട്ടി ബഹളം വെച്ചെങ്കിലും സെക്യൂരിറ്റി ഹെഡ്ഫോൺ വെച്ച് പാട്ട് കേട്ടുകൊണ്ട് നടക്കുകയായിരുന്നതിനാൽ അതൊന്നും കേൾക്കുന്നേ ഉണ്ടായിരുന്നില്ല. വാതിൽ തുറക്കുന്നില്ലെന്ന് കണ്ട് വേവെ തിരികെ സിജോങ്ങിന്റെ അടുത്തേക്ക് വരുന്നു. അവൻ അപ്പോഴും വേദന കൊണ്ട് മുട്ടിൽ തടവിക്കൊണ്ടിരിക്കുകയാണ്. വേവെ അതിനെക്കുറിച്ച് എന്തോ ചോദിച്ചെങ്കിലും അവൻ മറുപടി പറയാതെ വാതിൽ തുറക്കാൻ എന്ത് ചെയ്യുമെന്ന് അന്വേഷിക്കുന്നു. ഞാൻ ദക്ഷിയെ വിളിക്കാമെന്ന് പറഞ്ഞ് വേവെ ബാഗിൽ ഫോൺ തിരിഞ്ഞപ്പോഴാണ് ഫോൺ ദക്ഷിയുടെ കയ്യിലായപ്പോൾ വിവരം അവൾ അറിയുന്നത്. സിജോങ്ങിനോട് വിവരം പറഞ്ഞിട്ട് അവന്റെ ഫോണിൽ നിന്ന് ആരെങ്കിലും വിളിക്കാൻ അവൾ പറയുന്നു. സിജോങ് ഫോൺ എടുക്കാനായി പോക്കറ്റിൽ കയറ്റെങ്കിലും പെട്ടെന്ന് കൈ പിൻവലിച്ചിട്ട് എന്റെ ഫോൺ ഡിങ്ങിന്റെ കയ്യിലായിപ്പോയി എന്ന് കള്ളം പറയുന്നു. വേവയോടൊപ്പം തനിച്ചിരിക്കാൻ വീണ് കിട്ടിയ ഈ അവസരം വെറുതെ കളയണ്ട എന്നാണ് അവൻ കരുതിയത്. ആരെങ്കിലും വാതിൽ തുറക്കുന്നവരെ കാത്തിരിക്കാമെന്ന് അവൻ പറയുന്നു. ഡിങ്ങിനൊപ്പമായിരുന്ന ദക്ഷി വേവയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കിയപ്പോഴാണ് ഫോൺ തന്റെ ബാഗിൽ നിന്ന് ബെല്ലടിക്കുന്നവൾ അറിഞ്ഞത്. വേവ ഇപ്പോൾ എവിടെയായിരിക്കും എന്നവൾ ചിന്തിക്കുന്നുണ്ട്. സിജോങ് ഇപ്പോഴും മുട്ടിൽ തടവിക്കൊണ്ടിരിക്കുന്ന കണ്ട് നിന്റെ മുട്ടിന് മുമ്പ് പരിക്കേറ്റിട്ടുണ്ടല്ലേ എന്ന് വേവ ചോദിക്കുന്നു. പക്ഷെ അവനത് സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറില്ലായിരുന്നു. നിന്റെ മുട്ടിന്റെ പരിക്ക് പെട്ടെന്ന് ഭേദമാകാൻ വേണ്ടിയാണ് നീ എന്നെ കൊണ്ട് ഷോക്ക് അടിപ്പിക്കുന്നതെന്ന് എനിക്കറിയാം എന്ന് വേവ പറഞ്ഞപ്പോൾ സിജോങ്ങിന് സമ്മതിച്ചു കൊടുക്കേണ്ടി വരുന്നു. എങ്ങനെയാണ് പരിക്ക് പറ്റിയതെന്ന് വേവ ചോദിച്ചപ്പോൾ ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ട് ഒരു കാറിന് മുന്നിൽപ്പെട്ട കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നിടയിൽ വണ്ടി വന്ന് കാലിൽ മുട്ടിയാണ് അത് സംഭവിച്ചത് എന്ന് അവൻ പറയുന്നു. കുട്ടിയെ രക്ഷിക്കാൻ കാണിച്ച ധൈര്യത്തെ വേവ അഭിനന്ദിക്കുന്നു. നിനക്കിതുപോലെ എന്തെങ്കിലും സീക്രട്ട് ഉണ്ടോ എന്ന് അവൻ ചോദിച്ചപ്പോൾ എൻ്റെ സീക്രട്ട് നിനക്ക് ആൾറെഡി അറിയാമല്ലോ. എൻ്റെ ഈ പവറാണ് എൻ്റെ സീക്രട്ട്. അത് മറ്റുള്ളവർ അറിയുന്നത് എനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കാറുണ്ട്. കാരണം ഈ പവർ കൊണ്ട് എനിക്ക് ദോഷങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഒരിക്കൽ എൻ്റെ ഈ പവർ കൊണ്ട് എനിക്കൊരാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. അന്ന് തൊട്ട് ഞാൻ എൻ്റെ കഴിവിനെ സ്നേഹിക്കാൻ തുടങ്ങി. നീ എപ്പോഴും എൻ്റെ പുറകിന് വന്ന് എൻ്റെ പവറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്കാദ്യം നാണക്കേട് തോന്നി. അതുകൊണ്ടാണ് ഞാനും ദേഷ്യപ്പെട്ടത് എന്നൊക്കെ വേവെ നിർത്താതെ പറയുകയാണ്. അപ്പോഴേക്കും സിജോങ് ഉറക്കം തൂങ്ങി അവളുടെ തോളിലേക്ക് വീണിരുന്നു. വേവെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒരിക്കൽ കൂടി സോറി പറയുന്നുണ്ട്. ഉറങ്ങിയെന്നടിച്ച് അവളുടെ തോളിൽ കിടന്ന സിജോങ് അത് കേട്ട് ഒരു കള്ളപ്പുഞ്ചിരി പാസ്സാക്കുന്ന ക്ലാസ് മുറിക്കുള്ളിലിരുന്ന് വേവയുടെ തോളിലേക്ക് തലവെച്ച് സിജോങ് ഉറങ്ങിപ്പോയിരുന്നു. വേവയും അങ്ങനെ തന്നെ ഇരുന്ന് ഉറക്കം പിടിക്കുന്നു. രാവിലെ അവളാണ് ആദ്യം ഉണർന്നത്. സിജോങ് അപ്പോഴും അവളുടെ തോളിൽ ചാഞ്ഞു കിടക്കുകയാണ്. അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ വേവയ്ക്കുള്ളിൽ എന്തൊക്കെയോ ഫീൽസ് തോന്നുന്നുണ്ട്.
ആ സമയത്താണ് സിജോങ് കണ്ണു തുറക്കുന്നത്. തൊട്ടടുത്ത് വേവയെ കണ്ടപ്പോഴാണ് അവളുടെ തോളിലാണ് കിടക്കുന്നത് എന്നുള്ള ബോധം അവന് വന്നത്. അവൻ വേഗം എഴുന്നേറ്റ് മാറുന്നു. മുട്ടുവേദനയുടെ കാര്യം വേവെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പോക്കറ്റിലിരുന്ന് ഫോൺ അടിച്ചത്. നിസാര മട്ടിൽ ഫോൺ എടുത്ത് ഡിങ്ങിനോട് സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് ഫോണില്ല എന്ന് വേവയോട് കള്ളം പറഞ്ഞത് അവന് ഓർമ്മ വന്നത്. വേവയാണെങ്കിൽ ഫോൺ ബെല്ലടിച്ചപ്പോൾ മുതൽ നീ എന്നെ പറ്റിച്ചതാണല്ലേ എന്ന മട്ടിൽ അവനെ നോക്കിയിരിക്കുകയാണ്. എൻ്റെ ഫോൺ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു, എന്നിട്ട് നീ എന്താ എന്നോടത് പറയാതിരുന്നത് എന്നൊക്കെ എന്തൊക്കെയോ ഡിങ്ങിനോട് സംസാരിച്ചുകൊണ്ട് സിജോങ് പതുക്കെ അവളുടെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇന്ന് നിന്നെ ഞാൻ ശരിയാക്കുമെന്ന് പറഞ്ഞ് വേവെ പുറകെ തന്നെ പോകുന്നുണ്ട്. പെങ് കുറെ ദിവസങ്ങളായി വിശ്രമമില്ലാതെ കമ്പനിക്ക് വേണ്ടി ജോലിയിലായിരുന്നതിനാൽ ആ വർക്ക് കഴിഞ്ഞപ്പോൾ 2 ദിവസം ഓഫ് എടുത്തോളാൻ മാനേജർ അവനോട് പറയുന്നു. കൂട്ടത്തിൽ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ സിജോങ്ങിനെ ഒന്നുകൂടി ക്യാൻവാസ് ചെയ്ത് നോക്കാനും പറ്റുമെങ്കിൽ അവനോട് ഇവിടേക്ക് വന്നെല്ലാം കണ്ടു മനസ്സിലാക്കാൻ പറയാനും അദ്ദേഹം പെങ്ങിനോട് പറയുന്നു. ശ്രമിക്കാമെന്ന് പറഞ്ഞാണ് അവൻ കോളേജിലേക്ക് മടങ്ങിയത്. സിജോങ് റൂമിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫ്രഷ് ആയാണ് സ്വിമ്മിംഗ് പൂളിൽ അടുത്തേക്ക് എത്തിയത്. ഇന്നലെ രാത്രി എവിടെയായിരുന്നു, എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഡിങ് അവനെ കളിയാക്കിയപ്പോൾ നീന്താൻ മടി പിടിച്ചിരുന്ന അവനെ കോച്ച് വരുന്നുണ്ട് എന്ന് കള്ളം പറഞ്ഞ് വെള്ളത്തിലേക്ക് ചാടിച്ച് സിജോങ് പറ്റിക്കുന്നുണ്ട്. അപ്പോഴേക്കും ശരിക്കും കോച്ച് വന്നതിനാൽ വേഗം ഡിങ്ങിനെ അവൻ പിടിച്ചു കയറ്റുന്നു. ടീമംഗങ്ങളുടെ ലെവൽ ഇംപ്രൂവ് ചെയ്യാൻ ഒരു ഫ്രണ്ട്ലി മാച്ച് നടത്താൻ കോളേജ് തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്നു മുതൽ എല്ലാവരും അതിന് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം എന്ന് കോച്ച് അറിയിച്ചപ്പോൾ ഫ്രണ്ട്ലി മാച്ച് അല്ലേ, അപ്പോൾ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ഞാൻ മത്സരത്തിൽ നിന്ന് പിന്മാറിക്കോട്ടെ എന്ന് ഡിങ് ചോദിക്കുന്നു. ആർക്കും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല, പാർട്ടിസിപ്പൻസ് കമ്പൽസറി ആണ് എന്ന് പറഞ്ഞിട്ട് കോച്ച് അവിടെ നിന്ന് പോകുന്നു. നാളെ ഹോസ്പിറ്റലിൽ അമേരിക്കയിൽ നിന്നുള്ള ഒരു എക്സ്പെർട്ട് ഡോക്ടർ വരുന്നുണ്ട്, നീ ഉറപ്പായും അദ്ദേഹത്തിനെ പോയി കാണണമെന്ന് സിജോങ്ങിന്റെ അമ്മ അപ്പോൾ അവന് മെസ്സേജ് അയക്കുന്നുണ്ട്. മത്സരത്തിൽ ഞാൻ തന്നെ ഫസ്റ്റ് വാങ്ങുമെന്ന് ഡിങ്ങും 1ാം സ്ഥാനം വിട്ടുതരില്ല എന്ന് റോയിയും നിങ്ങൾ രണ്ടുപേരും വാശി പിടിച്ചാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്നും സിജോങ്ങും തമ്മിൽ തമാശ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് സിജോങ്ങിനെ അന്വേഷിച്ച് പെങ് അവിടേക്ക് വന്നത്. അവൻ സിജോങ്ങിനെ പുറത്ത് കൊണ്ടുപോയി മാറ്റി നിർത്തി നാളെ കമ്പനിയിലേക്ക് വരാൻ പറ്റുമോ, നാളെ പറ്റിയില്ലെങ്കിൽ അടുത്തതിന് മറ്റൊരു ദിവസം സെലക്ട് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് വേവെ അതുവഴി വന്നത്. പെങ്ങിനെ കണ്ട് അവൾ തിരിഞ്ഞു പോകാൻ തുടങ്ങിയെങ്കിലും അപ്പോഴേക്കും അവൻ അവളെ കണ്ട് വിളിക്കുന്നതിനാൽ അവൾ തിരികെ വരുന്നു. കയ്യിൽ കൊണ്ടുവന്ന പാക്കറ്റ് അവൾ സിജോങ്ങിന് നൽകിയപ്പോൾ നീ ശരിക്കും ഇത് എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാണോ എന്ന് അവൻ സന്തോഷത്തോടെ ചോദിക്കുന്നു. നീ എന്നെ കളിയാക്കാതിരിക്കാൻ ഞാൻ വാങ്ങിക്കൊണ്ട് വന്നതാണ് എന്നവൾ പറയുന്നു. നാളെ കമ്പനിയിൽ പോപ്പുലർ സ്പോർട്സ് താരമായ സൻയാങ് വരുന്നുണ്ട്, സിജോങ്ങിനെ വിളിച്ചിട്ട് അവൻ കാണാൻ വരുന്നില്ല എന്നാണ് പറഞ്ഞത്. നിനക്ക് സൻയാങ്ങിനെ വളരെ ഇഷ്ടമാണല്ലോ, നീ വരുന്നതെന്ന് പെങ് വേവയോട് ചോദിക്കുന്നു. വേവ അധികമായിട്ട് ത്രില്ലടിച്ച് വരാമെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് സൻയാങ്ങിനെ ഇഷ്ടമാണോ, നീ അവൻ്റെ ഫാനാണോ എന്നൊക്കെ സിജോങ് ചോദിക്കുന്നു. അവൻ ഫീൽഡ് വിടുന്നതിന് മുമ്പ് ഒരു മത്സരം പോലും ഞാൻ മുടങ്ങാതെ കാണുമായിരുന്നു എന്ന് വേവെ പറഞ്ഞപ്പോൾ നാളെ അവിടെ ധാരാളം ആളുകൾ ഉണ്ടാകും, ആൾക്കൂട്ടത്തിൽ പോകുന്നത് നിനക്കത്ര സേഫ് അല്ലല്ലോ എന്ന് ചോദിച്ച് സിജോങ് പിന്നെയും അവളെ വിടാതിരിക്കാൻ ഒരു ശ്രമം കൂടി നടത്തുന്നു. ആൾക്കൂട്ടമൊന്നും പ്രശ്നമില്ല, വേവയെ ഞാൻ പ്രൊട്ടക്ട് ചെയ്തോളാമെന്ന് പെങ് പറയുന്നതിനാൽ പിന്നെ അവന് വേറെ കാരണമൊന്നും കിട്ടുന്നില്ല. അപ്പോൾ നാളെ കാണാമെന്ന് പറഞ്ഞ് വേവെ അവിടെ നിന്ന് പോകുന്നു. അവൾ ക്ലാസ്സിലെത്തിയപ്പോൾ അടുത്ത ബുധനാഴ്ച ഒരു മസാജ് എക്സാം ഉണ്ട്, അതിനൊരു മസാജ് പാർട്ട്ണറിനെ ആവശ്യമാണ് എന്ന് ലീഡർ വന്ന് വേവയോടും ജിഞ്ചിനോടും പറയുന്നു. ബുധനാഴ്ച ഫ്രീ ആണോ, മസാജ് പാർട്ട്ണർ ആവാൻ പറ്റുമോ എന്ന് വേവെ ഉടനെ ദക്ഷിക്ക് മെസ്സേജ് ചെയ്യുന്നു. റിപ്ലൈക്ക് വെയിറ്റ് ചെയ്യുമ്പോഴാണ് കോളേജിൽ ഏതോ സൈക്കോ ഇറങ്ങിയിട്ടുണ്ടെന്നും രാത്രിയിലൊക്കെ കുട്ടികളെ പേടിപ്പിക്കുന്ന തരത്തിൽ വേഷം ധരിച്ചെത്തി സ്റ്റുഡൻസിനെ ഫോളോ ചെയ്യുകയും മറ്റും ചെയ്യുന്നുണ്ടെന്നും ഒക്കെ ക്ലാസ്സിലെ 2 കുട്ടികൾ അവരോട് വിശേഷം പറഞ്ഞത്. ക്ലബിന്റെ ആക്ടിവിറ്റീസ് കാരണം ഇപ്പോൾ കുറച്ച് ദിവസമായി നിങ്ങൾ രാത്രി ലേറ്റായല്ലേ പോകുന്നത്, കയ്യിൽ പെപ്പർ സ്പ്രേ പോലെയുള്ള എന്തെങ്കിലും ഡിഫൻസ് ഉപകരണങ്ങൾ കരുതുന്നത് നല്ലതാണ് എന്ന് ലീഡർ വേവയ്ക്കും ജിഞ്ചിനും ഉപദേശം നൽകുന്നുണ്ട്. ഒരു ലൈവ് ബ്രോഡ്കാസ്റ്റ് ഉള്ളതുകൊണ്ട് ബുധനാഴ്ച ഫ്രീ അല്ല എന്ന് ദക്ഷി അപ്പോഴേക്കും വേവയ്ക്ക് റിപ്ലൈ നൽകുന്നു. പാർട്ട്ണർ ആകാമോ എന്നവൾ സിജോങ്ങിന് മെസ്സേജ് അയച്ച് ചോദിക്കുന്നു. അവൻ ഓക്കെ പറയുന്നുണ്ട്. യൂഷൻ കഫേ ഏകദേശം അടയ്ക്കാറായപ്പോഴാണ് ലീഡർ അവിടേക്ക് കയറുന്നത്. കോഫിക്ക് വന്നതാണോ, ഏത് കോഫിയാണ് വേണ്ടത് എന്ന് അവൾ ചോദിച്ചപ്പോൾ കോഫി ആരോഗ്യത്തിന് നല്ലതല്ല, അതിലടങ്ങിയിരിക്കുന്ന കഫീൻ ശരീരത്തിന് ദോഷം ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് അവൻ പതിവ് പോലെ ഉപദേശം തുടങ്ങുന്നു. യൂഷിന് അത് കേട്ടപ്പോൾ നന്നായി ദേഷ്യം വരുന്നതിനാൽ തുടച്ചുകൊണ്ടിരുന്ന തുണി അവൾ ശക്തിയായി മേശപ്പുറത്തേക്ക് വയ്ക്കുന്നു. സീൻ കലിപ്പാകുമെന്ന് ലീഡറിന് മനസ്സിലായതിനാൽ ഇവിടുത്തെ നല്ല കോഫി ഏതാണ് അതൊരെണ്ണം തരാൻ അവൻ പറയുന്നു. അവൾ കോഫി ഒഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഫിസിക്കൽ തെറാപ്പി ക്ലബ്ബിൽ അംഗമാകാൻ അവൻ അവളെ പ്രേരിപ്പിക്കുന്നു. ക്ലബ്ബിൽ ചേരുന്ന അക്കാഡമിക്കായി നിനക്ക് ഗുണം ചെയ്യും, മാത്രമല്ല എനിക്ക് നിന്നെ വളരെ ഇഷ്ടവുമാണ്, പുറമേ കോൾഡ് ആണെങ്കിലും ഉള്ളിൽ നിന്നല്ല ഹോട്ടാണ് എന്ന് എനിക്കറിയാം, നിന്നെ പോലെയുള്ളവർ ക്ലബിനും ഗുണകരമാണ് എന്നവൻ പറയുന്നു. നിനക്കെന്നെ ഇഷ്ടമാണോ, അതിനാണോ നീ എന്നെ ക്ലബ്ബിൽ ചേർക്കാൻ ശ്രമിക്കുന്നത്, എങ്കിൽ വെറുതെ സമയം കളയണ്ട എന്നവൾ തീർത്തു പറയുന്നു. ലീഡർ ബാഗിൽ നിന്ന് ഒരു ഫയൽ എടുത്ത് ഇത് നീ ഇന്ന് ക്ലാസ്സിൽ മറന്നു വെച്ചതാണെന്ന് പറഞ്ഞ് അവൾക്ക് നീട്ടുന്നു. യൂഷ്വലി അത് വാങ്ങി നോക്കുന്നുണ്ട്, അവളുടെ തന്നെ ആയിരുന്നു അത് തിരികെ കൊണ്ടുചെന്നതിനാൽ കോഫി നൽകിയിട്ട് പണം അടയ്ക്കണ്ട, ഇതെന്റെ ട്രീറ്റ് ആണ് എന്നവൾ അവനോട് പറയുന്നു. ക്ലബിന്റെ കാര്യത്തെക്കുറിച്ച് ഒന്നുകൂടി ആലോചിക്കണം എന്നവൻ പറഞ്ഞപ്പോൾ അവൾ അനുകൂല മട്ടിൽ തല ഉലുക്കുന്നുണ്ട്. ആ സന്തോഷത്തിൽ കോഫി പോലും എടുക്കാതെ അവൻ മടങ്ങിപ്പോകാൻ തുടങ്ങിയെങ്കിലും അവൾ തിരികെ വിളിച്ച് കോഫി എടുത്തുകൊണ്ട് പോകാൻ പറയുന്നു. അവൻ പോയി കഴിഞ്ഞപ്പോൾ യൂഷൻ മസിൽ പിടുത്തമൊക്കെ വിട്ട് ഒന്ന് പുഞ്ചിരിക്കുന്നു. രാത്രി മുറിയിൽ വെച്ച് മസാജിംഗ് പാർട്ണറായി ചെല്ലാൻ പറ്റാത്തതിന് ദക്ഷി വേവയോട് സോറി പറയുന്നുണ്ട്. പകരം ആളെ കിട്ടി, അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് വേവ പറഞ്ഞെങ്കിലും വിഷമം തീർക്കാൻ ഞാൻ നാളെ നിനക്കൊരു ട്രീറ്റ് നടത്താം എന്ന് ദക്ഷി പറയുന്നു. നാളെ എനിക്ക് വേറെ ഒരു എൻഗേജ്മെന്റ് ഉണ്ട്, ഞാൻ സൻയാങ്ങിനെ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഡയറിയിൽ വരച്ചുകൊണ്ടിരുന്നത് ദക്ഷിയെ കാണിക്കുന്നു. പെങ്ങിന്റെ കമ്പനിയിൽ അവനൊപ്പമാണ് പോകുന്നത് എന്നറിഞ്ഞപ്പോൾ സ്കൂളിൽ വെച്ച് സഹായം ആവശ്യമുണ്ടായിരുന്ന സമയത്ത് നിന്നെ ഉപേക്ഷിച്ച് പോയവനല്ലേ അവൻ, നീ ഇപ്പോൾ അവനോട് വീണ്ടും അടുത്തു എന്ന് ദക്ഷി ചോദിക്കുന്നു. ഞാൻ അവനെ കാണാനല്ലല്ലോ പോകുന്നത്, സൻയാങ്ങിനെ കാണാനല്ലേ എന്ന് വേവ പറഞ്ഞപ്പോൾ നിന്നോട് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല, ഞാനൊന്നും പറയാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് ദക്ഷി എഴുന്നേറ്റ് പോകുന്നു. അടുത്ത ദിവസം സിജോങ്ങിനെ കണ്ടപ്പോഴും സൻയാങ്ങിനെ നേരിട്ട് കാണാൻ പോകുന്നതിന്റെ ത്രില്ലായിരുന്നു വേവെ. അവൾ ഫോണിൽ സൻയാങ്ങിന്റെ ഫോട്ടോ എടുത്ത് അവൾ സിജോങ്ങിനെ കാണിക്കുന്നു. ശരിക്കും ഞാനും അദ്ദേഹത്തിന് വലിയ
വലിയൊരു ഫാനാണ്. ഞാൻ ആദ്യത്തെ ഗോൾഡ് മെഡൽ വാങ്ങിയത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാണ് എന്ന് അവൻ അപ്പോൾ പറയുന്നു. അപ്പോൾ പിന്നെ നിനക്കും എനിക്കിപ്പം വന്നുകൂടെ എന്ന് അവൾ ചോദിക്കുന്നു. ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം തുറന്നു പറയാനുള്ള മടി കാരണം പ്രാക്ടീസ് ഉണ്ട്, അതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് അവൻ കള്ളം പറയുന്നു. വേവെ പിന്നെയും ഫോണിൽ നിന്ന് കണ്ണെടുക്കാതെ നോക്കിയിരിക്കുന്ന കണ്ട് അവനവളുടെ ഫോൺ പിടിച്ചു വാങ്ങി അവളെ ചേർത്ത് നിർത്തി ഒരു സെൽഫി എടുത്തിട്ട് ഫോൺ തിരികെ അവളെ ഏൽപ്പിക്കുന്നു. ഭാവിയിൽ നിനക്ക് ചിലപ്പോൾ പോസ്റ്ററിലൂടെ മാത്രമേ എന്നെ കാണാൻ പറ്റിയുള്ളെങ്കിലോ, അതുകൊണ്ട് ഇത് നന്നായി സൂക്ഷിച്ചു വെച്ചേക്ക് എന്നവൻ ഗമയിൽ പറയുന്നുണ്ട്. വേവെ ഫോട്ടോ നോക്കിയിട്ട് അയ്യേ എന്ന് പറഞ്ഞ് അത് ഡിലീറ്റ് ചെയ്യാൻ തുടങ്ങുന്നത് കണ്ട് അവൻ ഫോൺ പിടിച്ചു വാങ്ങാനായി അവളുടെ കയ്യിൽ കയറി പിടിക്കുന്നു. കയ്യിൽ നിന്ന് വിടാൻ പറഞ്ഞ് വേവെ ബലം പിടിക്കുകയാണ്. രണ്ടുപേരുടെ കണ്ണുകൾ കൂട്ടിമുട്ടിയപ്പോൾ രണ്ടുപേർക്കും എന്തോ സ്പാർക്ക് ഫീൽ ചെയ്യുന്നതിനാൽ രണ്ടുപേരും പിടിവിട്ട് മാറുന്നു. സിജോങ്ങിന്റെ റൂംമേറ്റ് റോയ് ഓടാനായി അവിടേക്ക് വന്ന കൂട്ടത്തിൽ അത് കാണുന്നുണ്ടായിരുന്നു. വേവെ സിജോങ്ങിനോട് ഓടാൻ പറഞ്ഞപ്പോൾ അവൻ അവളെയും കൂടി പിടിച്ചുകൊണ്ടാണ് ഓടിയത്. വേവെ സൺയങ്ങിനെ കാണാനായി പോയപ്പോൾ സിജോങ് തിരികെ റൂമിലെത്തി ഡിങ്ങിനെയും കൂട്ടി ഭക്ഷണം കഴിക്കാനായി പോകുന്നു. വേവെ പെങ്ങിന്റെ കമ്പനിക്ക് മുന്നിലെത്തിയപ്പോൾ അവിടെ സൺയങ് വരുന്നുണ്ട് എന്നറിഞ്ഞ് ധാരാളം ഫാൻ ഗേൾസ് തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു. വേവെ ചെന്ന പുറകിനാണ് അയാളുടെ വണ്ടി എത്തിയത്. വണ്ടി കണ്ടതും പെൺകുട്ടികളെല്ലാം അവിടെ കൊടുന്നു. വേവെ മാത്രം താൻ കാരണം ആർക്കും പരിക്ക് പറ്റരുതല്ലോ എന്ന ചിന്തയിൽ ഒതുങ്ങി മാറി നിൽക്കുകയാണ്. സൺയങ് അകത്തേക്ക് കയറിയ പുറകിനെ പെങ് വന്ന് വേവെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ മാത്രം സ്പെഷ്യലായി അകത്തേക്ക് കൊണ്ടുപോയത് മറ്റ് 2 ഫാൻ ഗേൾസിന് തീരെ പിടിച്ചില്ല. അവൾക്ക് എന്താണ് ഇത്ര പ്രത്യേകത, എന്തായാലും കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞ് അവർ മറ്റേതോ വഴിയിലൂടെ അവരെ ഫോളോ ചെയ്യാനായി പോകുന്നു. വേവെ അകത്ത് ചെന്നപ്പോൾ മുമ്പ് അവൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്ന പെങ്ങിന്റെ ഫ്രണ്ട് സിയയെ കാണുന്നു. അവളോട് സംസാരിച്ച ശേഷം പെങ് അവളെ സൺയങ്ങിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഭക്ഷണം കഴിക്കാൻ പോയ സിജോങ്ങിനും ഡിങ്ങിനും ഒപ്പം ക്യാൻറ്റീനിൽ ദക്ഷിയും ഉണ്ടായിരുന്നു. പക്ഷേ ദക്ഷിയും സിജോങ്ങും വേവെ ഇല്ലാത്തത് കാരണം ആകെ മൂഡ് ഓഫ് ആണ്. നിങ്ങൾ എന്താണ് വിഷമിച്ചിരിക്കുന്നതെന്ന് ഡിങ് ചോദിച്ചപ്പോൾ വേവെ പെങ്ങിന്റെ കമ്പനിയിലേക്ക് പോയിരിക്കുകയാണെന്ന് രണ്ടുപേരും ഒരുപോലെ വിഷമത്തോടെ പറയുന്നു. അതിന് ഇത്ര പ്രശ്നം എന്താണെന്ന് ഡിങ് ചോദിച്ചപ്പോൾ നീ വേവയെ ഒട്ടും കെയർ ചെയ്യാത്തത് എന്താണ്, അവൾ പെങ്ങിനൊപ്പം പോകട്ടെ എന്നാണോ നീ കരുതുന്നത് എന്ന് ദക്ഷി സിജോങ്ങിനോട് ദേഷ്യത്തിൽ ചോദിക്കുന്നു. അവൾ അവളുടെ ഐഡളായ സൺയങ്ങിനെ കാണാൻ പോയതല്ലേ, ഞാനത് എങ്ങനെ തടയുമെന്ന് അവൻ ചോദിക്കുന്നു. വേവെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നത് സീനിയർ പെങ്ങിനെയാണ്. പക്ഷേ മറ്റുള്ളവർ അവളെ ഒറ്റപ്പെടുത്തിയ ഒരു സമയത്ത് അവൻ അവളെ തനിച്ചാക്കി പോയി കളഞ്ഞു. ആ സംഭവത്തിന് ശേഷമാണ് വേവെ സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ ആയത് പോലും. അതിനുശേഷമാണ് അവൻ പേര് മാറ്റിയതും. ഇപ്പോൾ ഈ സൺയങ് വേവയുമായി വീണ്ടും അടുക്കാനുള്ള ഒരു എക്സ്ക്യൂസ് മാത്രമാണ് എന്നാണ് തോന്നുന്നത് എന്ന് ദക്ഷി പറയുന്നു. അത് കടത്തും ഭക്ഷണം മതിയാങ്ങി സിജോങ് ധൃതിയിൽ എഴുന്നേറ്റ് പോകുന്നു. പെങ് ഈ സമയം വേവയെ സൺയങ്ങിന്റെ അടുത്ത് എത്തിച്ചിരുന്നു. പെങ് നേരത്തെ തന്നെ വേവയെ കുറിച്ച് അദ്ദേഹത്തോട് സൂചിപ്പിച്ചിരുന്നു. പരിചയപ്പെട്ട ശേഷം വേവെ ബാഗിൽ കരുതിയിരുന്ന ഡയറി എടുത്ത് അദ്ദേഹത്തെ കാണിച്ചിട്ട് ഇത് കുറെ കാലങ്ങൾ കൊണ്ട് ഞാൻ റെഡിയാക്കിയതാണ്, കഴിഞ്ഞ 5 വർഷത്തെ താങ്കളുടെ കരിയറിലെ പ്രധാന സംഭവങ്ങൾ ഇതിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് വേവെ ആ ഡയറി അദ്ദേഹത്തിന് സമ്മാനമായി നൽകുന്നു. അവർക്കൊപ്പം ഒരു ഫോട്ടോ എടുക്കാം എന്ന് പെങ് ചോദിച്ചപ്പോൾ അദ്ദേഹം സമ്മതിക്കുന്നു. അവർ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് നേരത്തെ വേവെ എങ്ങോട്ട് പോയതാണ് എന്നറിയാൻ അവളെ ഫോളോ ചെയ്ത ഫാൻ ഗേൾസ് മുറിക്ക് പുറത്ത് നിന്ന് ഗ്ലാസിനിടയിലൂടെ അത് കണ്ടത്. പെങ് അവളുടെ ബോയ് ഫ്രണ്ട് ആയിരിക്കണം, അതുകൊണ്ട് അവൻ ഗേൾഫ്രണ്ടിന് പ്രത്യേക പരിഗണന നൽകിയതായിരിക്കും. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് അവർ എങ്ങോട്ടോ പോകുന്നു. വേവെ സൺയങ്ങിന്റെ ഒരു ഫോട്ടോയിൽ അവനെ കൊണ്ട് ഓട്ടോഗ്രാഫ് എഴുതിപ്പിക്കുന്നു. ഇത് എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയാണ്, അവനും സ്വിമ്മറാണ്, അവന് പ്രചോദനം ഉണ്ടാകുന്ന രീതിയിൽ 2 വരി കൂടി എഴുതുമോ എന്നവൾ ചോദിക്കുന്നു. ഫ്രണ്ടിന്റെ പേരെന്താണ് എന്ന് അയാൾ ചോദിക്കുന്നു. സിജോങ്ങിന്റെ പേര് അവൾ പറഞ്ഞു കൊടുത്തപ്പോൾ ഈ പേര് നല്ല പരിചയമുള്ളതുപോലെ തോന്നുന്നല്ലോ എന്ന് അയാൾ പറയുന്നുണ്ട്. അപ്പോൾ നിനക്ക് ഓട്ടോഗ്രാഫ് വേണ്ട എന്ന് പെങ് വേവയോട് ചോദിക്കുന്നു. എൻ്റെ കയ്യിൽ ധാരാളം ഫോട്ടോസ് ഉണ്ട്, എനിക്ക് അത് മതി എന്ന് അവൾ പറയുന്നു. സൈൻ ചെയ്ത് കൊടുത്ത ശേഷം സൺയങ് അവളോട് യാത്ര പറഞ്ഞു പോകുന്നു. പെങ്ങിനും അവന്റെ ഒപ്പം പോകേണ്ടതുള്ളതിനാൽ ഉടനെ മടങ്ങി വരാമെന്ന് വേവയോട് പറഞ്ഞിട്ട് അവനും ഒപ്പം പോകുന്നു. വേവെ ഫോട്ടോയും കയ്യിൽ പിടിച്ച് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി നിൽക്കുമ്പോഴാണ് ആ ഫാൻ ഗേൾസ് എങ്ങനെയോ അവിടേക്ക് കയറി വന്നത്. വേവയുടെ കയ്യിലെ ഫോട്ടോ തട്ടിപ്പറിച്ച് ദൂരെ കളഞ്ഞിട്ട് അവർ വേവയെ ആക്രമിക്കാൻ തുടങ്ങുന്നു. വേവയെ എതിർക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അതിലൊരു പെൺകുട്ടിക്ക് അവളുടെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ ഷോക്ക് അടിക്കുന്നതിനാൽ അവൾ നിലവിളിക്കാൻ തുടങ്ങുന്നു. ബഹളം കെട്ട് കുറെ പേർ അവിടേക്ക് എത്തുന്നു. ആ കൂട്ടത്തിൽ സിയാവും ഉണ്ടായിരുന്നു. വേവെ തങ്ങളെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് ഫാൻ ഗേൾസ് അവർക്കെതിരായി കത്തിക്കയറുകയാണ്. സിയ അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടാകുന്നില്ല. ഈ സമയം സിജോങ് വേവയെ അന്വേഷിച്ച് അവിടെ എത്തിയിരുന്നു. അവളുടെ ഫോണിലേക്ക് അവൻ വിളിക്കുന്നുണ്ടായിരുന്നെങ്കിലും ഫോൺ സൈലന്റ് ആയിരുന്നതിനാലും ബഹളത്തിനിടയിലായിരുന്നതിനാലും വേവെ അതറിയുന്നില്ല. സിജോങ്ങിനെ അകത്തേക്ക് വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വാതിൽകൾ സെക്യൂരിറ്റീസ് തടഞ്ഞെങ്കിലും അവരെ പറ്റിച്ച് അവൻ അകത്തേക്ക് ഇടിച്ചു കയറി വേവയെ അന്വേഷിച്ചു ഓടുന്നു. അകത്ത് ഈ സമയം മുറുകി കയ്യേറ്റത്തോളം എത്തിയിരുന്നു. വേവയെ അടിക്കാൻ ഫാൻ ഗേൾസിലൊരാൾ കൈ ഉയർത്തിയപ്പോഴേക്കും സിജോങ് അവിടെ എത്തിയ കയ്യിൽ പിടിക്കുന്നു. ഒരു കമ്പനിക്കുള്ളിൽ ഇങ്ങനെ ബഹളം വയ്ക്കുന്നതിന്റെ പരിണത ഫലങ്ങൾ അറിയില്ലേ എന്ന് ചോദിച്ച് അവളെ വഴക്ക് പറഞ്ഞിട്ട് അവൻ വേവയെ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഹോസ്പിറ്റലിൽ പോകുന്നതിന് വേണ്ടി അവന്റെ അമ്മ അപ്പോഴും വിളിക്കുന്നുണ്ടായിരുന്നെങ്കിലും അവൻ കോൾ അറ്റൻഡ് ചെയ്യാതെ വേവയോട് അവൾക്ക് എന്തെങ്കിലും പറ്റിയെന്ന് അന്വേഷിക്കുന്നു. കുഴപ്പമൊന്നുമില്ല എന്നവൾ പറഞ്ഞപ്പോൾ വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരുന്ന എന്താണെന്ന് ചോദിച്ച് അവൻ ദേഷ്യപ്പെടുന്നു. ഫോൺ സൈലന്റ് ആയിരുന്നു, കോൾ വന്നത് അറിഞ്ഞില്ല എന്നവൾ പറയുന്നു. ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കാതെ ഞാൻ എപ്പോഴും നിന്നെ പ്രൊട്ടക്ട് ചെയ്യും എന്നവൻ അവൾക്ക് ഉറപ്പ് നൽകുന്നു. സൺയങ്ങിനൊപ്പം പോയ പെങ് മടങ്ങി വന്നപ്പോൾ വേവയുടെ ബാഗ് സിയയുടെ കയ്യിൽ ഇരിക്കുന്നതുകൊണ്ട് അവൻ വിവരം തിരക്കുന്നു. സിയ നടന്ന സംഭവങ്ങൾ അവനെ പറഞ്ഞു കേൾപ്പിച്ചിട്ട് ബാഗും അവനെ ഏൽപ്പിക്കുന്നു. പെങ് വേഗം വേവയെ അന്വേഷിച്ച് പുറത്തേക്ക് ഓടുന്നു. സിജോങ്ങിനൊപ്പം പോകാൻ തുടങ്ങിയായിരുന്നു അവളുടെ അടുത്തെത്തി ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ തനിച്ചാക്കി പോകേണ്ടി വന്നതിന് സോറി പറഞ്ഞിട്ട് അവൻ ബാഗ് നീട്ടുന്നു. സിജോങ് ദേഷ്യത്തിൽ ആ ബാഗ് തട്ടിയെടുത്തിട്ട് നീ അവളെ ഒറ്റയ്ക്കാക്കി പോയിട്ടിപ്പോൾ ന്യായം പറയുകയാണോ, ഇവിടെ ആർക്കും ഒന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞവൻ ദേഷ്യപ്പെടുന്നു. ഇങ്ങനെയൊന്നും സംഭവിച്ചത് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് പെങ് വേവയോട് എക്സ്ക്യൂസ് പറയാൻ തുടങ്ങിയപ്പോൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തം കഴിഞ്ഞല്ലോ അല്ലേ, മുമ്പ് നീ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് അവൾക്ക് സ്കൂൾ പോലും മാറേണ്ടി വന്നത്, നീ കാരണം അന്നും ഇവൾ ഒരുപാട് വേദന അനുഭവിക്കേണ്ടി വന്നു,
ഇനിയെങ്കിലും നീ അവളുടെ അടുത്തേക്ക് വരാതിരുന്നാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞ് സിജോങ് വേവയും വിളിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുന്നു. അന്ന് എൻ്റെ അച്ഛനൊരു ആക്സിഡന്റ് ഉണ്ടായതാണ് എന്ന് പെങ് പുറകിൽ നിന്ന് പറഞ്ഞത് കേട്ട് വേവയെ തിരിഞ്ഞു നിൽക്കുന്നു. അവനത് വിശദമായി അവളെ പറഞ്ഞു കേൾപ്പിക്കുന്നു. ആ സംഭവം ഉണ്ടായ ദിവസം വേവയുടെ ഷോക്ക് അടിച്ച ഒരു പയ്യൻ അവളുടെ പുറകെ നടന്നത് കാരണം ടീച്ചർ വിളിച്ചു പറഞ്ഞതനുസരിച്ച് അവൻ്റെ അമ്മ സ്കൂളിൽ വന്നിരുന്നു. ആ സമയത്ത് മഴ പെയ്യുന്നതിനാൽ അവൻ വേവയ്ക്ക് കുട നീട്ടിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അവളത് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അവൻ പിന്നെയും നിർബന്ധിക്കുകയാണ്. അത് കണ്ടുകൊണ്ട് വന്ന അവൻ്റെ അമ്മ ഇവള് കാരണമാണോ ടീച്ചർ എന്ന് എന്നെ സ്കൂളിലേക്ക് വിളിപ്പിച്ചതെന്ന് ചോദിച്ച് വേവയെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ട് അവനെയും വിളിച്ചുകൊണ്ട് പോകുന്നു. മറ്റു കുട്ടികളെല്ലാം വേവയെ പരിഹസിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. പെങ്ങും ഇത് കണ്ടിരുന്നു. അവൻ അവൾക്കരികിലേക്ക് ചെല്ലാൻ തുടങ്ങുമ്പോഴാണ് അച്ഛൻ അസുഖം കൂടുതലാണ്, പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞ അമ്മയുടെ കോൾ അവന് വന്നത്. അത് കാരണം വേവയ്ക്ക് അരികിലേക്ക് പോകാതെ അവന് പെട്ടെന്ന് പോകേണ്ടി വരുന്നു. വേവയെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ ഓടിപ്പോകുന്നതാണ് കണ്ടത്. അവൻ തന്നെ തനിച്ചാക്കി പോവുകയാണ് എന്നാണ് അവൾ കരുതിയത്. അന്ന് ഞാൻ ആശുപത്രിയിലെത്തി അധിക സമയം കഴിയുന്നതിന് മുമ്പ് എൻ്റെ അച്ഛൻ മരിച്ചു. എൻ്റെ അമ്മയ്ക്ക് ഇവിടെ തനിച്ച് ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് വിദേശത്ത് പഠിക്കാൻ പോകാനുള്ള തീരുമാനം ഞാൻ ഉപേക്ഷിച്ചു. പഠനം കഴിഞ്ഞ ശേഷം അച്ഛൻ്റെ ബന്ധുക്കളുമായി ഇടപെടാൻ താല്പര്യമില്ലാത്തതിനാൽ ഞാൻ എൻ്റെ പേര് മാറ്റി. പിന്നീട് ഞാൻ നിന്നെ കോൺടാക്ട് ചെയ്യാൻ ഒരുപാട് ശ്രമിച്ചിരുന്നു. FBയിൽ നിനക്ക് ഞാൻ കുറേ മെസ്സേജ് അയച്ചിരുന്നു. പക്ഷെ നീ എപ്പോഴേക്കും നിന്റെ FB അക്കൗണ്ട് ചേഞ്ച് ചെയ്തിരുന്നതിനാലാവണം റിപ്ലൈ ഒന്നും തന്നില്ല. ഇപ്പോഴും നിനക്ക് ആവശ്യമെന്ന ഒരു സാഹചര്യം വന്നപ്പോൾ എനിക്ക് അടുത്തുണ്ടാവാൻ കഴിഞ്ഞില്ല. എന്നോട് ക്ഷമിക്കണം എന്നവൻ പറയുന്നു. വേവയെ സഹായിച്ചതിന് അവൻ സിജോങ്ങിന് താങ്ക്സും പറയുന്നു. അവർക്കിടയിൽ തെറ്റിദ്ധാരണകളായിരുന്നു എന്നറിഞ്ഞതോടെ നിങ്ങൾ സംസാരിച്ചോളൂ, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവൻ എഴുന്നേറ്റ് പോകുന്നു. വേവയുടെ മനസ്സിൽ പെങ്ങളോട് മുമ്പുണ്ടായിരുന്ന ദേഷ്യമെല്ലാം മാറുന്നുണ്ട്. അന്ന് റൂമിലെത്തിയപ്പോൾ അവൾ ദക്ഷയോട് വിവരമെല്ലാം പറയുന്നു. പഴയ FB ഐഡിയിൽ കയറി അവൾ മെസ്സേജ് ചെക്ക് ചെയ്യുന്നുണ്ട്. പെങ് പറഞ്ഞതുപോലെ തന്നെ അവനയച്ച മെസ്സേജ് എല്ലാം അവൾ കാണുന്നു. കഴിഞ്ഞ 4 വർഷങ്ങളായി അവനത് നിന്നോട് തുറന്നു പറയാനുള്ള ശ്രമത്തിലായിരുന്നു, പക്ഷെ നടന്നില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് നിന്റെ പ്ലാൻ എന്ന് ദക്ഷി ചോദിക്കുന്നു. ഫിസിയോതെറാപ്പി എക്സാമിന് പാർട്ട്ണറായ സിജോങ് എത്താൻ ലേറ്റ് ആവുന്നത് കൊണ്ട് വേവയും ലേറ്റായാണ് എത്തിയത്. അവളെത്തിയപ്പോൾ ജിൻജിന് എക്സാം കഴിഞ്ഞ് പാർട്ട്ണർക്കൊപ്പം പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. എല്ലാവരും എക്സാം കഴിഞ്ഞ് പോയല്ലോ, നീ എന്താണ് ലേറ്റ് ആയത്, നിന്റെ പാർട്ട്ണർ എവിടെ എന്നൊക്കെ ജിൻജിൻ ചോദിക്കുന്നു. പാർട്ട്ണർ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് വേവ പറഞ്ഞപ്പോൾ ലേറ്റാകുമെങ്കിൽ എൻ്റെ ഈ ഫ്രണ്ടിനെ ഉപയോഗിച്ചോളാൻ ജിൻജിൻ പറഞ്ഞെങ്കിലും വേവ വേണ്ടെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയക്കുന്നു. വേഗം വരാൻ അവൾ സിജോങ്ങിന് മെസ്സേജ് അയച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അകത്ത് നിന്ന് പേര് വിളിക്കുന്നതിനാൽ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് കരുതി അവൾ അകത്തേക്ക് പോകുന്നു. ജിൻജിൻ ഫ്രണ്ടിനൊപ്പം മടങ്ങുമ്പോൾ സിജോങ് അതുവഴി പോകുന്നത് കണ്ട് കണ്ണെടുക്കാൻ നോക്കി നിൽക്കുന്നുണ്ട്. ജിൻജിന് സിജോങ്ങിനോട് ഒരു സീക്രട്ട് ക്രഷ് ഉണ്ട് എന്നതാണ് സത്യം. അവളുടെ നിൽപ്പ് കണ്ടപ്പോൾ നീ എപ്പോഴും പറയാറുള്ള ആളാണോ അത് എന്ന് ഫ്രണ്ട് അവളോട് ചോദിക്കുന്നുണ്ട്. പാർട്ട്ണറില്ലാതെ തനിച്ച് അകത്തേക്ക് കയറി ചെന്ന വേവയെ പ്രൊഫസർ വഴക്ക് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും സിജോങ് അവിടെ എത്തുന്നു. ഇതാണ് എൻ്റെ പാർട്ട്ണർ എന്ന് പറഞ്ഞ് അവൾ ഓടിച്ചെന്ന് അവനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഒരു അവസരം കൂടി തരണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം സമ്മതിക്കുന്നു. സിജോങ് തയ്യാറായി ബെഡിൽ കയറി കിടക്കുന്നു. പ്രൊഫസർ അവളെ കൊണ്ട് ഓരോന്നായി പല പല മസാജും ചെയ്യിപ്പിക്കുന്നു. ആദ്യം മുഖത്തും പിന്നീട് വയറ്റിലും പുറത്തുമൊക്കെയാണ് ചെയ്തത്. വേവ ഓരോ ഭാഗവും മസാജ് ചെയ്യുമ്പോഴും സിജോങ് അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കി കിടക്കുകയാണ്. ഇരുന്നു കൊണ്ട് കൈകളിൽ ചെയ്യേണ്ടിരുന്ന മസാജാണ് അവസാനം ചെയ്തത്. ഓരോ മസാജ് കഴിഞ്ഞപ്പോഴും വേവയുടെ ഷോക്ക് അടിച്ച സമയത്ത് അവളോട് തോന്നിയ ഫീലിങ്സ് പോലെയായിരുന്നു സിജോങ്ങിന് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. മസാജിങ് മതിയാക്കിക്കോളാൻ പറഞ്ഞിട്ട് അവൾ ടെസ്റ്റ് പാസ്സായതായി പ്രൊഫസർ അറിയിക്കുന്നു. യൂഷിൻ കുറെ ബാഗും പെട്ടിയും താങ്ങി പിടിച്ച് ബുദ്ധിമുട്ടി നടക്കുന്ന സമയത്താണ് ലീഡർ ബായി ഓടി വന്ന് ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് ലഗേജ് എല്ലാം പിടിച്ചു വാങ്ങിയത്. അവൾ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അവൻ അതുമായി സ്റ്റെപ്പ് കയറുന്നു. നീ വീട്ടിൽ നിന്ന് താമസം മാറിയോ എന്നവൻ ചോദിച്ചപ്പോൾ മാറി എന്നവൾ പറയുന്നു. കാരണമൊന്നും അവൾ വിശദീകരിച്ചില്ല. ബായി ആണെങ്കിൽ അതിനെ നെഗറ്റീവായി കാണുന്നതിന് പകരം മാറിയതും നന്നായി. ഇനിയിപ്പോൾ ആഴ്ച അങ്ങോട്ട് ഓടേണ്ടല്ലോ, ബസ് ഫീസും ലാഭിക്കാം. അപ്പോൾ കഫയിൽ 1-2 ദിവസങ്ങൾ കുറച്ച് ജോലി ചെയ്താലും പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് പോസിറ്റീവായാണ് അതിനെ കണ്ടത്. അവൻ്റെ ആ ആറ്റിറ്റ്യൂഡ് ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ അവൻ ഇങ്ങോട്ട് ചോദിക്കുന്നതിന് മുമ്പ് അവൻ്റെ ഒപ്പം ഫിസിയോതെറാപ്പി ക്ലബ്ബിൽ അംഗമാകാമെന്ന് യൂഷിൻ സമ്മതിക്കുന്നു. എങ്കിൽ നമുക്ക് ലഗേജ് ഹോസ്റ്റലിൽ വെച്ചിട്ട് ഇപ്പോൾ തന്നെ ക്ലബ്ബിലേക്ക് പോകാമെന്ന് ബായി ആവശ്യത്തോടെ പറയുന്നുണ്ട്. എക്സാം കഴിഞ്ഞ് വേവെ സിജോങ്ങിനെയും കൊണ്ടൊരു ഷോപ്പിലേക്കാണ് പോയത്. അവൻ സാധനമൊന്നും എടുക്കാതെ അവളെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് ഇന്നെൻ്റെ ട്രീറ്റ് ആണ്, നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തോളാൻ അവൾ പറയുന്നു. പക്ഷെ നീ വേണ്ടതെല്ലാം എടുത്തോ, ഞാൻ കാശ് കൊടുത്തോളാം എന്ന് സിജോങ് പറയുന്നു. അവൻ അപ്പോഴും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധം വേവയുടെ ഉള്ളിൽ ഫീലിങ്സ് തോന്നിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അവൻ അങ്ങനെ പറഞ്ഞത്. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നിനക്കിന്ന് എന്തു പറ്റി എന്ന് ചോദിച്ചെങ്കിലും അവൻ മറുപടി ഒന്നും പറയുന്നില്ല. വേവ ഫോണിൽ എന്തോ നോക്കിയ സമയത്ത് എതിരെ വന്ന ആരെയോ കണ്ട് വേവ അയാളെ കാണാതിരിക്കാൻ വേണ്ടി സിജോങ് പെട്ടെന്ന് അവളുടെ മുന്നിൽ കയറുന്നു. വേവ ആകെ അമ്പരപ്പോടെ നീ ഇന്ന് മരുന്ന് വല്ലതും മാറി കഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഭയങ്കര കാറ്റുണ്ട്, ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് എന്നവൻ പറഞ്ഞെങ്കിലും സിജോങ് നീ ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന് പുറകിൽ നിന്ന് പെങ് ചോദിച്ചതോടെ അവന്റെ കള്ളതരം പൊളിയുന്നു. അവൻ വേവയുടെ മുന്നിൽ നിന്ന് മാറി നിൽക്കുന്നു. പെങ് വേവയെ കണ്ടപ്പോൾ കയ്യിലുണ്ടായിരുന്ന കവർ അവൾക്ക് നേരെ നീട്ടിയിട്ട് ഇതൊക്കെ നിനക്ക് ഇഷ്ടമുള്ള സ്നാക്സ് ആണ് എന്ന് പറഞ്ഞ് അവൾക്ക് നൽകുന്നു. ഇതൊക്കെ തന്നെയല്ലേ ഞാനിപ്പോൾ നിനക്ക് വാങ്ങി തന്നതെന്ന് സിജോങ് ഇഷ്ടക്കേടോടെ ചോദിച്ചപ്പോൾ സാരമില്ല, ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യാമല്ലോ എന്ന് വേവയെ പറയുന്നു. അതുകൂടി കേട്ടപ്പോൾ അവന്റെ ദേഷ്യം ഒന്നുകൂടി കൂടുന്നതിനാൽ കയ്യിലിരുന്ന കവർ വേവയെ പിടിപ്പിച്ചിട്ട് എനിക്ക് കുറച്ച് തിരക്കുണ്ട് എന്ന് പറഞ്ഞവൻ പോകുന്നു. ആ സമയത്ത് വേവയ്ക്ക് ഒരു കോൾ വന്നതിനാൽ എനിക്കും തിരക്കുണ്ട്, പിന്നെ കാണാമെന്ന് പെങ്ങിനോട് പറഞ്ഞ് അവളും പോകുന്നു. റൂമിലെത്തിയ സിജോങ് ആകെ മൂഡ് ഓഫ് ആയിരിക്കുന്ന കണ്ട് ഡിങ് തിരിച്ചും മറിച്ചും പലതും ചോദിച്ചെങ്കിലും അവൻ മറുപടി ഒന്നും പറയാതെ അവന്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് മാറിയിരിക്കുന്നു. മുമ്പത്തെ പോലെ തന്നെ ഇതും ഇല്യൂഷൻ ആയിരിക്കുമെന്ന് സിജോങ് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ വിളിച്ചിട്ട് ഇന്നലെ നീ എന്താണ് ആ ഡോക്ടറെ കാണാൻ പോകാഞ്ഞത്, അദ്ദേഹം അമേരിക്കയിലേക്ക് തിരികെ പോയല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ച് അവനെ വഴക്ക് പറഞ്ഞത്. ഇന്നലെ വേവയ്ക്ക് കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല എന്നവൻ മറുപടി പറഞ്ഞപ്പോൾ
പറഞ്ഞപ്പോൾ നിന്റെ മുട്ടിനേക്കാൾ പ്രധാനമായിരുന്നു അത് എന്ന് അമ്മ ചോദിച്ചെങ്കിലും വേവയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാനും അവർ മറന്നില്ല. ഇപ്പോൾ ഓക്കെ ആയി, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞവൻ ഫോൺ വയ്ക്കുന്നു. വേവയെ പെങ്ങിനെപ്പോയിരിക്കും എന്നുള്ള ചിന്ത കാരണം ഒരു സമാധാനം ഇല്ലാത്തതിനാൽ അവൻ ഫോൺ എടുത്ത് പലതവണ ഓരോ ആവശ്യം പറഞ്ഞ് വേവയെ വിളിച്ചെങ്കിലും മറുപടി പോലും പറയാൻ നിൽക്കാതെ അവൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. അവനോട് ഇത്രമാത്രം എന്താണ് സംസാരിക്കാനുള്ളതെന്ന് പറഞ്ഞ് സിജോങ് പിറുപിറുക്കുന്നുണ്ട്. ബായി യൂഷ്നയും കൊണ്ട് ക്ലബിന്റെ ആക്ടിവിറ്റി പ്ലാൻ ടീച്ചറുമായി കാണിക്കാൻ പോകുന്നു. ടീച്ചർ അത് പരിശോധിക്കുന്ന സമയത്ത് ഇത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതല്ല, എല്ലാവരും കൂടി ചെയ്തതാണ്. ഏറ്റവും കൂടുതൽ സഹായിച്ചത് വേവയാണ് എന്നവൻ പറഞ്ഞപ്പോൾ അവൾ മെയിൻ സബ്ജക്റ്റ് ചേഞ്ച് ചെയ്യാൻ പോവുകയല്ലേ, പിന്നെന്തിനാണ് ഇതിലൊക്കെ ഇൻട്രസ്റ്റ് കാണിക്കുന്നത്? മേജർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയല്ലേ അവൾ ക്ലബിൽ ചേർന്ന് തന്നെ എന്ന് ടീച്ചർ ചോദിക്കുന്നു. ബായ്ക്ക് ആ ന്യൂസ് ഒരു ഷോക്കായിരുന്നു. അവൻ ഉടൻ തന്നെ വേവയെ യൂഷിന്റെ കഫയിലേക്ക് വിളിപ്പിച്ചിട്ട് ട്രാൻസ്ഫറിനെ കുറിച്ച് അറിഞ്ഞത് സത്യമാണോ എന്ന് വേവയോട് ചോദിക്കുന്നു. സത്യമാണെന്ന് അറിഞ്ഞപ്പോൾ മാറാനുള്ള കാരണം എന്താണ്? നീ ശരിക്കും ഈ ഫീൽഡിന് പറ്റിയ ആളാണെന്ന് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം അറിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾക്ക് നിന്നെ സഹായിക്കാൻ കഴിഞ്ഞേക്കും എന്നൊക്കെ അവൻ പറയുന്നു. സത്യം തുറന്നു പറഞ്ഞാൽ അവന് നിന്നെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയേക്കുമെന്ന് യൂഷിനും പറയുന്നു. പക്ഷേ തൻ്റെ പവറിനെ കുറിച്ച് തുറന്നു പറയാൻ കഴിയാത്തതുകൊണ്ട് വേവെ എന്ത് പറയണമെന്നറിയാതെ ഇരിക്കുമ്പോഴാണ് സിജോങ് വീണ്ടും അവളുടെ ഫോണിലേക്ക് വിളിച്ചത്. നമുക്കിതിനെക്കുറിച്ച് പിന്നെ സംസാരിക്കാം, ഇപ്പോൾ എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ട് എന്ന് പറഞ്ഞവൾ വേഗം എഴുന്നേറ്റ് പോകുന്നു. അക്ഷമനായി കാത്തു നിൽക്കുന്ന സിജോങ്ങിന്റെ അടുത്തേക്ക് ചെന്ന് നീ എന്താ മൊബൈൽ റോബോട്ടാണോ? പിന്നെയും എന്തിനാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചവൾ ദേഷ്യപ്പെടുന്നു. ഫോൺ എടുക്കാതിരുന്നതിന് കാരണം ലീഡർ ബായ് ട്രാൻസ്ഫറിന്റെ കാര്യം പറഞ്ഞ് അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നുകൊണ്ടാണ് എന്ന് വേവെ പറഞ്ഞപ്പോൾ നീ ബായിക്കൊപ്പമായിരുന്നു എന്ന് ചോദിച്ച് സിജോങ് പുഞ്ചിരിക്കുന്നു. പെങ്ങിൻ്റെ ഒപ്പം ആയിരുന്നില്ല എന്നറിഞ്ഞതിൻ്റെ സന്തോഷമാണത് എന്ന് വേവയ്ക്ക് മനസ്സിലായില്ല. വേഗം ഷോക്ക് അടിപ്പിക്കാം, എനിക്ക് കുറച്ച് ധൃതിയുണ്ട് എന്ന് പറഞ്ഞ് വേവയെ കൈ നീട്ടിയപ്പോൾ അവൻ ആ കൈ പിടിച്ചിട്ട് ഇന്ന് എക്സാം ഉണ്ടായിരുന്നതല്ലേ, ഇന്ന് ട്രീറ്റ്മെൻറ്റ് വേണ്ട, ഞാൻ നിന്നെ ഒന്ന് പുറത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അവളെയും കൊണ്ട് അവൻ ഇങ്ങോട്ട് പോകുന്നു. ഷോപ്പിംഗ് മാളിലേക്കാണ് അവർ പോയത്. അവൾക്ക് മിൽക്ക് ടീ വാങ്ങിക്കൊടുത്തിട്ട് ഞാൻ ഇതുവരെ ആരെയും ഡേറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ പറയണം എന്നവൻ പറഞ്ഞപ്പോൾ അതിന് നമ്മൾ ഡേറ്റിംഗിലല്ലോ എന്ന് വേവ ചോദിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു കപ്പിൾസിനെ കാണിച്ചിട്ട് ഡേറ്റിംഗ് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ റിലേഷൻ എന്താണ് എന്ന് സിജോങ് ചോദിച്ചപ്പോൾ എന്തായാലും ഇത് ഡേറ്റിംഗ് അല്ല എന്ന് പറഞ്ഞ് വേവ മുന്നോട്ട് നടക്കുന്നു. അവളൊരു ഷോപ്പിൽ ഡ്രസ്സ് നോക്കാനായി കയറിയപ്പോൾ ഇവിടെ ഉള്ളതൊന്നും നിന്റെ സ്റ്റൈലിന് പറ്റിയതല്ല, നിനക്ക് പറ്റിയ ഡ്രസ്സുള്ള ഒരു ഷോപ്പ് എനിക്കറിയാമെന്ന് പറഞ്ഞ് ഒരു മെൻസിന്റെ ഡ്രസ് ഷോപ്പിലേക്ക് കൊണ്ടുപോകുന്നു. അവൾ ട്രൈ ചെയ്ത അതേ ഡ്രസ്സ് അവനും ട്രൈ ചെയ്യുന്നുണ്ട്. ഈ സ്റ്റൈൽ നിനക്ക് നന്നായി ചേരുന്നുണ്ട്, ഈ കൂളിംഗ് ഗ്ലാസും കൂടി വെച്ചാൽ പൊളിയായിരിക്കുമെന്ന് പറഞ്ഞ് അവൻ കൂളിംഗ് ഗ്ലാസ് വെച്ചു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അവൾ അവന്റെ കയ്യിൽ പിടിച്ച് തടയുന്നു. നീ എന്തിനാണ് എന്നെ ഇപ്പോൾ ഷോക്ക് അടിപ്പിച്ചത്? ഇന്ന് എക്സാമിന്റെ ടൈമിൽ ഷോക്ക് അടിപ്പിച്ചല്ലോ, ഞാൻ നിന്നെ ഇഷ്ടപ്പെടാൻ വേണ്ടിയാണോ എന്നവൻ ചോദിച്ചപ്പോൾ ഇന്നത്തെ ദിവസം ഇതുവരെ ഞാൻ നിന്നെ ഷോക്ക് അടിപ്പിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞ് വേവ ഡ്രസ് ചേഞ്ച് ചെയ്യാൻ കയറി പോകുന്നു. വേവയുടെ ഷോക്ക് കാരണമല്ല തൻ്റെ മനസ്സിലെ ഈ ഫീലിങ്സ് എന്ന് മനസ്സിലായപ്പോൾ സിജോങ്ങിനെ ആകെ കൺഫ്യൂഷൻ ആകുന്നു. അവിടെ നിന്നിറങ്ങി ഭക്ഷണം കഴിക്കാനിരുന്നപ്പോഴും അവനാകെ സംശയിച്ച് അവളെ തന്നെ നോക്കിയിരിക്കുകയാണ്. നിനക്കിന്ന് എന്തു പറ്റി? മുഴുവൻ സമയവും എന്നെ തന്നെ നോക്കിയിരിക്കുകയാണല്ലോ, നല്ല സുഖമില്ല എന്ന് ചോദിച്ച് വേവെ അവൻ്റെ കയ്യിൽ തൊട്ടു നോക്കാൻ തുടങ്ങിയപ്പോൾ സിജോങ് പെട്ടെന്ന് കയ്യിൽ കയറി പിടിച്ചിട്ട് ഇന്ന് ഷോക്ക് അടിപ്പിച്ചില്ല എന്ന് ഉറപ്പാണോ എന്ന് വീണ്ടും ചോദിക്കുന്നു. അവൾ വാച്ചിലെ ഹെഡ് ബീറ്റ് നോർമലായിരിക്കുന്നത് കാണിച്ചിട്ട് ഉറപ്പാണ് എന്ന് പറഞ്ഞപ്പോൾ അവൻ കൈ പിൻവലിക്കുന്നുണ്ട്. പെങ്ങൊന്ന് ഓവർ ടൈം ചെയ്യുന്നത് കണ്ടപ്പോൾ ഉച്ചയ്ക്ക് ഗേൾഫ്രണ്ടിനെ കാണാൻ കോളേജിലേക്ക് പോയത് കണ്ടാണോ ഇപ്പോൾ ഇരിക്കേണ്ടി വന്നത് എന്ന് ഷിയ ചോദിക്കുന്നു. അവൾ ഇതുവരെ എൻ്റെ ഗേൾഫ്രണ്ട് ആയിട്ടില്ല എന്ന് പെങ് പറഞ്ഞപ്പോൾ നീ എന്താണ് അവളോട് കാര്യങ്ങൾ തുറന്നു പറയാത്തത്? ഒരുപാട് വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ ദുഃഖിക്കേണ്ടി വരും, അതുകൊണ്ട് കാര്യങ്ങൾ സ്പീഡപ്പ് ആക്കാൻ ഷിയ ഉപദേശിക്കുന്നു. അടുത്ത ദിവസം രാവിലെ വേവ ദക്ഷിയെ നേരത്തെ വിളിച്ചുണർത്തി ധൃതിയിൽ ഹോസ്റ്റലിന് പുറത്തേക്ക് വന്നപ്പോൾ പെങ് പറഞ്ഞനുസരിച്ച് ഒരു ഫ്രണ്ട് അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് കൊടുക്കുന്നു. ദക്ഷി അതിനെക്കുറിച്ച് കമന്റ് അടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പെങ് വേവയുടെ ഫോണിലേക്ക് വിളിച്ച് ഇന്ന് വൈകിട്ട് ഫ്രീ ആണെങ്കിൽ കോളേജിനടുത്ത് ഒരു പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട്, അവിടെ ഭക്ഷണം കഴിക്കാൻ പോകാമായിരുന്നു എന്ന് പറഞ്ഞത്. വേവ എതിർത്തൊന്നും പറയാതെ സമ്മതിക്കുന്നു. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ അവൻ എന്താണ് പറഞ്ഞത് എന്ന് ദക്ഷി കളിയാക്കുന്ന മട്ടിൽ ചോദിച്ചെങ്കിലും അവൾ മറുപടി പറയാതെ അവളെയും കൊണ്ട് പോകുന്നു. അന്നത്തെ പ്രാക്ടീസിൽ സിജോങ്ങും റോയിയും നന്നായി പെർഫോം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് കോച്ച് അഭിനന്ദിക്കുന്നു. കോച്ച് പോയി കഴിഞ്ഞപ്പോൾ സിജോങ് അധികം പ്രാക്ടീസ് ചെയ്യാതെ കൂടുതൽ സമയവും ഫിസിയോതെറാപ്പി ക്ലബ്ബിലാണല്ലോ, പിന്നെ എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതെന്ന് റോയ് അവനോട് സംശയം ചോദിക്കുന്നു. പ്രാക്ടീസ് കുറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല, എനിക്ക് ഈ കഴിവ് ജന്മനാ കിട്ടിയിട്ടുള്ളതാണ് എന്ന് തമാശയായി പറഞ്ഞ് സിജോങ് പോയപ്പോൾ അവനിപ്പോൾ പ്രണയത്തിലാണ്, അതിന്റെ എഫക്റ്റാണ്. രാത്രി മുഴുവൻ കുത്തിയിരുന്ന് മൂളിപ്പാട്ട് പാടുന്നതൊക്കെ നീ കേൾക്കുന്നില്ലേ എന്ന് ഡിങ് റോയിയോട് കളിയായി ചോദിക്കുന്നുണ്ട്. പെങ് എന്താണ് പറഞ്ഞതെന്നറിയാൻ ദക്ഷി വേവയെ തിരക്കി ക്ലാസ്സിലെത്തുന്നു. ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചതാണ് എന്നറിഞ്ഞപ്പോൾ അവൻ ഇപ്പോഴും നിന്നെ ഇഷ്ടമാണെന്നാണ് തോന്നുന്നത്, ഇല്ലെങ്കിൽ പിന്നെ 4 വർഷം നിന്നെ വെയിറ്റ് ചെയ്ത് നിനക്ക് കണ്ടിന്യൂസ് ആയി മെസ്സേജ് അയക്കുമോ? സീനിയറിനെ മിസ്സാക്കിയാൽ ചിലപ്പോൾ ഇനി ഇതുപോലെ നല്ലൊരാളെ കിട്ടണമെന്നില്ല എന്നൊക്കെ ദക്ഷി അവളോട് പറയുന്നുണ്ട്. ദക്ഷി തിരികെ ഹോസ്റ്റലിനടുത്തെത്തിയപ്പോൾ സിജോങ് വേവയും കാത്ത് അവൾക്ക് നൽകാൻ സ്നാക്സും കയ്യിൽ പിടിച്ച് നിൽക്കുന്നത് കാണുന്നു. എനിക്ക് വേണ്ടി വേവയെ ഒന്ന് വിളിക്കാമോ? ഞാൻ വിളിച്ചിട്ട് അവൾ ഫോൺ എടുക്കുന്നില്ല എന്ന് സിജോങ് പറഞ്ഞപ്പോൾ എന്തിനാണ്, സ്നാക്സ് കൊടുക്കാനാണോ? നീ ഇങ്ങനെ വെറുതെ മിനക്കെട്ടണമെന്നില്ല, വേവയ്ക്ക് സഹായത്തിന് സീനിയർ പെങ്ങുണ്ട് എന്ന് ദക്ഷി പറയുന്നു. അവർ തമ്മിൽ റിലേഷനിലാണോ എന്ന് സിജോങ് ചോദിച്ചപ്പോൾ ഇപ്പോൾ റിലേഷനിലല്ലെങ്കിലും ഉടൻ തന്നെ ആവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ അകത്തേക്ക് കയറി പോകുന്നു. വേവ പെങ്ങിനൊപ്പം ഡിന്നറിന് പോയിരിക്കുകയായിരുന്നു ആ സമയം. അവൻ കോളേജിലെ വിശേഷങ്ങൾ തിരക്കിയപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, പിന്നെ ഒരു സൈക്കോ ഇറങ്ങിയിട്ടുണ്ട്, പെൺകുട്ടികളെ ഫോളോ ചെയ്ത് പേടിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിരുന്നു എന്ന് വേവ പറയുന്നു. എങ്കിൽ ഇനി മുതൽ നീ തനിച്ചു പോകണ്ട, ഞാൻ നിന്നെ വിളിക്കാൻ വരാമെന്ന് പെങ് പറഞ്ഞെങ്കിലും അതിൻ്റെ ആവശ്യമില്ല, സീനിയറിന് ജോലി തിരക്കുള്ളതല്ലേ എന്ന് വേവ പറയുന്നു.
പെങ്ങിന് ആ സമയത്ത് കമ്പനി പ്രസിഡന്റ് സങ്ങിന്റെ കോൾ വരുന്നു. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആരോ എന്നെ ഫോളോ ചെയ്യുന്നു. ആ സൈക്കോ ആണെന്നാണ് തോന്നുന്നത്. കോളേജ് ഗേറ്റിനടുത്തേക്ക് വന്ന് എന്നെ ഒന്ന് പിക്ക് ചെയ്യുമോ എന്ന് ചോദിച്ച് ജിൻജിൻ വേവയ്ക്ക് മെസ്സേജ് അയച്ചത്. ഒരു അർജന്റ് മാത്രമുണ്ട് എന്ന് മാത്രം പെങ്ങിനോട് പറഞ്ഞിട്ട് വേവ എഴുന്നേറ്റ് ജിൻജിനെ അന്വേഷിച്ച് പോകുന്നു. അവൾ ടാക്സി വിളിച്ച് ജിൻജിൻ പറഞ്ഞ സ്ഥലത്തെത്തിയെങ്കിലും അവളെ അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. വേവ അവളുടെ ഫോണിലേക്ക് വിളിച്ച് നോക്കുന്നുണ്ട്. ജിൻജിൻ അപ്പോൾ പേടിച്ചോടുകയായിരുന്നു. വേവയുടെ കാൽ അവൾ അറ്റൻഡ് ചെയ്തെങ്കിലും ഒന്നും കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കുറെ ഓടിക്കഴിഞ്ഞ് ക്ഷീണിച്ചവൾ നിന്നപ്പോൾ ആരോ പുറകിലൂടെ വന്ന് തോളിൽ കൈവെക്കുന്നു. അവളെ ഫോളോ ചെയ്തത് റോയി ആയിരുന്നു. ഞാൻ സിജോങ്ങിന്റെ ക്ലാസ്മേറ്റ് ആണ്. നമ്മൾ ഫിസിയോതെറാപ്പി ക്ലബ്ബിൽ വെച്ച് തമ്മിൽ പരിചയപ്പെട്ടിരുന്നു. കോളേജിൽ സൈക്കോ ഇറങ്ങിയിട്ടുണ്ട് എന്ന് കേട്ടിരുന്നു. നീ തനിച്ചു പോകുന്നത് കണ്ട് ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാൻ വന്നതാണ്, തെറ്റിദ്ധരിക്കരുത് എന്ന് അവൻ പറയുന്നു. വേവ ഇതേ സമയം ജിൻജിനെ അന്വേഷിച്ച് ഓടി നടക്കുകയായിരുന്നു. സിജോങ് അവളുടെ ഫോണിലേക്ക് വിളിച്ച് അവൾ എവിടെയാണെന്ന് അന്വേഷിക്കുന്നുണ്ട്. ഓട്ടത്തിനിടയിൽ അവളുടെ ഹെഡ് ബീറ്റ് കൂടി നിൽക്കുന്ന സമയത്താണ് ആ സൈക്കോ പുറകിൽ കൂടി വന്ന് അവളെ പിടിച്ചത്. വേവെ വിളിച്ചു കൂപ്പിക്കൊണ്ട് അയാളെ തട്ടിമാറ്റാൻ ശ്രമിച്ചതും ഷോക്ക് അടിച്ച് അയാൾ ദൂരേക്ക് തെറിച്ചു വീഴുന്നു. അയാൾക്ക് ഷോക്ക് അടിച്ചത് കാരണം വേവെ ആകെ സ്റ്റക്കായി നിൽക്കുകയാണ്. അവൾ നിൽക്കുന്നതിൻ്റെ കുറച്ചപ്പുറത്തായിരുന്നു ജിൻജിനും റോയും നിന്നിരുന്നത്. വിളിച്ചുകൂവൽ കേട്ട് അവർ അവിടേക്ക് ഓടിച്ചിരുന്നു. അപ്പോഴേക്കും സൈക്കോ ഓടി രക്ഷപ്പെട്ടിരുന്നു. ജിൻജിനെയും റോയിയെയും കണ്ടപ്പോൾ വേവെ കൈകൾ പെട്ടെന്ന് പുറകിലേക്ക് പിടിക്കുന്നുണ്ട്. അവർ അവളെയും കൂട്ടിക്കൊണ്ട് സെക്യൂരിറ്റി ഓഫീസിൽ കംപ്ലൈന്റ് നൽകാനായി പോകുന്നു. സൈക്കോ എങ്ങനെയാണ് ഓടിപ്പോയത് എന്ന് സെക്യൂരിറ്റി ചോദിച്ചപ്പോൾ എന്ത് മറുപടി പറയണമെന്നറിയാതെ വേവെ നിൽക്കുമ്പോഴാണ് സിജോങ് അവിടെ എത്തി ഞാൻ അയാൾക്ക് ഇലക്ട്രിക് ഷോക്ക് കൊടുത്ത് ഓടിച്ചു വിട്ടതാണ് എന്ന് പറയുന്നത്. ഫോണിലൂടെ വേവയുടെ കൂവൽ കെട്ടിരുന്ന അവൻ ധൃതിയിൽ ഓടി അവിടെ എത്തിയതാണ്. സിജോങ് അങ്ങനെ പറഞ്ഞുകൊണ്ട് തൽക്കാലം സത്യമാരി പറയാതെ വേവെ രക്ഷപ്പെട്ടെങ്കിലും ആരെങ്കിലും താൻ അയാളെ ഷോക്ക് അടിപ്പിക്കുന്നതിനെ പറ്റി അറിയുമോ എന്ന ചിന്ത അടുത്ത ദിവസവും വേവയെ അലട്ടുന്നുണ്ട്. അവളുടെ മൂഡ് ഓഫ് മാറ്റാൻ സിജോങ് അവൾക്കൊരു ലോലിപ്പം നൽകുന്നു. ക്ലാസ് കഴിയുമ്പോൾ വിളിക്കാൻ ഞാൻ വരാമെന്ന് അവൾ പറഞ്ഞപ്പോൾ എന്റെ ഈ കണ്ടീഷനിൽ എന്നെ ആര് ഉപദ്രവിക്കാനാണ് എന്ന് വേവെ ചോദിച്ചെങ്കിലും ഞാൻ വരുമെന്ന് തന്നെ പറഞ്ഞ് അവൻ പോകുന്നു. വരുന്ന ശനിയാഴ്ച ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. അത് കാണാൻ പോകാൻ സിജോങ്ങിനെ കൂടി വിളിച്ചു നോക്ക്. നിനക്ക് നേരിട്ട് വിളിക്കാൻ മടിയാണെങ്കിൽ ഒരു ലെറ്റർ എഴുതി കൊടുത്താലും മതിയെന്ന് ജിൻജിന്റെ ഒരു ഫ്രണ്ട് പറയുന്നതിനാൽ അവൾ അവന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ച് ഒരു ലെറ്റർ എഴുതി കവറിന് പുറത്ത് സിജോങ്ങിന്റെ റൂമിന്റെ അഡ്രസ്സും എഴുതുന്നു. സിജോങ്ങിന്റെ പേര് എഴുതാൻ തുടങ്ങിയപ്പോഴേക്കും വേവെ മുറിയിലേക്ക് കയറി വന്നതിനാൽ അവൾ പെട്ടെന്ന് എടുത്തും മാറ്റിവെക്കുന്നു. അവൾ തലേന്ന് രാത്രി ആ സംഭവം ഉണ്ടായ സ്ഥലത്ത് CCTV വല്ലതുമുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാനും വരാമെന്ന് പറഞ്ഞ് ജിൻജിനും കൂടെ ചെല്ലുന്നു. ആ സ്ഥലത്ത് ശരിക്കും CCTV ഉണ്ടായിരുന്നു. അതറിഞ്ഞപ്പോൾ വേവയുടെ ടെൻഷൻ കൂടുകയാണ് ചെയ്തത്. നടന്നത് ആരെങ്കിലും അറിയുമോ എന്ന ഭയമായിരുന്നു അവൾക്ക്. അവളുടെ ടെൻഷൻ എന്താണെന്ന് അറിയാത്തതിനാൽ നമുക്കിപ്പോൾ തന്നെ CCTV കൺട്രോൾ റൂമിലേക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞ് ജിൻജിൻ അവളെയും കൊണ്ട് അവിടേക്ക് പോകുന്നു. അവർ കൺട്രോൾ റൂമിലെ സെക്യൂരിറ്റിയോട് ചെന്ന് വിവരം പറഞ്ഞെങ്കിലും ആ ഭാഗത്തെ CCTV ഇന്നലെ എന്തോ പ്രശ്നത്തിലായിരുന്നു. അത് റിപ്പയർ ചെയ്യാൻ കുറച്ച് സമയമെടുക്കും, അത് കഴിഞ്ഞ് ചെക്ക് ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞ് അയാൾ അവരെ നിർബന്ധിച്ച് പറഞ്ഞയക്കുന്നു. വാതിലിനടുത്ത് വരെ അവരെ കൊണ്ടുവന്നിട്ട് അയാൾ തിരിഞ്ഞു നടക്കുന്നത് കണ്ടപ്പോൾ അയാളുടെ കാലിലുള്ള അതേ പ്രശ്നം ഇന്നലെ ആക്രമിച്ച സൈക്കോയ്ക്കും ഉണ്ടായിരുന്നതിനാൽ അയാളായിരിക്കുമോ സൈക്കോ എന്ന സംശയം വേവയ്ക്ക് ഉണ്ടാകുന്നു. അവൾ അതിനെക്കുറിച്ച് ജിൻജിനോട് പറയാൻ തുടങ്ങിയപ്പോഴേക്കും അവളെ അന്വേഷിച്ച് സിജോങ് അവിടെ എത്തിയിരുന്നു. രണ്ടുപേരോടുമായി തന്റെ സംശയം അവൾ പറയുന്നു. ആണുങ്ങളെ ആരെയും കൂടാതെ അവർ രണ്ടുപേരും കൂടി തനിച്ച് അന്വേഷണത്തിന് പോയതിന് സിജോങ് വേവയെ വഴക്ക് പറഞ്ഞിട്ട് അവളുടെ ഫോൺ വാങ്ങി അവന്റെ നമ്പർ സ്പീഡ് ഡയലാക്കി സേവ് ചെയ്ത് തിരിച്ചു കൊടുത്തിട്ട് ഇനി ഇതുപോലെ എന്തെങ്കിലും ആവശ്യമുണ്ടായാൽ ഉടനെ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്നു. അവൻ അവളുടെ കാര്യത്തിൽ കാണിക്കുന്ന കെയറിങ് കണ്ടപ്പോൾ ജിൻജിന് വല്ലാത്ത ഫീൽ ചെയ്യുന്നതിനാൽ ഞാൻ എൻ്റെ ഫ്രണ്ടിനൊപ്പം എക്സിബിഷന് ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി എന്ന് പറഞ്ഞ് അവളും എഴുന്നേറ്റ് പോകുന്നു. വൈകിട്ട് സ്വിമ്മിംഗ് പൂളിനടുത്തേക്ക് വരണം എന്ന് സിജോങ് മെസ്സേജ് ചെയ്തതനുസരിച്ച് വേവെ അവിടെ എത്തുന്നു. അന്ന് കുറേ തവണ ശ്രമിച്ചിട്ടും വേവയ്ക്ക് അവനെ ഷോക്ക് അടിപ്പിക്കാൻ കഴിയുന്നില്ല. ഇന്ന് ചെയ്തില്ലെങ്കിൽ മറ്റന്നാളത്തെ കോമ്പറ്റീഷനെ അത് നെഗറ്റീവായി ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് സിജോങ് പറഞ്ഞതിനാൽ വേവെ വീണ്ടും കുറച്ച് ചാടി ഹെഡ് ബീറ്റ് കൂട്ടാൻ നോക്കിയെങ്കിലും അതും സക്സസ് ആവുന്നില്ല. സിജോങ് പെട്ടെന്ന് അവളെ കോരിയെടുക്കുന്നു. അതോടെ വേവയുടെ ഹെഡ് ബീറ്റ് കുതിച്ചു കയറുകയും അവന് ഷോക്ക് അടിക്കുകയും ചെയ്യുന്നു. അവളെ തിരികെ താഴെ നിർത്തിയിട്ട് മുമ്പൊരിക്കൽ സംഭവിച്ചതുപോലെ ശബ്ദത്തിന് മാറ്റം വന്നു എന്ന മട്ടിൽ സിജോങ് അഭിനയിച്ചപ്പോൾ വേവെ ഒന്ന് പേടിക്കുന്നുണ്ട്. അവൻ പറ്റിച്ചതാണ് എന്നറിഞ്ഞപ്പോൾ അവൾ പിണക്കം നടിച്ച് പോകാൻ തുടങ്ങിയെങ്കിലും സോറി പറഞ്ഞ് അവൻ പിടിച്ചു നിർത്തുന്നു. ഇനി ഇങ്ങനെ ചെയ്യില്ലെന്ന് പറഞ്ഞ് ടൈം നോക്കാൻ ഏൽപ്പിച്ചിട്ട് അവൻ പ്രാക്ടീസിന് ഇറങ്ങുന്നു. ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ ഫാസ്റ്റായാണ് ഇത്തവണ അവൻ ഫിനിഷ് ചെയ്തത്. വേവെ അതിനെ അഭിനന്ദിച്ചപ്പോൾ ഞാൻ ഇപ്പോൾ ഇന്റർനാഷണൽ ലെവലാണ്, അധികം വൈകാതെ നിനക്ക് ഒളിമ്പിക് ചാമ്പ്യന്റെ ഫിസിയോതെറാപ്പിസ്റ്റ് ആവാനുള്ള യോഗം ഉണ്ടായേക്കും എന്നവൻ പറയുന്നു. നീ തോറ്റുപോയാൽ എന്ത് ചെയ്യുമെന്ന് അവൾ ചോദിച്ചപ്പോൾ ഞാൻ തോൽക്കില്ല എന്നാണ് അവൻ പറഞ്ഞത്. പ്രാക്ടീസ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ആ സെക്യൂരിറ്റി ഗാർഡ് തന്നെയാണോ സൈക്കോ എന്ന് കണ്ടെത്തേണ്ടേ എന്ന് സിജോങ് ചോദിക്കുന്നു. വെറും ഒരു സംശയത്തിന്റെ പേരിൽ നമുക്ക് അയാൾക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് വേവെ പറഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ആലോചിച്ച് എന്തെങ്കിലും പദ്ധതി തയ്യാറാക്കാം എന്നവൻ പറയുന്നു. അതനുസരിച്ച് അവരും ദക്ഷിയും ജിൻജിനും ഡിങ്ങും റോയിയും ഒന്നിച്ചുകൂടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുന്നു. അവസാനം സിജോങ്ങിന്റെ ഐഡിയ അനുസരിച്ച് ഡിങ്ങിനെ പെൺവേഷം കെട്ടിച്ച് സൈക്കോ വരാൻ സാധ്യതയുള്ള ലേഡീസ് ടോയ്ലറ്റിനും ഉള്ളിൽ അവർ നിർബന്ധിച്ച് കയറ്റുന്നു. തനിച്ചിരിക്കാൻ പേടിയാണെന്ന് പറഞ്ഞ് ഡിങ് ബഹളം വെച്ചപ്പോൾ നീ ഒരാണല്ലേ, കുറച്ച് തൻ്റെടം കാണിച്ചുകൂടെ എന്ന് ദക്ഷി ചോദിച്ചതോടെ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ഡിങ് അവിടെ ഇരിക്കുന്നു. അവർ പ്രതീക്ഷിച്ച പോലെ കുറച്ച് കഴിഞ്ഞപ്പോൾ സൈക്കോ അവിടെ എത്തുന്നുണ്ട്. കുറച്ച് മാറി പുറത്ത് കാവലിരിക്കുക എന്ന മറ്റുള്ളവർ അപ്പോഴേക്കും ഉറക്കം പിടിച്ചു തുടങ്ങിയിരുന്നു.
വേവെ സിജോങ്ങിന്റെ തോളിലേക്ക് തലവെച്ച് കിടക്കുന്നതാണ് ഉറങ്ങിയത്. സിജോങ്ങിന് അവളങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ അവളെ കിസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നുണ്ട്. അവൻ അതിനായി ഏകദേശം അടുത്തെത്തിയതുമാണ്. അപ്പോഴാണ് സൈക്കോയുടെ പുറകെ ബഹളം വെച്ചുകൊണ്ട് ഡിങ് അതുവഴി ഓടിയത്. ശബ്ദം കേട്ട് എല്ലാവരും എഴുന്നേറ്റ് അവർക്ക് പുറകെ ഓടുന്നു. ഓട്ടത്തിനിടയിൽ ഡിങ്ങിനെ അയാൾ പുറകിലേക്ക് തള്ളി എറിഞ്ഞപ്പോൾ പുറകെ വന്ന ദക്ഷിയുടെ പുറത്തേക്കാണ് അവൻ ചെന്ന് വീണത്. അവൾ ഭിത്തിയിലേക്ക് ചേർന്ന് നിന്ന് പോയെങ്കിലും അവനെ തള്ളി മാറ്റിയിട്ട് വീണ്ടും അയാൾക്ക് പുറകെ ഓടുന്നു. വേവെ അത്യാവശ്യം നല്ലൊരു ഓട്ടക്കാരി ആയതുകൊണ്ട് തന്നെ അവൾക്ക് ഇടയ്ക്ക് സൈക്കോയുടെ പുറത്ത് പിടികിട്ടിയെങ്കിലും അയാൾ അവളെയും തട്ടി പുറകിലേക്ക് എറിയുന്നു. വേവെ പുറകെ വന്ന് സിജോങ്ങിന്റെ ദേഹത്തേക്ക് ചെന്ന് വീണ് അവനെയും കൊണ്ട് പുറകിലേക്ക് പോയി അവിടെ ഉണ്ടായിരുന്ന ബെഞ്ചിലേക്ക് വീഴുന്നു. കൂട്ടത്തിൽ ഒരു ആക്സിഡന്റൽ കിസ്സും അവിടെ നടക്കുന്നുണ്ട്. പുറകെ വന്ന ദക്ഷിയും ജിഞ്ചിനും അത് കണ്ട് ഒന്ന് ഷോക്കായെങ്കിലും അവരെ പിടിച്ചു മാറ്റാൻ നിൽക്കാതെ അവർ സൈക്കോയ്ക്ക് പുറകെ ഓടുന്നു. വേവെ അപ്പോഴേക്കും എഴുന്നേറ്റ് മാറിയിട്ട് വീണ്ടും അയാൾക്ക് പുറകെ പോകുന്നു. എന്തായാലും എല്ലാവരും കൂടി അയാളെ പിടികൂടി മാസ്കും തൊപ്പിയും ഒക്കെ മാറ്റി പരിശോധിക്കുന്നു. വേവയെ സംശയിച്ച സെക്യൂരിറ്റി ഗാർഡ് തന്നെയായിരുന്നു അത്. ഇനി ഞാനിങ്ങനെ ചെയ്യില്ല, ഇത്തവണ വെറുതെ വിടണമെന്ന് അയാൾ പറഞ്ഞെങ്കിലും അവരയാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുന്നു. അവരുടെ ധൈര്യത്തെ അഭിനന്ദിച്ചെങ്കിലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സ്വയം പ്രവർത്തിക്കുന്നത് അപകടമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ആദ്യം പോലീസിൽ അറിയിക്കണം എന്ന് ഉപദേശിച്ചിട്ടാണ് അവർ പോയത്. CCTV ദൃശ്യങ്ങൾ ഇനി പരിശോധിക്കണമെന്ന് റോയ് ചോദിച്ചപ്പോൾ ഞാനത് ആൾറെഡി പരിശോധിച്ചു കഴിഞ്ഞു, അതിലൊന്നുമില്ല എന്ന് പറഞ്ഞ് സിജോങ് ആ വിഷയം ക്ലോസ് ചെയ്യുന്നു. നമുക്കിതൊന്ന് ആഘോഷിക്കേണ്ടതെന്ന് ദക്ഷി ചോദിച്ചപ്പോൾ എല്ലാവരും സമ്മതിക്കുന്നു. അവർ മുന്നോട്ട് നടന്നപ്പോഴും വേവെ ടെൻഷനിൽ നിൽക്കുന്നത് കണ്ട് CCTVയുടെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട, അതിൻ്റെ റെക്കോർഡിങ്സിന് ടൈം ലിമിറ്റ്സ് ഉണ്ടാവും, അത് കഴിയുമ്പോൾ അത് തന്നെ ഇറേസായി പോയിക്കോളും എന്ന് പറഞ്ഞ് സിജോങ് അവളെ സമാധാനിപ്പിക്കുന്നു. ഗ്രൗണ്ടിൽ ഒരിടത്ത് ഒരു ഷീറ്റ് വിരിച്ച് എല്ലാവരും കൂടി അവിടെ ഇരുന്ന് പാർട്ടി നടത്തുന്നു. നമ്മൾ വലിയൊരു കാര്യമല്ലേ ചെയ്തത്, നമ്മളെ അഭിനന്ദിക്കാൻ കോളേജിൽ ബാനർ വല്ലതും റെഡിയാക്കുമോ എന്ന് ദക്ഷി സ്വയം ചോദിച്ചപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ബാനർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ജിൻജിൻ ബാഗിൽ നിന്ന് ഒരു ബാനർ പുറത്തെടുക്കുന്നു. ആ കൂട്ടത്തിൽ അവൾ സിജോങ്ങിന് അയക്കാൻ വെച്ചിരുന്ന കത്ത് കൂടി പുറത്തേക്ക് തെറിച്ചു വീഴുന്നു. പെട്ടെന്ന് തന്നെ അവൾ തിരികെ എടുത്തെങ്കിലും അതിന്റെ പുറത്തെഴുതിയിരുന്ന അഡ്രസ് തങ്ങളുടെ റൂമിൻ്റെതാണ് എന്ന് ഡിങ് കണ്ടതിനാൽ ഇത് ലവ് ലെറ്റർ ആണോ, നീ അത് ഞങ്ങളിൽ ആർക്കെഴുതിയതാണ് എന്നവൻ ചോദിക്കുന്നു. ജിൻജിൻ തലകുനിച്ചിരുന്നപ്പോൾ ആരാണ് ആൾ എന്ന് ദക്ഷിയും ചോദിക്കുന്നു. ജിൻജിൻ ആദ്യം സിജോങ്ങിന് നേർക്ക് കൈ ചൂണ്ടിയെങ്കിലും പെട്ടെന്ന് മാറ്റി റോയ്ക്ക് നേരെ കാണിക്കുന്നു. അവർക്ക് റോയെ ഇഷ്ടമാണെന്ന് തന്നെ എല്ലാവരും കരുതുന്നു. അവൻ ആൾറെഡി ജിൻജിനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നത് കൊണ്ട് അവനും ഹാപ്പി ആകുന്നുണ്ട്. എല്ലാവരും കൈയടിച്ച് അവർക്ക് കൺഗ്രാറ്റ്സ് പറയുന്നു. പാർട്ടി കഴിഞ്ഞപ്പോഴേക്കും ബിയർ ദക്ഷിയുടെ തലയ്ക്ക് പിടിച്ചിരുന്നു. ഡിങ്ങും വേവയും കൂടി പിടിച്ചാണ് അവളെ ഹോസ്റ്റൽ വരെ എത്തിച്ചത്. നിനക്കതൊരു വെയിറ്റ് ആണ് എന്ന് ഡിങ് പറഞ്ഞപ്പോൾ നിനക്കെന്നെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ എന്തായാലും വണ്ണം കുറയ്ക്കേണ്ട കാര്യമില്ല, നിന്റെ മസിൽ ഇത്തിരി കൂട്ടിയാൽ മതി എന്ന് അവൾ പറയുന്നു. ഇവൾ എന്തിനാണ് എപ്പോഴും എനിക്ക് ഇവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ഡിങ് ചോദിച്ചപ്പോൾ നിനക്കെന്നെ ഇഷ്ടമാണ് എനിക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞ് ദക്ഷ അവൻ്റെ മുഖം പിച്ചി പറിക്കാൻ തുടങ്ങുന്നു. വേവെ പെട്ടെന്ന് ജിൻജിനെ കൂടി വിളിച്ച് അവളെയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ജിൻജിൻ എൻ്റെ കുട്ടിക്കാലത്തെ ഫ്രണ്ടാണ്, അവളെ സങ്കടപ്പെടുത്തരുതെന്ന് സിജോങ് അവർ പോയി കഴിഞ്ഞപ്പോൾ റോയിയോട് പറയുന്നുണ്ട്. ഞാൻ അങ്ങനെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞവൻ തിരിഞ്ഞ് ഹോസ്റ്റലിലേക്ക് നടക്കുന്നു. അടുത്ത ദിവസം പ്രാക്ടീസിന് ചെന്നപ്പോൾ കോച്ച് ഡിങ് ഒഴികെ ബാക്കി എല്ലാവരോടും റിലാക്സ് ചെയ്യാൻ പറഞ്ഞിട്ട് ഡിങ്ങിനോട് മാത്രം പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നു. സിജോങ് വേഗം ഫോൺ എടുത്ത് നാളെ മത്സരമുണ്ട്, കാണാൻ നീ വരുമോ എന്ന് വേവയ്ക്ക് മെസ്സേജ് അയക്കുന്നു. വേവ അപ്പോൾ പെങ്ങിനെ കാണാനായി വന്നതുകൊണ്ട് അവൾ അവന് റിപ്ലൈ നൽകുന്നില്ല. തുടർച്ചയായി കുറേ ദിവസം വർക്ക് കൂടുതലായിരുന്നതുകൊണ്ട് 2 ദിവസം ഫ്രീ ആണ്, അതാണിപ്പോൾ കാണാൻ വിളിപ്പിച്ചത്. നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്, നീ ഉറപ്പായും വരണമെന്ന് പെങ് അവളോട് പറയുന്നു. സിജോങ് മത്സരത്തിന് ചെല്ലുന്ന കാര്യം പറഞ്ഞിട്ടുള്ളതിനാൽ എന്തു പറയണമെന്നറിയാതെ വേവെ ആകെ കൺഫ്യൂഷൻ ആയെങ്കിലും പെങ് വീണ്ടും വീണ്ടും നിർബന്ധിക്കുന്നതിനാൽ ബർത്ത്ഡേക്ക് ചെല്ലാമെന്ന് അവൾ സമ്മതിക്കുന്നു. മത്സര ദിവസം ദക്ഷിയും ജിൻജിനും നേരത്തെ തന്നെ സ്വിമ്മിംഗ് പൂളിനടുത്തേക്ക് എത്തുന്നു. പെങ് ബർത്ത്ഡേ സെലിബ്രേഷനിലുള്ള തയ്യാറെടുപ്പിലാണ്. ഒരുക്കങ്ങൾ നടത്താൻ ഷിയയും അവൻ്റെ സഹായത്തിനൊപ്പമുണ്ട്. അവൻ വേവയെ പ്രപ്പോസ് ചെയ്യാനുള്ള പുറപ്പാടാണ് എന്നറിയാവുന്നതിനാൽ ഒരുക്കങ്ങൾ കഴിഞ്ഞപ്പോൾ പെങ്ങിന് വിജയാശംസകൾ നേർന്നിട്ടാണ് ഷിയ പോയത്. മത്സരത്തിന് തയ്യാറായി വന്ന സിജോങ് ദക്ഷിക്കും ജിൻജിനും ഒപ്പം വേവയെ കാണാഞ്ഞ് അവൾ എവിടെയെന്ന് അന്വേഷിക്കുന്നു. അവൾക്കിന്ന് വരാൻ കഴിയില്ല, ഓൾ ദ ബെസ്റ്റ് പറയാൻ എന്നെ പറഞ്ഞേൽപ്പിച്ചു. അവൾ പെങ്ങിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയിരിക്കുകയാണെന്ന് ദക്ഷി പറഞ്ഞപ്പോൾ സിജോങ്ങിനാകെ മൂഡ് ഓഫ് ആകുന്നുണ്ട്. ദേഷ്യവും സങ്കടവും ഒക്കെ നിറഞ്ഞ മനസ്സോടെയാണ് അവൻ മത്സരത്തിന് ചെന്ന് നിന്നത്. മത്സരം തുടങ്ങുന്ന നിമിഷം വരെ ദക്ഷിയൊക്കെ നിൽക്കുന്ന ഭാഗത്തേക്ക് വേവയും വരുന്നുണ്ടോ എന്ന് നോക്കിയാണ് സിജോങ് നിൽക്കുന്നത്. മത്സരത്തിന് വിസിലടിച്ചപ്പോഴും മറ്റുള്ളവർ ചാടി 1 സെക്കൻഡ് കഴിഞ്ഞാണ് അവൻ ചാടിയതും. അതുകൊണ്ട് തന്നെ അവൻ മറ്റുള്ളവരെക്കാൾ കുറച്ച് പുറകിലായിരുന്നു. വേവെ പെങ്ങിനടുത്തേക്ക് പോകാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ അടുത്തുനിന്ന് 2 കുട്ടികൾ ഫോണിൽ ലൈവായി സ്വിമ്മിംഗ് മത്സരം കാണുന്നത് കണ്ട് അവളും ശ്രദ്ധിക്കുന്നു. സിജോങ് പുറകിലാണ്, തോൽക്കാൻ സാധ്യതയുണ്ട് എന്ന് ആ കുട്ടികൾ പറയുന്നത് കേട്ടപ്പോൾ അവൾ വേഗം മത്സരം നടക്കുന്നതിലേക്ക് ഓടുന്നു. വഴിയിൽ വെച്ച് ഷിയ അവളെ കാണുന്നതിനാൽ വിളിച്ചു നിർത്തിയിട്ട് നീ പെങ്ങിനടുത്തേക്ക് പോകുന്നില്ല എന്ന് അന്വേഷിക്കുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് സ്വിമ്മിംഗ് മത്സരത്തിനിടയിൽ അപകടം പറ്റി, അതുകൊണ്ട് എനിക്ക് അത്യാവശ്യമായി അവിടെ വരെ പോകണമെന്ന് പറഞ്ഞ് വേവെ ധൃതിയിൽ പോകാൻ തുടങ്ങിയപ്പോൾ ഷിയ അവളെ പുറകിൽ നിന്ന് വിളിച്ച് ഒരു കാര്യം കൂടി പറയാനുണ്ട് എന്ന് പറഞ്ഞ് നിർത്തുന്നു. അപ്പോഴേക്കും സിജോങ്ങിന്റെ മത്സരം അവസാനിച്ചിരുന്നു. റോയി ആണ് ഒന്നാമതെത്തിയത്. സിജോങ് 2ാം സ്ഥാനത്തേക്ക് മാറി. റിസൾട്ട് കണ്ടതും അവൻ ദേഷ്യത്തിൽ വെള്ളത്തിൽ കൈകൊണ്ടടിച്ച് അവിടെ നിന്ന് കയറിപ്പോകുന്നു. അവൻ്റെ റിയാക്ഷൻ റോയിയും ഡിങ്ങും ശ്രദ്ധിക്കുന്നുണ്ട്. ഡിങ് പെട്ടെന്ന് തന്നെ കയറി സിജോങ്ങിന് പുറകെ പോകുന്നു. കോച്ചിനോട് പറഞ്ഞിട്ട് റോയിയും പുറകെ ചെല്ലുന്നുണ്ട്. സിജോങ്ങിന്റെ സ്കോർ അങ്ങനെയായത് കോച്ചിനെയും ഞെട്ടിച്ചിരുന്നു.
ഇതേസമയം പെങ് ബർത്ത്ഡേ ആഘോഷിക്കുന്നതിന് വേണ്ടി മാത്രമല്ല അവൻ്റെ ഇഷ്ടം നിന്നോട് തുറന്നു പറയുന്നതിന് വേണ്ടി കൂടിയാണ് നിന്നെ വിളിച്ചിരിക്കുന്നതെന്ന് ഷിയ വേവയോട് പറയുന്നു. വേവയ്ക്ക് അതൊരു ഷോക്ക് ന്യൂസ് ആയിരുന്നു. പെങ് വേവയ്ക്ക് കുറേ സർപ്രൈസുകളും ഒരുക്കി അവളെ കാത്തിരിക്കുമ്പോഴാണ് അവൾ ഒരു ഗിഫ്റ്റ് കൊടുത്തയച്ചിട്ടുണ്ട്, എവിടെയാണ് എത്തിക്കേണ്ടതെന്ന് ചോദിച്ച് അവന് കോൾ വന്നത്. അവൾ വരില്ലായിരിക്കുമെന്ന് അവൻ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എനിക്കൊരു അത്യാവശ്യ കാര്യം വന്നതിനാൽ ഇന്ന് വരാൻ കഴിയില്ല, ഫ്രണ്ട്സിനൊപ്പം എൻജോയ് എന്ന് പറഞ്ഞ് വേവയുടെ മെസ്സേജും അവന് വരുന്നു. പെങ്ങിൻ്റെ എല്ലാ പ്രതീക്ഷകളും ഒരുക്കങ്ങളും വെറുതെ ആയി പോകുന്നുണ്ട്. അവനാകെ നിരാശനാകുന്നു. വേവ ഗിഫ്റ്റൊക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് എത്തിയപ്പോഴേക്കും സിജോങ് അവിടെ നിന്ന് പോയിരുന്നു. ദക്ഷിയും ജിൻജിനും അപ്പോഴും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. റിസൾട്ട് എന്തായി എന്ന് വേവയെ ചോദിച്ചപ്പോൾ സിജോങ് തോറ്റുവെന്ന് മാത്രമല്ല അവൻ ടീമിൽ ജോയിൻ ചെയ്ത ശേഷം ആദ്യമായാണ് ഇത്ര മോശം റിസൾട്ട് ഉണ്ടായത് എന്ന് ദക്ഷി പറഞ്ഞെടുത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.